എന്റെ ഒരു എപ്പോഴും പോയിന്റ്. ഇപ്പൊ നിനക്ക് അതായിരിക്കണം നമ്മുടെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയും. ഞങ്ങളുടെ ലവ് മാരേജ് ആണോ എന്ന് ചോദിക്കുന്ന 10ാമത്തെ ആളായിരിക്കും. കല്യാണം കഴിക്കണോടുകൂടി എന്റെ ജീവിതം നരകാവുന്നുള്ള രീതിയിലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാനും കുറെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഒരു ന്യൂ ബോൺ വെച്ച് ജോലി ചെയ്യാം. ക്രിയേറ്റിവിറ്റി ഒന്നായിട്ട് ഞാൻ കാണുന്നില്ല. ആൾക്കാർ കേട്ടത് അടിച്ചു ഇതാണ് വാഷിംഗ് മെഷീൻ്റെ ഉള്ളൊക്കെ ഉണ്ടാണ് ക്രിയേറ്റിവിറ്റി ഒക്കെ. നിങ്ങൾ എന്തൊക്കെയാ ചെയ്ത് എന്ത് തേങ്ങയാണെങ്കിലും ഇതുവരെ ചെയ്തത് പൈസ പിന്നെ മതിയോ എന്നൊക്കെ ചോദിക്കും. സങ്കടപ്പെടാനില്ല. അവർ പോയപ്പോ നാഷണലിലേക്കാണ് പോയത്, നമുക്ക് നഷ്ടങ്ങളൊന്നും ഇല്ല. അതെ, അവരത് അപ്രൂവ് ചെയ്തിടും. ഞാൻ ഐ വാസ് ലൈക്ക് ഓക്കെ. ഹായ്, നമസ്കാരം മലയാളീസ്. ഞാൻ ഇന്നുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് മിഠായി തെരുവിനടുത്താണ് ഞാൻ ഉള്ളത്. അപ്പോൾ കോഴിക്കോടിനെ പറ്റി പറയുമ്പോൾ അതിനു മുമ്പ് ഒരു സൂപ്പർ വനിതയെ പറ്റി ഞാൻ പറയാം. അതായത് കോഴിക്കോട് മിഠായി തെരുവിൽ സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ കസേരകൾ വേണം, കുടിക്കാൻ വെള്ളം വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു സൂപ്പർ വനിതയുണ്ടായിരുന്നു കോഴിക്കോട്. പി വിജയ് എന്നാണ് പേര്. അപ്പോൾ നമുക്ക് മറ്റൊരു സൂപ്പർ വനിതയെ ഇന്ന് പരിചയപ്പെടാം. കേരളത്തിൽ സോഷ്യൽ മീഡിയയ്ക്ക് തീയിട്ട ഒരു സൂപ്പർ വനിതയാണ് ഇന്ന് എന്നോടൊപ്പം. ലെറ്റ്സ് വെൽക്കം അംന ഇക്ബാൽ ടു നമസ്കാരം മലയാളീസ് ബൈ അർഷാദ് ഖാദർ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. എങ്ങനെ പോകുന്നു ജോലി, വർക്ക്, കാര്യങ്ങളൊക്കെ? ജോലി ഇതാപ്പം മെറ്റേണിറ്റി കഴിഞ്ഞ് ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടുള്ളൂ. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ ബാലൻസിങ് ആണ്. ഞാനും കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഒരു ന്യൂ ബോൺ വെച്ച് ജോലി ചെയ്യാം. എനിക്കതറിയില്ല. ഞാൻ എൻ്റെ മോന് ഒരു 2.5 ഒക്കെ ആയപ്പോഴാണ് കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ന്യൂ ബോൺ ആ ഒരു 5 months ആ സ്റ്റേജൊക്കെ ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ടായിരുന്നു അന്നൊക്കെ പോയിരുന്നത്. അപ്പം എനിക്കത് എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെ പഠിച്ചു വരുന്നു. ഓക്കെ, അത് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കണം നമുക്ക് ഈ ഒരു എപ്പിസോഡ് കഴിയാൻ. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു ഫ്ലാഷ് ബാക്ക് പറയാം. ഒരു 2017 കാലഘട്ടമാണെന്ന് തോന്നുന്നു. അംന ഇക്ബാൽ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം, അതായത് ഒരു ചായയും പഴംപൊരിയും കഴിച്ചതിന് ശേഷം ഒരു സെഷനിൽ പങ്കെടുത്തതിന് ശേഷമാണ്. പൊന്നാനിയിൽ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുമോ? ഇല്ല, ഒരിക്കലും ഞാൻ നിഷേധിക്കില്ല. ആ ഒരു സംഭവം എന്ന് പറയാം. ഓക്കെ, ഈ 2017 എന്ന് പറയുമ്പം തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നും ഇപ്പം നമ്മൾ പറഞ്ഞു കേൾക്കണ പോലെ ഒന്നും എവിടെയും കേട്ടിട്ടില്ല. ഓക്കെ, എനിക്കും അതറിയില്ല. എല്ലാവരും ഇതേപോലെ MBA ചെയ്യുന്നു, പിന്നെ അതിൽ HR-ലോ അല്ലെങ്കിൽ ഓപ്പറേഷൻസിലോ അങ്ങനെ ഏതിലൊക്കെ ഒരു കമ്പനിയിൽ കയറുന്നു. ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ MBA കഴിഞ്ഞ പാടെ എൻ്റെ മാരേജ് ആയി. അപ്പോൾ കല്യാണം കാര്യങ്ങളൊക്കെ ആയി. ഇതിൻ്റെ ഇടയിലാണ് എൻ്റെ ഹസ്ബൻഡിന് ഇതേപോലെ ഇങ്ങനെ ഒരു ആളെ പരിചയം, ഒരു ഫസൽ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു അതെ നമ്മുടെ ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ ഫസൽ ഇതേപോലെ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് പൊന്നാനി. അപ്പം അതിൻ്റെ ഒരു ജസ്റ്റ് നമുക്ക് വെറുതെ ഇരിക്കുകയല്ലേ, നമുക്ക് അറ്റൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ അഷ്റക്കും ഇൻട്രസ്റ്റഡ് ആണ്. നമ്മളപ്പോൾ വെറുതെ പോയി നോക്കിയതാണ്. അഷ്റൻ്റെ ഫ്രണ്ടാണെന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ അറ്റൻഡ് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, ലിങ്ക്ഡിൻ എന്താണ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവെയറാണ്. അതുവരെ MBA പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് തിയറി ബേസ്ഡ് ആണ് എല്ലാം പഠിക്കുന്നത്. ഇങ്ങനൊരു ഫീൽഡ് അവിടെ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ അവരന്ന് പറയാണ്. അതായത് സോഷ്യൽ മീഡിയ ഇനി ബൂം ചെയ്യും, ലിങ്ക്ഡിൻ ബൂം ചെയ്യും, അതിൽ തന്നെ ഇനി കുറേ കാര്യങ്ങൾ, പിന്നെ വേറെ കുറേ സെഗ്മെൻറ്റുകൾ വരുന്നുണ്ട്, E-commerce ആയിട്ട് വരും. നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ എന്നൊക്കെ പറയാം. നമ്മളന്ന് ആ ക്ലാസ്സിൽ ഈ പഴംപൊരി ചായ തന്നിട്ട് ഞാൻ അതൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോന്നു എന്നല്ലാതെ. കാരണം അന്ന് ഇതേപോലെ നമുക്കിപ്പോൾ മൊബൈൽ വരുന്നുണ്ട് എന്ന് പറയുന്ന പോലെയായിരുന്നു ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് വരുന്നുണ്ട് എന്ന് പറയുന്നത്. നമ്മളാരും അതിനെക്കുറിച്ചിട്ട് നമ്മളെ ഫ്രണ്ട്സ് ആരും ഇതിൽ ഇങ്ങനത്തെ ഒരു കോഴ്സ് ചെയ്തിട്ടില്ല. നമ്മളത് ജസ്റ്റ് കേട്ടു. പക്ഷേ അതിലെന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും അന്ന് റിസർച്ച് ചെയ്യാനൊന്നും പോയില്ല. നമ്മളത് കേട്ട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ചായമ്പഴംപൊരിയും പൊന്നാനി ഒന്ന് കറങ്ങി അടിച്ച്. നല്ല പഴംപൊരിയായിരുന്നു. അവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. ഫസൽ മരക്കാരെന്ന് വെച്ചാൽ എനിക്ക് അടുത്ത ഒരു ബ്രദറിനെ പോലെയാണ്. പുള്ളീനെ എനിക്കൊരു 2014 മുതൽ പരിചയമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ലിങ്ക്ഡിനിൽ കാണുന്ന മലയാളികൾ ഒരാളാണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് 2015 പുള്ളീനെ കൊച്ചിയിൽ വെച്ച് ഞാൻ വൈറ്റില ഹബ്ബിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് അങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ട്.
പുള്ളി ചെയ്യുന്നതെന്ന് വെച്ചാൽ പുള്ളി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, ലിങ്ക്ഡിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിയാണ് ഈ ആദ്യകാലങ്ങളിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹം വന്നു മുതൽ എന്നോട് പറയാന്നുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ സമയത്താണ് പുള്ളി 2017 ഈ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നത്. അവിടെ മാത്രമല്ല, പുള്ളി പല സ്ഥലങ്ങളിലൊക്കെ വർക്ക്ഷോപ്പുകൾ നടത്തുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലിങ്ക്ഡിൻ വർക്ക്ഷോപ്പുകൾ നടത്തുന്നുണ്ട്, ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ. അപ്പോൾ ആ ഒരു പുള്ളിയാണ് അമ്നയെ ഇവിടെ എത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി നമുക്ക് MBA ആണല്ലോ പഠിച്ചത്. MBA പഠിച്ച സമയത്ത് ഇതിലേക്ക് വരുമെന്ന് എന്തെങ്കിലും ഇതുണ്ടായിരുന്നോ? MBA പഠിച്ച സമയത്ത് മാർക്കറ്റിംഗ് ആവും എന്നുള്ളത് ഉറപ്പായിരുന്നു. കാരണം എനിക്ക് ആദ്യം മാർക്കറ്റിംഗ് ഇഷ്ടമാണ്. എൻ്റെ വാപ്പ ബിസിനസ്സിലാണ്. അപ്പോൾ വാപ്പ എന്നെ ഇതേപോലെ ഇപ്പം ഞാൻ എൻ്റെ മക്കളെ കൊണ്ടു നടക്കുന്ന പോലെ തന്നെ വാപ്പ എന്നെ ചെറുപ്പം തൊട്ടേ വാപ്പാൻ്റെ ഓഫീസിൽ കൊണ്ടുവരുന്നത്. എൻ്റെ കൂടുതലും ഞാൻ എൻ്റെ സ്കൂളിലൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇതേപോലെ വെക്കേഷൻ ടൈമിലൊക്കെ കാരണം വെക്കേഷൻ ടൈമിൽ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഓഫീസിൽ പോകും. എന്നിട്ട് അവിടെ കുറേ സ്റ്റാഫ്സ് ഉണ്ട്, അവർക്കൊക്കെ ഇപ്പോഴും അറിയുന്നുണ്ടാവും, ഷാനി ചേച്ചി, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവരെ കൂടെ നടക്കുക എന്നുള്ളതാണ് മെയിൻ. പിന്നെ വാപ്പാക്കാണെങ്കിൽ ഹോൾസെയിലിൻ്റെ ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ അങ്ങനെ കുറേ ഇതിൻ്റെ പ്രോഡക്ട്സും ഉണ്ട്. അപ്പോൾ ലേസൊക്കെ അല്ലേ, പെപ്സിക്കോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലേസൊക്കെ ഹോൾസെയിലുണ്ട്. അപ്പോൾ നല്ല സുഖം അവിടെ പോയാൽ ലേസ്, ഫ്രൂട്ടി, ആപ്പി ഫിസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. എന്ന് വീട്ടിൽ തല്ല് പിടിച്ചിട്ടാണെങ്കിലും ഓഫീസിൽ പോയിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഈ ബ്രാൻഡ്സിനെ കുറിച്ചിട്ടും ഇതൊക്കെ അറിയുന്നതുകൊണ്ട് എനിക്കിഷ്ടമായിരുന്നു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും MBAയിൽ HR ഓപ്പറേഷൻസും ആയിരുന്നു അവരുടെ അടുത്ത്. കാരണം അവരൊക്കെ ഗേൾസിന് ഇതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ ഫുൾ ഗേൾസ് സ്ട്രീം പോകുന്നത് ഈ ഒരു സ്ട്രീമിലോട്ടാണ്. അതായത് സ്പെഷ്യലൈസേഷൻ വരുന്ന ടൈമിൽ, സെക്കൻഡ് ഇയറിൽ സ്പെഷ്യലൈസേഷൻ വരുമ്പം പകുതി മുക്കാൽ ആ ഒരു ബാച്ചിലെ കുട്ടികളും HR ആയിരിക്കും ഉണ്ടാവുക. മാർക്കറ്റിങ്ങിൽ ഞാനാണ് മാത്രമായിരുന്നു അന്ന് ഞാൻ മാർക്കറ്റിങ്ങിലാണെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ എണീറ്റുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഗേൾസ് എടുക്കാത്തൊരു ഇതാണ് എന്നല്ല. ടീച്ചേഴ്സ് വരെ എന്നോട് പറഞ്ഞു ഗേൾസ് അധികം പോവാത്തതാണ് മാർക്കറ്റിങ്ങിൽ, HR കുറച്ചും കൂടി പ്ലേസ്മെൻ്റ് ഒക്കെ ഈസി ആയിട്ട് കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, എനിക്ക് മാർക്കറ്റിംഗ് പഠിക്കാനേ ഇഷ്ടമോ. കാരണം പിന്നെ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്കിഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ് ഞാൻ പഠിക്കില്ല, അത് 100% ഉറപ്പ്. കാരണം ഞാൻ സ്കൂൾ മുതൽ എനിക്കിഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ ഞാൻ അതിന് ജസ്റ്റ് പാസ് എന്നുള്ളൊരു മാർക്കേ ഉണ്ടാക്കി വെക്കുള്ളൂ. അതിൽ കൂടുതൽ ഞാനത് അതിൽ കവിഞ്ഞ് പഠിക്കാൻ ഞാൻ പോവില്ല. എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ഞാൻ നല്ല സ്കോർ ചെയ്യും. പക്ഷെ അതല്ലെങ്കിൽ ഞാനത് വിടും. എനിക്കിഷ്ടമല്ല, കാരണം എനിക്കിഷ്ടമില്ലാത്ത സാധനം പിന്നെ എനിക്ക് പഠിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു മാമിനോട്, മാം എനിക്ക് HR എനിക്ക് തീരെ വർക്കൗട്ട് ആവാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ വെറുതെ അത് പഠിച്ചുകൊണ്ട് സപ്ലൈ അടിക്കണേക്കാണ് നല്ലത്, മാർക്കറ്റിംഗ് പഠിച്ചിട്ട് ഞാൻ എങ്ങനെയും ഈ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കയറിയപ്പോൾ പിന്നെ 2-3 ഒരു ഗേളും കൂടിയും വന്നു. ബാക്കി കുറേ ബോയ്സ് തന്നെയായിരുന്നു എൻ്റെ ആ ഒരു മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനിൽ. അങ്ങനെ ഞാനത് എടുത്തു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എന്തായാലും എൻ്റെ പേ ഒരു മാർക്കറ്റിങ്ങിലാണ് എന്നുള്ളത്. പക്ഷേ സ്റ്റിൽ MBA കഴിഞ്ഞപ്പോഴും എല്ലാവരെയും പോലെ തന്നെ ഇനി എന്താ, എവിടെ എന്തിൽ ജോയിൻ ചെയ്യണം, എന്ത് കമ്പനിയിലാണ് പോവുക, ഇതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാനിതേപോലെ അന്ന് ഓൺട്രപ്രണർ ആവണം എന്നുള്ള ലക്ഷ്യമൊന്നും അന്നും ഇല്ലായിരുന്നു. എവിടെയെങ്കിലൊക്കെ ഒരു ജോബിന് കയറണം എന്നുണ്ടായിരുന്നു. സ്റ്റക്കായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതേപോലെ എപ്പോഴും ഞാനിങ്ങനെ കോണ്ടൻറ്റ് എഴുതാനും അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിലോ അങ്ങനത്തേലൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പോവുമായിരുന്നു. അപ്പോൾ ലേറ്ററാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ MBA കഴിഞ്ഞ പാടെ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് വന്നിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് ക്രിയേറ്റിവിറ്റിയിൽ എന്തൊക്കെയോ ഒരു ക്രിയേറ്റീവ് കഴിവ് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ക്രിയേറ്റിവിറ്റിയാ എന്നോട് എൻ്റെ ജീവിതത്തിൽ 22 വയസ്സ് വരെ എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ക്രിയേറ്റീവാണ്. എൻ്റെ സ്കൂളിൽ ഞാൻ ഒരു പെയിൻറ്റിങ് കോമ്പറ്റീഷന് പോലും ഞാൻ പങ്കെടുത്തിട്ടില്ല. അപ്പം ഞാൻ ഒന്നുമില്ല, റൈറ്റിങ്ങിലൊക്കെ ക്ലാസ് കട്ട് ചെയ്യാൻ പോവാന്നല്ലാതെ എൻ്റെ സ്കൂളിൽ ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിലാണ് വർക്ക് ചെയ്യണത്. അവർക്കൊരു അത്ഭുതമായിരിക്കും ഇവളോ. കാരണം അന്നത്തെ കാലത്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ, അതായത് ഈ പാട്ട്, ഡാൻസ് അല്ലെങ്കിൽ പടം വരയ്ക്കുക, ഇതൊക്കെ ഉള്ള ഇതാണ് ക്രിയേറ്റിവിറ്റി എന്ന്. ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. അതല്ലാതെ ഈ ഇപ്പം ഒരു എസ്സേ റൈറ്റിങ്ങിന് അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ ഷോർട്ട് സ്റ്റോറി, ഇതൊക്കെ ഒന്നും
ഉണ്ടാവും, പക്ഷെ നമ്മൾ അത്ര എഫേർട്ട് ഇട്ട് ഈ മടിയന്മാരായിട്ടുള്ള ആൾക്കാരാണ് കുറേ ക്രിയേറ്റീവായിട്ടുണ്ടാവും. അവരാരും ഇതിനൊന്നും പോലെ. പിന്നെ ലേറ്റർ ഓൺ ആയിരിക്കും അവരെ ലൈഫിൽ അത് റിയലൈസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഐ ഹാവ് സം ടാലൻറ്റ് എന്നുള്ളത്. അങ്ങനെ ഞാനും എൻ്റെ ലൈഫിൽ ഇതേപോലെ വെറുതെ ഇരുന്നപ്പോൾ അതും ഇതൊക്കെ ചെയ്യുമ്പം പീപ്പിൾ ആർ ഏബിൾ ടു കണക്ട് വിത്ത് വാട്ട് ഐ എം റൈറ്റിംഗ്. അല്ലെങ്കിൽ ആൾക്കാർ പറയാം നീ എഴുതി അടിപൊളി ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ഐ ആം തിങ്കിങ് ശരിയാ, എന്തോ ഒരു പരിപാടി ഉണ്ടാവുമായിരിക്കും. അതാണല്ലോ ഒരു 5 ആൾക്കാരെങ്കിൽ 5 ആൾക്കാർ പറയുന്നുണ്ടല്ലോ എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ദുബായ് പോയപ്പം അപ്പോഴും ഹസ്ബൻഡ് പറയുമ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ആക്കുന്നതാണ്, എന്നെ ആസാക്കി പറയുന്നതാണെന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ദുബായ് പോയ ടൈമിൽ എൻ്റെ സിസ്റ്ററും ബ്രദറൊക്കെ ദുബായിലാണ്. അപ്പം ഞാൻ അവിടെ വിസിറ്റ് ഇങ്ങനെ പോയപ്പം അന്ന് ആ ടൈമിൽ നാസ് ഡെയിലി അവിടെ തുടങ്ങുമായിരുന്നു. ഒരു ദുബായ് ഓഫീസ് അവിടെ ലോഞ്ചാണ്. അപ്പം അവരിതേപോലെ കുറേ ഇങ്ങനത്തെ കുറേ ഫീൽഡിലോട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ജോബ് തരുമ്പോൾ ഇൻഡീഡിലൊക്കെ ഇവരെ പോസ്റ്റുകളും പിന്നെ ഇവരത് വേറെ തന്നെ ഒരു റിക്രൂട്ട്മെൻറ്റ് സ്റ്റൈലാണ്. നമ്മൾ സാധാരണ ഒരു ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുന്ന പോലെയൊന്നുമല്ല. അപ്പം ഞാൻ വിചാരിച്ചു വൈ ഡോണ്ട് ഐ ട്രൈ, വെറുതെ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നടക്കാൻ പോകണില്ല, വെറുതെ രസമല്ലേ. കാരണം അവരുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മളെ തന്നെ ക്രിയേറ്റീവായിട്ട് ഒരു ഇൻട്രോ വീഡിയോ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിങ്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ അന്ന് ഞാനൊരു ക്രിയേറ്റീവ് ഇൻട്രോ വീഡിയോ അന്ന കാലത്ത് അന്ന് റീൽസ് ഒന്നും ഇല്ല. റീൽസ് ഉണ്ടോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, റീൽസ് ഇല്ല ഒന്നും. അത് IGTV ഒക്കെ ആയിരുന്നു കൂടുതലും. റീൽസ് ഉണ്ട് പക്ഷെ IGTV ആണ് കൂടുതലും ഉണ്ടായിരുന്നത് വീഡിയോയിലൊക്കെ. അന്ന് ഇതേപോലെ ഈ ബൂമറാങ് ഇല്ലേ നമ്മളെ സ്റ്റോറിയിൽ, ആ ബൂമറാങ് അത് ഭയങ്കര ഹിറ്റ്, എല്ലാവരും എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് ഉണ്ടായിരുന്ന ഒരു ടൈമായിരുന്നു അന്ന്. എനിക്ക് തോന്നുന്നു 2020 തോന്നുന്നുണ്ട് ആ ടൈം. എന്നിട്ട് അതിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ദ ബൂമറാങ് സ്റ്റോറി ഓഫ് മീ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫുൾ ഞാൻ ആരാണ്, എവിടുന്ന് വരുന്നു, എന്താ ചെയ്യുന്നത്, വൈ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ നാസ് ഡെയിലി, അങ്ങനെ ഒരു ബൂമറാങ് സ്റ്റോറി ഉണ്ടാക്കി. അത് ഫുള്ള് ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൂമറാങ് ആയിട്ടാണ് ക്ലിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഐഫോണിൽ തന്നെ ഷൂട്ട് ചെയ്തു, ഐഫോണിൽ തന്നെ എഡിറ്റും ചെയ്തിട്ട് ഇട്ടു. അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ബൂമറാങ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രോ വീഡിയോ ആണല്ലോ. സോ ദേ ലൈക്ഡ് ഇറ്റ്. അപ്പോൾ അവർ കോൾ ചെയ്തു. അപ്പോൾ എന്നിട്ട് അതിൽ എത്രയോ ആൾക്കാർ, എത്രയോ അപ്ലിക്കേഷൻസ് ഉണ്ടാകും അവർക്കൊക്കെ. അതിൽ 30% ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വന്നു. അത് കഴിഞ്ഞ് അങ്ങനെ 30% ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ പിന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ തരും. അത് നമ്മൾ എഴുതി കൊടുക്കുക. അവരുടെ നാസ് ഡെയിലി സ്റ്റൈലിൽ സ്ക്രിപ്റ്റ് എഴുതാൻ തരും. അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹാഗത്തന്നെ വിളിക്കും. ഹാഗത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറേ ആൾക്കാരും കൂടെ ചെയ്തിട്ട് ഒരു ടാസ്ക് തരും, കംപ്ലീറ്റ്. ഇപ്പം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നോ ദാറ്റ്. പണ്ട് എനിക്ക് അത് ഹാഗത്തൺ എന്താന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു അത് പോണ ടൈമിൽ. എന്നിട്ട് ഞാൻ അവിടെ പോയി അറ്റൻഡ് ചെയ്തു. അന്ന് ഇതേപോലെ നമുക്ക് അവിടെ ഉള്ള എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ ഡിഫറെൻറ്റ്, അതായത് ഓൾ അറൗണ്ട് ദ വേൾഡിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ആയിരിക്കും ആ ഹാഗത്തൺ നടക്കുക. അപ്പോൾ കുറേ പല കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരെ നമുക്ക് മീറ്റ് ചെയ്യാം, അവരുടെ ജേർണി കേൾക്കാം, അവരെവിടെ നിന്ന് വരുന്നു, എന്തൊക്കെയാണ് എന്നുള്ളത്. എന്നിട്ട് ഒരു മീലും ഉണ്ടാവും. എന്നിട്ട് എല്ലാവരായിട്ടും ഒന്ന് ഹാഗത്തണിൽ എനിക്ക് തോന്നുന്നു 25 ഉണ്ടാവും. അതിൽ ടോപ്പ് 10 നമുക്ക് നമ്മൾ ആദ്യം ആ ടാസ്ക് തരും. അത് അതായത് അതിൽ വിന്നാവുമ്പോൾ നമ്മൾ ടോപ്പ് 10 ടോപ്പ് 10 എത്തിയ ആൾക്കാർ പ്രസൻറ്റ് ചെയ്യണം. പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അതിലത്തെ ഒരാൾക്ക് ഒരു വിന്നറിനാണ് ജോബ് കിട്ടുക. ഞാൻ ടോപ്പ് 10 വരെ എത്തി. എന്താ പ്രസൻറ്റ് ചെയ്തതിൽ പിന്നെ അത് അതിലെന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ട്. നമുക്കൊരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് പോലൊരു പ്രൊജക്റ്റാണ് തരിക. അപ്പം നമ്മൾ ഫുൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഏതൊക്കെ ഇതിൽ സ്ട്രീമിംഗ് പോകണം, അപ്പോൾ അത് എത്ര ഇതാവും, അങ്ങനെ മൊത്തം കാൽക്കുലേഷൻസ് കുറേ പരിപാടി വരുന്നുണ്ട്. അതിൽ ക്രിയേറ്റിവിറ്റിനെക്കാട്ടിലും കുറച്ചുകൂടി കാൽക്കുലേറ്റ് നമ്പേഴ്സിൽ ഭയങ്കര കുറച്ചുകൂടി ഇതാണ്. അതിൽ ഞാൻ അത്ര നല്ലതല്ല. നമ്പേഴ്സ് കമ്മിങ് ടു നമ്പേഴ്സ് ഞാൻ കുറച്ച് വീക്കാണ്. അപ്പോൾ അത് ആയപ്പോൾ അതെനിക്ക് തോന്നുന്നത് വേറെ ഒരു ഫിലിപ്പീൻ അങ്ങനെ ആരോ ആണ് ടോപ്പ്. അതിൽ സങ്കടപ്പെടാനില്ല, അവർ പോയപ്പോ നാഷണലിലേക്കാണ് പോയത്, നമുക്ക് നഷ്ടങ്ങളൊന്നുമില്ല. ഓക്കെ, ഹസ്ബൻഡാണ് ഈ ഒരു ക്രിയേറ്റിവിറ്റി കണ്ടുപിടിച്ച്. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ചിലപ്പോൾ അമ്മയുടെ പല വീഡിയോകളിലും വാഷിംഗ് മെഷീൻ ഉണ്ടാകാം, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലുള്ള ഇതൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ആണോ കണ്ടുപിടിക്കാൻ കാര്യം? അല്ലല്ല,
അല്ല അതൊക്കെ ഞാൻ ട്രൈ ഔട്ട് ചെയ്യണോ പറയാം. അതൊരു ക്രിയേറ്റിവിറ്റി ഒന്നായിട്ട് ഞാൻ കാണുന്നില്ല. ആൾക്കാർ കേട്ടത് അടിച്ചു ഇതാണ് വാഷിംഗ് മെഷീൻ്റെ ഉള്ളൊക്കെ ഉണ്ടാണ് ക്രിയേറ്റിവിറ്റി ഒക്കെ. അങ്ങനെയല്ല, ഞാൻ എഴുതുന്ന റൈറ്റിങ്, അതായത് ഒരു സ്റ്റോറി, ആളൊരു ഇതേപോലെ ഫിലിം എന്തൂസിയാസ്റ്റാണ്. അപ്പം അതേപോലെ കുറേ സ്റ്റോറിയും സ്ക്രിപ്റ്റൊക്കെ ഫിലിം ഇൻഡസ്ട്രി ആയതുകൊണ്ട് അറിയുന്നതുകൊണ്ട് തന്നെ ആളെഴുതും. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ പറയും രസമുണ്ട്, നിനക്ക് എന്തോ ഒരു കഴിവുണ്ട്, അങ്ങനെ പറയുമല്ലോ. ലൈക്ക് ഒരു ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ, രസമുണ്ട് എന്നുള്ളൊരിത്. പിന്നെ ഞാനിത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുമ്പം വേറെ ആൾക്കാരും ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരൊക്കെ ഭയങ്കര ഫീഡ്ബാക്ക് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ക്രിയേറ്റീവ് ക്യാമ്പയിൻസിന് ഭയങ്കര കുറേ വുമൻസിന് കണക്ട്. അപ്പം അശ്വനെ പറഞ്ഞു കണ്ടോ, ലൈക്ക് മോസ്റ്റ്ലി എന്താ വെച്ചാൽ നമ്മൾ ഓഡിയൻസിന് ഇത് കണക്ട് ചെയ്യണം, നമ്മൾ പറയുന്ന മെസ്സേജ് എന്താണ് എന്നുള്ള ഓഡിയൻസിന് കണക്ട്. അപ്പം ദാറ്റ് ഈസ് കണക്റ്റിങ്. അപ്പം നിനക്ക് എന്തോ ഒരു പരിപാടി നിൻ്റെ കയ്യിലുണ്ടാവുമല്ലോ. ഓക്കെ, ഈ അഷറയാണ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു? അല്ല. ഞങ്ങളുടെ ലവ് മാരേജ് ആണോ എന്ന് ചോദിക്കുന്ന 10ാമത്തെ ആളായിരിക്കും. പക്ഷെ അല്ല, അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഞങ്ങളത് അറേഞ്ച് മാരേജ് ആണ്. അത് മാട്രിമോണി ത്രൂ വന്ന് അങ്ങനെ പക്ക അറേഞ്ച് മാരേജ് ആണ്. മാട്രിമോണി ത്രൂ അതിലും ലവ് മാരേജ് നടക്കുന്നുണ്ടല്ലോ, പല ആൾക്കാരും മാട്രിമോണിയിൽ അതിൽ പോയി മെസ്സേജ് അങ്ങനെ കണക്റ്റഡ് ആയിട്ട്. ഇത് അങ്ങനെയൊന്നുമല്ല. ഞാനല്ല മാട്രിമോണി എൻ്റെത് ഹാൻഡിൽ ചെയ്തിരുന്നത്, എൻ്റെ സിസ്റ്ററാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. ഉമ്മ എന്നെ വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്, ഇപ്പോഴത്തൊന്നും കല്യാണം നോക്കൂല, വെറുതെ മാട്രിമോണിയിൽ ഇടുന്നുള്ളൂ, പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഫൈൽ വന്നു. അപ്പോൾ പിന്നെ ഈ കല്യാണം പിന്നെ അങ്ങനെയാണല്ലോ, പെട്ടെന്ന് പക്ഷെ നല്ല അടിപൊളിയാണ്, അപ്പോൾ ഇപ്പം തന്നെ നടക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ. അങ്ങനെ ഇതേപോലെ അഷ്റ വന്നു, അപ്പോൾ നല്ലതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഇവർ പറഞ്ഞു നീ ജസ്റ്റ് ഞാൻ വേണ്ട, എനിക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റില്ല, ഞാൻ പഠിക്കല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. പിന്നെ അവർ പറഞ്ഞു ജസ്റ്റ് പോയി കണ്ടോ, നീ ജസ്റ്റ് കണ്ട് അവനോട് സംസാരിച്ച് വെക്കുക, അപ്പോൾ സംസാരിച്ച് ഇതാവുന്നില്ല. പിന്നെ അഷ്റൻ്റെ ഒരു നല്ലൊരു പോയിന്റ്, നോട്ട് ദ എവ്രി വൺ നോട്ട് ഇറ്റ്, അഷ്റനോട് സംസാരിച്ച് കഴിഞ്ഞാൽ അഷ്റക്ക് ഒരാളെ ചാക്കിലാക്കാൻ പറ്റും. അത് അഷ്റക്ക് മാത്രമല്ല ഒരു കഴിവ്, അഷ്റന്റെ പരിചയമുള്ളവരൊക്കെ പറയും അത്. അഷ്റ ടോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഷ്റക്ക് ഈ ലോകത്തിൽ എല്ലാത്തിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. പിന്നെ അതേപോലെ അഷ്റക്ക് ആളെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അഷ്റ അതുകൊണ്ട് നല്ലൊരു കാസ്റ്റിംഗ് ഡയറക്ടറാണ്. അങ്ങനത്തെ കഴിവുകളൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാരെ നല്ല കൺവിൻസ് ചെയ്ത് റേറ്റ് കുറപ്പിക്കാൻ പറ്റും. വളരെ കൺവിൻസബിൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അതേപോലെ എന്നെയാണ് കൺവിൻസ് ചെയ്തു. കല്യാണമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയാവുന്നുള്ള രീതിയിൽ ഞാൻ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടിൽ നിൽക്കുന്ന ആളായിരുന്നു. പക്ഷെ അഷ്റ അവിടെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ 2 മണിക്കൂറോളം സംസാരിച്ചു. ആ 2 മണിക്കൂറിൽ എൻ്റെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് കല്യാണം കഴിക്കാന്നുള്ളൊരു പോയിന്റിലോട്ട് എത്തിച്ചു. അത്രയ്ക്ക് സംസാരിക്കുന്ന ഒരാളാണ്. പിന്നെ ഞങ്ങൾ രണ്ടാളും വൈബ് വെക്കുന്നുണ്ട്. ഹീസ് ഇൻ ടു സിനിമ. അപ്പോൾ എനിക്കും സിനിമയും ഞാനും ഇതേപോലെ ഇങ്ങനത്തെ ക്രിയേറ്റീവ്സ് അന്നൊന്നും എനിക്കറിയില്ല, ബട്ട് എവ്രി വൺ ലവ് സിനിമ. അപ്പോൾ ഞാൻ പറഞ്ഞു സിനിമയിലൊക്കെ ഉള്ള ആളാണ്, ഓക്കെ എന്നൊക്കെയുള്ള രീതിയിൽ. ഭാവിയിൽ സങ്കല്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ തന്നെ ആയിരുന്നു ആശ്ര? അല്ല, എങ്ങനെയുള്ള ആളായിരുന്നു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം? എന്താ കല്യാണം കഴിക്കാൻ എനിക്കങ്ങനെ കല്യാണം കഴിക്കാൻ ചിന്തിച്ചിട്ടില്ല എന്നല്ല. എന്താ അങ്ങനെ ഇപ്പോൾ ഇന്നൊരാളാവണം എന്നൊന്നും ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിലില്ലായിരുന്നു. എനിക്ക് എൻ്റെ ഒരു കോൺസെപ്റ്റിൽ എന്താ വെച്ചാൽ കല്യാണം എന്ന് പറയുന്നത് ഒരു പണിയുള്ളൊരു കാര്യമാണെന്നാണ് എൻ്റെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നത്, ആദ്യം ഉണ്ടായിരുന്നത്. കല്യാണത്തിൽ ഞാൻ ഭയങ്കര അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ആയിരിക്കണം, എൻ്റെ മാരീഡ് ലൈഫ് ഇങ്ങനെ ആയിരിക്കണം, ഞങ്ങൾ അങ്ങനെ ആവും, അങ്ങനെയൊന്നും എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഇല്ല. ഞാൻ ഏറ്റവും ലീസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അതായത് ഏറ്റവും വേഴ്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാന്ന് പറയില്ലേ, കല്യാണം കഴിക്കണോടുകൂടി എൻ്റെ ജീവിതം നരകാവുന്നുള്ള രീതിയിലാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്ര കിട്ടുമ്പോൾ തന്നെ സമാധാനം എന്നുള്ളൊരു ഫീലാണ് എനിക്കുള്ളത്. ഇപ്പം എനിക്കിഷ്ടം ഭയങ്കര കാം പേഴ്സൺ ആയിരുന്നു, അതായത് ഭയങ്കര കാം ആയിട്ട് ഇതാക്കുന്നത്. പക്ഷെ അഷ്റ അങ്ങനെയല്ല, ബട്ട് സ്റ്റിൽ ഓക്കെയാണ്. കാരണം ഞാൻ ഇതേപോലെ ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരാളാണ്. ഇമ്പൾസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഹൈപ്പർ ഇമ്പൾസീവ് അല്ല, പക്ഷെ എന്നാലും ഞാൻ കുറേ ഡിസിഷൻസും ഇതും ഒക്കെ പെട്ടെന്ന് എടുക്കും. അല്ലെങ്കിൽ പിന്നെ അതുപോലെ ഞാൻ അങ്ങനെ ഭയങ്കര എനിക്കൊരു പേടിയൊന്നുമില്ല. ഞാൻ കുറച്ച് അഡ്വഞ്ചറസ് ഒക്കെ ആയിട്ട് അങ്ങനെ നടന്ന് എന്തെങ്കിലുമൊക്കെ ആവുന്നില്ല രീതിയിൽ അത് വരുന്നിടത്ത് വെച്ച് കാണാതില്ല പോലെ വിടുന്ന ഒരാളാണ്. അപ്പം അപ്പുറത്തുള്ള ആൾ കുറച്ച് ഇതാവണം. പക്ഷെ അഷ്റ കുറച്ചുകൂടി പ്ലാൻ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അഷ്റ അവിടെ പ്ലാൻ ചെയ്യും, ഞാനിവിടെ പ്ലാൻ ഇല്ലാതെ പോവും. അത് എൻ്റെ ലൈഫ് കുറച്ചുകൂടി പ്ലാൻ ചെയ്യുന്നപ്പോൾ അഷ്റയാണ്. ഞാൻ അഷ്റയായിട്ട് ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളൂ. അന്ന് നേരത്തെ പറഞ്ഞ പോലെ അന്ന് എന്നെയും കൺവിൻസ് ചെയ്തില്ല. ഞാനതാ പറഞ്ഞ കൺവിൻസിങ് സ്റ്റാറാ. അതെ, കൺവിൻസ് ചെയ്ത് ഇപ്പോൾ കണക്റ്റഡ് ആണ്. ഇപ്പോൾ പല കാര്യങ്ങൾക്കും വിളിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. അപ്പോൾ അങ്ങനെയാണ്. നിങ്ങൾ എത്ര പേരാണ് ശരിക്കും പറഞ്ഞ ഫാമിലി? എനിക്ക് 2 സിസ്റ്ററും 1 ബ്രദറും ആണല്ലേ. ഓക്കെ, പിന്നെ നമുക്ക് ഇനി സോഷ്യൽ മീഡിയയിലേക്ക് തന്നെ വരാം. ഫാമിലി കാര്യങ്ങളൊക്കെ സോഷ്യൽ വനിത ആ ഒരു പേരിലേക്ക് വരാനുള്ള കാര്യം എന്തായിരുന്നില്ലേ, അത് നമ്മൾ അന്ന് ഹാരിസ് ആൻഡ് കോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓരോരുത്തരും ഇതേപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെ ബിൽഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ എല്ലാവരും പറയും പേഴ്സണൽ ബ്രാൻഡ് ചെയ്യണത് ഭയങ്കര, എന്നാൽ പേഴ്സണൽ ബ്രാൻഡിങ് ഒക്കെ ബൂം ചെയ്ത് എല്ലാവരും ഫുൾ ഫ്ലെഡ്ജിൽ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞിട്ട് നടക്കും. ഇതിൻ്റെ ഇപ്പൊ ഡബിൾ ഇരട്ടിയായി. ഇപ്പൊ കുറച്ച് ഇപ്പൊ പേഴ്സണൽ ബ്രാൻഡിങ് ഇല്ലാതെ ബിസിനസ് ഇല്ല. പക്ഷെ അന്ന് ഇതേപോലെ എന്തായാലും പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യണം അപ്പോഴാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളതിൽ അപ്പോൾ ഓൾറെഡി പേഴ്സണൽ ബ്രാൻഡ് ചെയ്ത് റിസ്വാനൊക്കെ ഇന്നായി ആ ഒരു ടൈമാണ്. അപ്പം ഹാരിസൊക്കെ നമ്മളോട് പറയുന്നുണ്ട് പേഴ്സണൽ ബ്രാൻഡ് ചെയ്യണം എന്നുള്ളത്. പിന്നെ അഷ്റ എന്നോട് എപ്പോഴും പറയണേ, നീ പേഴ്സണൽ ബ്രാൻഡ് ചെയ്ത് നോക്ക്, എന്തായാലും നിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പാർട്ട് അവിടെ നിനക്കും പ്രൂവ് ചെയ്യാമല്ലോ. ലൈക്ക് നിൻ്റെ ക്ലയൻസിൻ്റെ അടുത്തൊക്കെ നിനക്ക് പോകുമ്പം എനിക്കിങ്ങനെ ഒരു പേജ് ഉണ്ടെന്ന് പറയുമ്പോൾ അതിനൊരു ക്രെഡിബിലിറ്റി കിട്ടും എന്നുള്ള രീതിയിൽ ക്ലയൻസിനെ കുറച്ചുകൂടി ഇന്നാക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം റിസ്വാനും ഞാനും ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ് ലൈക്ക് എന്താ ഇപ്പം പേര് വെക്കുക, ബാക്കിയെല്ലാം എനിക്ക് ഐഡിയ കിട്ടി. ഓക്കെ, എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, എൻ്റെ നീഷ് എന്താ, അപ്പം അങ്ങനെ വുമൻസ് ആയിരിക്കണം, അങ്ങനെ അതൊക്കെ കിട്ടി. പേരിപ്പം എന്ത് വെക്കും എന്നുള്ളത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് അപ്പം അവനിട്ട പേര് റിസ്മാങ്കോ എന്നായിരുന്നല്ലോ, റിസ്മാങ്കോന്നായിരുന്നു. പിന്നെ അമ്മക്ക് ഇപ്പോൾ ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാം, അമ്മ എന്നുള്ള പേരിക്കൊന്നും മാച്ചല്ല, ഒന്നും കിട്ടൂല. അമ്ന ഇക്ബാൽ എന്നല്ല, അത് എനിക്ക് ആ ഒരു ഫ്ലോ അതേ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഇങ്ങനെ ആലോചിക്കും. അപ്പം നമ്മളിതേപോലെ ഞാൻ എൻ്റെ 10K എഴുതിയിട്ടുണ്ടായിരുന്നു, ആ സ്റ്റോറിയിൽ ഞാൻ എഴുതിയിട്ട് നമ്മൾ ഇതേപോലെ ഇവിടുത്തെ ഹോട്ടൽ ജിനാനിൽ ഇരുന്നിട്ട് ചിക്കൻ കാലൊക്കെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ടാണ് ആലോചിക്കുന്നത്, എന്തിടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഈ ഫോറിനേഴ്സ് എല്ലാവരും അധികം ദ സോഷ്യൽ മാർക്കറ്റിംഗ് ഗേൾ, ദ സോഷ്യൽ വുമൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേജസ് കാണാം. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറേ ആൾക്കാർ ഇടുന്നുണ്ട് അല്ലേ, ഈ ദ സോഷ്യൽ എന്നുള്ള വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോഴാണ് നമ്മൾ അപ്പോൾ അങ്ങനെ പറഞ്ഞു എന്തായാലും എൻ്റെ വുമൺ സെൻട്രിക് ആണ്, എനിക്ക് വുമൺ സെൻട്രിക് ആയിട്ട് തന്നെ പോകണം, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. വുമൻസ് കാരണം എൻ്റെ കൂടുതൽ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അന്ന് ആരിസ് ഇവരൊക്കെ പറഞ്ഞു നീ നിൻ്റെ ജേണി തന്നെ പറയണം, നീ എങ്ങനെ മാനേജ് ചെയ്യുന്നു, നീ കുട്ടീൻ്റെ എങ്ങനെ മാനേജ്. അപ്പോൾ അതൊക്കെ പറയണമെങ്കിൽ ഐ നീഡ് എ വുമൺ ഓഡിയൻസ്, അല്ലെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്നില്ല. സോ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് അപ്പം നമ്മൾ ദ സോഷ്യൽ പെണ്ണ് അങ്ങനെ കുറേ ആ ഒരു പര്യായങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അതിലാണ് ഇത് വനിത എന്നുള്ളത് സ്ട്രൈക്കിംഗ് ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു സോഷ്യൽ വനിത അത് കുറച്ച് സ്ട്രൈക്കിംഗ് അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് നല്ല അപ്പോൾ റിസ്വാൻ ഉണ്ടായിരുന്നു. അപ്പോൾ റിസ്വാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, പറയുമ്പോൾ നല്ല ഒരു ഫ്ലോ കിട്ടുന്നുണ്ട്, ഈസി കിട്ടുന്നുണ്ട്, ഇത് സോഷ്യൽ വനിത. അപ്പം തന്നെ എൻ്റെ മൈൻഡിൽ ആ പേര് വന്ന കൂടെ തന്നെ രജിസ്റ്റർ ആയപ്പോൾ തന്നെ എനിക്ക് അതിനൊരു സൂപ്പർ വുമൺ എന്നുള്ള ഫീലാണ് കിട്ടിയത്. ആ പേര് പറയുമ്പോൾ തന്നെ എനിക്കതൊരു സൂപ്പർ വുമണിന് കൊടുക്കാൻ പറ്റിയൊരു പേര്. ഇപ്പം മിന്നൽ മുരളി എന്ന് പറയുന്നത് സോഷ്യൽ വനിത എന്ന് പറയുന്നത് അന്ന് മിന്നൽ മുരളിയൊക്കെ ഇറങ്ങിയ ടൈമാണ്. കാണാൻ സാധിക്കുന്നുണ്ട് അത് ഞാനപ്പോൾ ആ മിന്നൽ മുരളി ഇറങ്ങി ഞാനും ഭയങ്കര ഇൻസ്പയർ ആയി. മിന്നൽ മുരളി നമുക്ക് ആദ്യമായിട്ട് മലയാളികൾക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സൂപ്പർ ഹീറോ ആണല്ലോ, എന്നാലും അങ്ങനെ ബേസിലൊരു പരിപാടി എടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ എപ്പോഴും പറയുന്നൊരു ടോപ്പിക്കിലുള്ള ഒരു ഫിലിം അന്ന് കറൻ്റ്ലി ഇതായിരുന്നു. അപ്പം ഞാനും പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു ബ്രാൻഡിങ്ങിൽ മതി, എനിക്ക് ആ പേര് എനിക്ക് അങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഫുൾ ബ്രാൻഡിങ് അങ്ങനെ ചെയ്തോന്ന് പറഞ്ഞിട്ട്
ഞാനും നെബുവും കൂടെ ഇരുന്നിട്ട് നെബു കുറേ മിനിമൽ സാധനങ്ങളൊക്കെ എനിക്ക് തന്നിരുന്നു കേട്ടോ. എന്താ നെബു പറയും ഇതെൻ്റെ ലോകമല്ലേ, നീ ആരോട് പറയുന്നത് എൻ്റെ ലോകമാണ്, കാരണം അവനതൊരു നാണക്കേടായി, ഇത് അവൻ്റെ ഒരു സ്റ്റൈലല്ല എന്ന് പറയും. അപ്പം ഞാൻ പറയും കുഴപ്പമില്ല, എന്താ എനിക്കിങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് അവനാണ് എനിക്ക് ആ ലോഗോ സെറ്റ് ചെയ്ത് തരുന്നത്. പിന്നെ ഞാൻ തന്നെ അതിനൊരു മോഷൻ കൊടുത്തു. അപ്പം പിന്നെ മൊത്തം ഞാൻ ആ ബ്രാൻഡിങ് അങ്ങനെ കൊണ്ടുപോയി ഒരു സൂപ്പർ വുമൺ എന്നുള്ളത്. ഓക്കെ, ഞാൻ ഈ ഒരു ഷോയ്ക്ക് പരിപാടി ഇട്ടപ്പോൾ എനിക്ക് പേരൊന്നും കിട്ടില്ല. നേരത്തെ പറഞ്ഞല്ലോ പേര് കണ്ടെത്താൻ ഭയങ്കര പ്രശ്നമുള്ള ആളാണ്. എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്താണ് ഇത് പറഞ്ഞു തന്നെ, നമസ്കാരം മലയാളീസ്. ഞാൻ പിന്നെ ബൈ അർഷാദ് ഖാദറും കൂടെ ചേർത്തും കണ്ട് പക്ഷെ രസമുണ്ട് നമസ്കാരം മലയാളീസ്. ശരിക്കും ഒരു പണ്ട് നമ്മള് റേഡിയോയില് കേൾക്കുന്ന ഒരു പ്രോഗ്രാമില്ലേ, അതിന്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പേരിട്ടപ്പോൾ എനിക്ക് അന്ന് രാത്രി ഉറങ്ങാനൊന്നും കഴിഞ്ഞില്ല. കൊള്ളാല്ല, ഇനി നമ്മൾ നാളെ ആരാകും നമസ്കാരം മലയാളി, അങ്ങനെ ഒരു ഫീല് വന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഈ പേരിട്ടതിന് ശേഷം. അതെ, എന്താ എനിക്ക് ഈ പേര് കിട്ടിയപ്പോൾ തന്നെ ഈ പേര് ഇനി എങ്ങനെ ലോഞ്ച് ചെയ്യണം, എന്താ ഇത് എങ്ങനെ ആയിരിക്കണം, എൻ്റെ പേജ് എങ്ങനെ പോകണം, ഞാൻ പറഞ്ഞ ഈ ബ്രാൻഡിങ് സാധനങ്ങൾ സ്റ്റഫ്സ് ഇതൊക്കെ വന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇനി റിയൽ ആയിട്ട് കാണണം എന്നുള്ള ഭയങ്കര ഒരു ഡോപ്പമിൻ റഷ് അപ്പോൾ കയറും. പക്ഷേ ഈ ഡോപ്പമിൻ റഷിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അത് ഇറങ്ങും. അപ്പൊ നമ്മൾ പഴയ സ്ഥലത്ത് വീണ്ടും അപ്പൊ നമ്മൾ ഈ ഡോപ്പമിൻ റഷ് ഇറങ്ങുന്നതിന്റെ മുന്നേ ഇതൊക്കെ നടത്തണം എന്നുള്ളതാണ്. ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി നാളെ ആവട്ടെ എന്നുള്ളൊരു ഫീൽ അടിക്കും. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ലോഗോ പരിപാടി ഇതൊക്കെ ആക്കി മോഷൻ കൊടുത്ത്, പിന്നെ ഇതിൻ്റെ വീഡിയോ ഷൂട്ടിംഗ് ആയിരുന്നു അന്ന്. ഇതേപോലെ ഗ്രീൻ സ്ക്രീനൊന്നും നമുക്ക് ഒരു ഫുൾ ഫ്ലോറൊന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു കർട്ടൻ ഇട്ടിട്ട്. കാരണം എനിക്കിതിൻ്റെ ഒരു സൂപ്പർ ഹീറോ പരിപാടിയായിട്ട് കൊണ്ടുവരണമല്ലോ, ഒരു സൂപ്പർ വുമൺ എന്നുള്ളത്. അങ്ങനെ ജസ്റ്റ് അവർ തട്ടിക്കൂട്ടി അങ്ങനത്തെ ഒരു വീഡിയോ ഇറക്കി വനിതാ ദിനത്തിൻ്റെ അന്ന് തന്നെ അത് റിലീസ് ചെയ്തു. വനിതാ ദിനവും അമ്മയും തമ്മിൽ ഭയങ്കര ബന്ധങ്ങളുണ്ട് അല്ലേ? അതെ. ഓക്കെ, ഒരു വനിതാ ദിനത്തിലാണ് ഈ പേരിട്ടത്. ഒരു വനിതാ ദിനത്തിലാണ് രണ്ടാമത്തെ കുട്ടി പിറന്നത് അല്ലേ? ആ വനിതാ ദിനത്തിൽ തന്നെയാണ് നമ്മൾ ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റിക്കും ലാസ്റ്റ് സൂപ്പർ വനിത എന്നുള്ള രീതിയിൽ അതൊക്കെ ഇട്ടത്. അപ്പോൾ അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. നമുക്ക് അതിനു മുമ്പ് നമ്മൾ നാസ് ഡെയിലി അവിടം വരെ എത്തിയല്ലോ, നമ്മൾ അതിൽ ഡ്രോപ്പായി. പിന്നെ അതിനുശേഷം എന്തായിരുന്നു? അതിനുശേഷം അപ്പം ഞാൻ അന്നും ഇതേപോലെ പോയ ടൈമിലാണ്, ഇപ്പം അന്ന് ഞാൻ ഫസലിൻ്റെ അടുത്ത് നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരും എന്നുള്ളത് കേട്ടു. പക്ഷെ അന്ന് ഞാൻ ആ നെറ്റ്വർക്ക് ചെയ്ത ടൈമിൽ ഗ്ലോബലി ഇത് ഓൾറെഡി എല്ലായിടത്തും നന്നായിട്ട് ബൂം ചെയ്ത് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും സോഷ്യൽ മീഡിയാസിൽ എന്തൊക്കെയാണ്. അന്ന് ടിക്ടോക്കൊക്കെ ഉണ്ട്, ടിക്ടോക്ക് പിന്നെ ഡബ് സ്മാഷ് ഒക്കെ ഉള്ളൊരു കാലഘട്ടോ. ടിക്ടോക്കൊക്കെ ഭയങ്കര ഹിറ്റ് ചെയ്ത്, അപ്പോൾ ടിക്ടോക്കിൽ ഭയങ്കര ക്രിയേറ്റേഴ്സ് വരുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഇനി ഇതേപോലെ വരും എന്നുള്ള ഇൻസൈറ്റ്സ് ഒക്കെ അവരിങ്ങനെ പറയുകയാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഈ 2024 അന്ന് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, ഇത്ര റവന്യൂ ജനറേറ്റ്. അന്ന് റവന്യൂ ജനറേറ്റിംഗ് സ്ട്രീമായിട്ട് യൂട്യൂബ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ യൂട്യൂബ് അല്ലാതെ കുറേ പ്ലാറ്റ്ഫോംസ് വരും. ഇതിങ്ങനെ ബ്രാൻഡ്സൊക്കെ എന്തായാലും ഈ ഒരു ഇതിലോട്ട് സ്വിച്ച് ചെയ്യേണ്ടി വരും, ഒരു ഡിജിറ്റൽ എറ വരും എന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ പോസ്റ്റ് കോവിഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ്. അപ്പം എനിക്ക് മനസ്സിലായി ദർ ഈസ് ലൈക്ക് സംതിങ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇനി മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ആവാൻ പോവുകയാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാൻ വെറുതെ അവിടുത്തെ ഇൻഡീഡും ഇതിലൊക്കെ ഞാൻ സെർച്ച് ചെയ്തപ്പം ഇതേപോലെ SEO, പെർഫോമൻസ് മാർക്കറ്റിംഗ്, പെയ്ഡ് ആഡ്സ്, ഇതിനൊക്കെയാണ് റിക്രൂട്ട്മെൻറ്റ്സ് കൂടുതലുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വെറുതെ ഇതൊക്കെ പോയി അപ്ലൈ ചെയ്ത് നോക്കി. അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം എനിക്ക് കോൾ വരും, ഇൻ്റർവ്യൂ കോൾ വരും. അപ്പോൾ എൻ്റെ സിബ്ലിങ്സൊക്കെ ഭയങ്കര അത്ഭുതം, നിനക്ക് ഈ ഒരു അതായത് ജസ്റ്റ് പാസ് ഔട്ട് ആ MBA എന്നിട്ട് നിനക്ക് ഇത്ര പെട്ടെന്ന് ഇൻ്റർവ്യൂ കോൾ വരിക പറയുമ്പോൾ കുറച്ച് ടാസ്ക് ആണല്ലോ നമ്മളെ, എസ്പെഷ്യലി ഇൻ ദുബായ്. അപ്പോൾ എനിക്ക് ഡെയിലി ഇൻ്റർവ്യൂ വരും. എനിക്ക് ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ട്, നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യും, ഇവിടെ ഡ്രോപ്പ് ചെയ്യും. ഇവർ അറിയും നിനക്ക് എന്ത് ഇൻ്റർവ്യൂ, നീ എന്തിലായി അപ്ലൈ ചെയ്യാന്നില്ല. അപ്പോൾ അവരും പറഞ്ഞു നിനക്ക് എന്താ എന്നും ഇൻ്റർവ്യൂ വരുന്നത്, അപ്പം നല്ല സൈനാ, നീ ഇവിടെ തന്നെ നിന്നോ, നീ നാട്ടിൽ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പക്ഷെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് SEO എന്താന്ന് പറയണ്ടേ, ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് SEO എന്താന്ന് പഠിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എന്നാലും ഞാൻ ഇതേപോലെ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ ഇൻ്റർവ്യൂവിൽ ഒപ്പിക്കിട്ടോ. എന്നിട്ട് തിരിച്ചു പോരും. പിന്നെ എന്നിട്ട് ഒരു 2 കമ്പനീൻ്റെ ഹയർ ചെയ്തു അവിടെ, പെർഫോമൻസ് മാർക്കറ്റിംഗ്, പെയ്ഡ് ആഡ്സ്. എനിക്ക് അവർക്കൊന്നും അറിയില്ല, ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാ പോയിട്ടില്ല. പക്ഷെ സ്റ്റിൽ അവരെന്നെ ഹയർ ചെയ്തു, കാരണം അത്രയും ഡിമാൻഡായിരുന്നു അന്ന് ആ ഒരു ടൈമിൽ. എന്നിട്ട് ഞാൻ ഹയർ ചെയ്ത് ഞാനൊരു ഏകദേശം ഒരു 2 വീക്സോളം ഞാനവിടെ വർക്ക് ചെയ്ത്
എന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു എനിക്കിത് നടക്കും തോന്നണില്ല എന്ന്. ഞാൻ പോവാണ്, അവരോട് ഞാൻ പറഞ്ഞു നടക്കില്ല, ഞാൻ പോവാണെന്നില്ല പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകാമെന്നുള്ള തീരുമാനമായി. അപ്പോൾ അഷ്റനോട് പറഞ്ഞു, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു നമുക്കിത് റിയലായിട്ട് പഠിക്കാം. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റിയൽ ആയിട്ട് നീ നാട്ടിൽ പോയി പഠിച്ചിട്ട് നമുക്ക് തിരിച്ച് ദുബായിൽ വരാം, എന്നിട്ട് നീ അപ്ലൈ ചെയ്ത് നോക്ക് റിയൽ ആയിട്ട്. അപ്പം നിനക്ക് നല്ല ജോബ് തന്നെ കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ. നിനക്കിതിപ്പോൾ ഒന്നും അറിയില്ലല്ലോ, ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ നിന്ന് കേട്ടിട്ട് പോകുന്നല്ലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വന്നു. അന്ന് ഇതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി ഇല്ല, ഇപ്പോഴുള്ള പോലെ ഒന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി എവിടുന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കും എന്നുള്ള. അങ്ങനെയാണ് നമ്മുടെ കഥാനായകൻ വരുന്നത്, ഹാരിസ് അബൂബക്കർ. വെളിച്ചമായിട്ട് ഞങ്ങളുടെ അനുഗ്രഹിക്കാൻ ഹാരിസ് അബൂബക്കർ വന്നു. അപ്പൊ അഷ്റ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട്, നമുക്ക് ഇയാളെ മീറ്റ് ചെയ്ത് നോക്കാം ഹാരിസിനെ. ഇല്ല, ഹാരിസ് ആൻഡ് കോ തുടങ്ങിയിട്ട് അവന് അതേപോലെ അവൻ ഓണായിട്ട് അതായത് അവൻ സ്വന്തമായിട്ട് ഒരു ക്ലയൻസിനൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2 ആളായിട്ട് ഹയർ ചെയ്തിരുന്നു, രാഗിനും ആദർശും പിന്നെ ഫയറും എന്ന് പറഞ്ഞിട്ട് ഈ 3 ആൾക്കാരെ ഹയർ ചെയ്ത് വന്നിട്ടുള്ളൂ. അവൻ ജസ്റ്റ് കാലിക്കറ്റ് ഇപ്പോൾ ആ ഒരു ഓഫീസ്, ഞങ്ങൾ ആ ഒരു ചെറിയ ഓഫീസ് സ്പേസ് ഉണ്ടായിരുന്നു വേറൊരു ഓഫീസിൻ്റെ സൈഡിലായിട്ട്, അവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ അഷ്റ അതേപോലെ കോണ്ടാക്ട് ചെയ്തു, കാരണം അന്ന് അവൻ മാത്രമേ ഈ ഇൻസ്റ്റയിൽ വീഡിയോസ് ചെയ്യുന്നുള്ളൂ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വൈഫുണ്ട്, അവൾക്ക് ഇങ്ങനെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ അവൻ പറഞ്ഞു, മറ്റേ മഹേഷിൻ്റെ പ്രതികാരത്തിൽ പറയണാര് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കാൻ പറ്റില്ല പക്ഷെ പഠിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ പറ്റും, അവൾ ഇവിടെ കാലിക്കറ്റ് വരേണ്ടി വരും എന്ന് പറഞ്ഞു. ഞങ്ങളപ്പോൾ തിരിച്ച് നാട്ടിൽ വന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മോനുണ്ട്, അപ്പോൾ അവൾക്ക് ഡെയിലി കാലിക്കറ്റ്, ഞാൻ നാട്ടിലാണ് നിലമ്പൂർ, എൻ്റെ വീട്ടിൽ നിന്ന് 2.5 hours വരണം, ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, അവൾ ഡെയിലി കാലിക്കറ്റ് വരിക എന്ന് പറയണത് ഇങ്ങനെ കുട്ടി ഉണ്ടായതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവ ഇങ്ങനെ പറഞ്ഞു അവൾക്ക് എന്തിലാണ് ഇൻട്രസ്റ്റ് ലൈക്ക്. അപ്പോൾ അങ്ങനെ അവളിങ്ങനെ കോണ്ടന്റ് ചെയ്തു, എന്നിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇപ്പോൾ ഞാൻ ആസ്റ്റേലിൽ പോയത്, അപ്പോൾ അവനും ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ അവൻ പറഞ്ഞു ഓൻ ഓൾറെഡി ഒരു കോപ്പി റൈറ്ററിനെ ഹയർ ചെയ്യാൻ നിൽക്കുന്നതാണ്. അവനിങ്ങനെ ഒരു ക്ലൈൻറ്റ് വന്നിട്ടുണ്ട്, ഒരു ഹിജാബ് എന്തോ ഒരു ഇതായിരുന്നു അപ്പോൾ അവർക്ക് ഇങ്ങനെ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റിനെ ഹയർ ചെയ്തിരുന്നു, അതാണ് ഫയറു. അപ്പം അവർക്ക് ഇങ്ങനെ ഒരു കോണ്ടന്റിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളെന്തായാലും വേണം. അപ്പോൾ അവളോട് അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാമല്ലോ, അവൻ്റെ കൂടെ വർക്ക് ചെയ്ത് പഠിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ടാസ്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അശ്വന അന്ന് ലെറ്റ് ഹർ ടേക്ക് ദ ടാസ്ക് എന്നുള്ള രീതിയിൽ ടാസ്ക് കിട്ടി. അപ്പം ഈദിനുള്ള കോണ്ടന്റ്സ് റെഡിയാക്കാനായിരുന്നു, ക്രിയേറ്റീവ്സ് ഒരു 3 ഉണ്ട്. പിന്നെ എനിക്കൊരു ആ ഒരു ഹിജാബിൻ്റെ ഇതിന് മൊത്തമുള്ള ഇൻസ്റ്റഗ്രാമിൻ്റെ കോണ്ടന്റ് പ്ലാൻ ഉണ്ടാക്കാനായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അന്ന് ആ ടാസ്ക് കേൾക്കുമ്പോഴാണ് എന്താണ് കോണ്ടന്റ് പ്ലാൻ എന്താണെന്ന് എനിക്കറിയില്ല, ഇൻസ്റ്റാഗ്രാമിൽ എന്ത് കോണ്ടന്റ് പ്ലാൻ. അപ്പം ഞാൻ അപ്പം ഇരുന്നിട്ട് ലാപ്ടോപ്പ് തുറക്കുന്നു. അന്ന് പിന്നെ ChatGPT ഇല്ല, ഗൂഗിളേ ഉള്ളൂ. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തു വാട്ട് ഈസ് കോണ്ടന്റ് പ്ലാൻ, ഹൗ ടു ബിൽഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. കുറേ കാര്യങ്ങൾ നോക്കി, കുറേ യൂട്യൂബ് പരിപാടി ഇതിന്നൊക്കെ സെർച്ച് ചെയ്ത് അപ്പോൾ ഇത് എന്താണ് പരിപാടി എന്ന് മനസ്സിലായി. പിന്നെ ഇതേപോലെ റെഫറൻസ് നോക്കലായിരുന്നു, അതായത് ഈ ഹിജാബിൻ്റെ ഒക്കെ എന്തൊക്കെ കിട്ടും എന്നൊക്കെയുള്ള കുറേ തപ്പി അങ്ങനെ കോണ്ടന്റ് പ്ലാൻ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. അത് അവന് ഭയങ്കര ഇഷ്ടമായി. അവൻ ഭയങ്കര അടിപൊളിയാണ്, യു ഹാവ് സം ടാലൻറ്റ് എന്നൊക്കെ പറഞ്ഞന്ന്. അപ്പം ഇമ്മീഡിയറ്റ് ഹയർ ചെയ്തു. അത് കഴിഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഹാരിസ് ആൻഡ് കോയിൽ ജോയിൻ ചെയ്യുന്നത്. ഞാനും ഫയറും ആയിരുന്നു അന്ന് ഫസ്റ്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് ഹയർഡ് ആയിട്ടുള്ള പേഴ്സൺസ്. പഠിച്ചിട്ടില്ല, അതിനു മുമ്പ് പഠിച്ചിട്ടൊന്നുമില്ല? ഇല്ല. അവിടെ നിന്നാണ് നേരത്തെ പറഞ്ഞ പോലെ പറ്റും എന്നുള്ള. അതെ, അന്ന് പഠിക്കാൻ പറ്റുമെന്നുള്ളത് പിന്നെ ഞങ്ങള് പഠിക്കുന്നത്. ഇപ്പോൾ ഹാരിസും അന്ന് ഇതേപോലെ എല്ലാം ഫിഗർ ഔട്ട് ചെയ്യായിരുന്നു, നമ്മളും അന്ന് എല്ലാം ഫിഗർ ഔട്ട് ചെയ്യായിരുന്നു. ഓരോ ദിവസം ഓരോ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് വരുന്ന ചാലഞ്ചസിലൂടെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോന്നും പഠിച്ചിട്ടുള്ളത്. എന്താണ് ക്യാമ്പയിൻ, എങ്ങനെയാണ് ഒരു ക്യാമ്പയിൻ ഒരു ബ്രാൻഡിന് സെറ്റ് ചെയ്യുക, ഒരു
ബ്രാൻഡ് എന്തൊക്കെ ആയിരിക്കണം ഇൻ സോഷ്യൽ മീഡിയ പറയേണ്ടത്, ഹൗ ബ്രാൻഡ് ഷുഡ് ബിൽഡ് എ കമ്മ്യൂണിറ്റി ഓവർ സോഷ്യൽ മീഡിയ, എങ്ങനെ സെല്ല് ചെയ്യരുത്, എങ്ങനെ സെല്ല് ചെയ്യണം, സെല്ലിംഗ് പോയിന്റുകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ഓഡിയൻസിനെ എൻഗേജ് ചെയ്ത് നിർത്താൻ പറ്റും, ഇങ്ങനത്തെ പല പല കാര്യങ്ങളും പഠിക്കുന്ന അതിലാണ്. പ്ലസ് ഇതേപോലെ നമ്മൾ എന്തെങ്കിലും പഠിച്ചു തരുമ്പോഴായിരിക്കും ഇവർ കൊണ്ടുപോയി ആൽഗോരിതം ചേഞ്ച് ചെയ്യും, പുതിയ പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരും. അപ്പോൾ ആ ഫീച്ചേഴ്സ് അപ്പം തന്നെ അപ്ലൈ ചെയ്യണം. അങ്ങനെ അങ്ങനെ ഫുൾ എന്താ പറയുക, അടി കെട്ടി പഠിക്കുക എന്ന് പറയുന്ന പോലെ പണി കെട്ടി പഠിച്ചതാണിത്. അന്ന് നിങ്ങൾ പഠിച്ച പാഠങ്ങളാണോ ഇന്ന് ഹാരിസൺ കോയിൽ പഠിപ്പിക്കുന്നത്? ഇപ്പൊ അത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ എന്താ ഇപ്പൊ പുതിയ പുതിയ വരുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അന്ന് ഹാരിസൺ കോയിൽ കയറിയതിന് ശേഷം അവിടെ തന്നെയാണ് നിലവിൽ അല്ലേ? അതെ. ഓക്കെ. ഇപ്പൊ ഏകദേശം അന്ന് എത്ര പേരുണ്ടായിരുന്നു? 5 പേരോ നിങ്ങൾ? ഇന്ന് ഏകദേശം ഒരു 200ഓളം എംപ്ലോയീസ് 300 ആയിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ബ്രാൻഡുകളിലേക്ക് വരാം. ഒരു ബ്രാൻഡിന് ഒരു ഇൻസ്റ്റാഗ്രാം, മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാമിലാണല്ലോ അന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്രാൻഡിന് ഇൻസ്റ്റാഗ്രാം ത്രൂ എങ്ങനെ നല്ലൊരു പൊസിഷനിലെത്താം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ചെയ്യുക? ഒരു ബ്രാൻഡിനെ സംബന്ധിച്ച് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് അവരുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ സെല്ല് ചെയ്യണേക്കാട്ടിലും അവരെ ബാക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഐഫോണ് ഇപ്പം സോഷ്യൽ മീഡിയ അല്ല, മൊത്തത്തിൽ ഒരു ബ്രാൻഡ്, ആ ബ്രാൻഡ് ഒരു കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്തിട്ടുണ്ട്, അവരെ ബാക്ക് ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 17 Pro ഇറങ്ങി, കുറേ ആൾക്കാർ ട്രോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഈ ട്രോള് ചെയ്യുന്ന ആൾക്കാരെ ഡിഫെൻഡ് ചെയ്യാനില്ല കുറേ ആൾക്കാരും അതെ. എന്താ ഇതേപോലെ ട്രോൾ ചെയ്യാനും കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവര് വേറെ ഫോൺസിന്റെ ഫാൻസ് ആയിരിക്കും, അതേപോലെ തന്നെ ഐഫോണിന്റെ ഫാൻസ് വേറെയും ഉണ്ട്. അവരിനിയിപ്പോൾ എന്തൊക്കെ ഇവര് ചിലപ്പോൾ പൊട്ട ഫീച്ചർ ആയിരിക്കും ഇറക്കിയിരിക്കുക, പക്ഷെ എന്നാലും സ്റ്റിൽ ഇല്ല നിങ്ങൾ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മളെ ആക്ടേഴ്സിനൊക്കെ ഫാൻ ചെയ്യുന്ന പോലെ തന്നെ ആ ബ്രാൻഡിനെ ഫാനായിട്ട് അതാണ് ശരിക്കും എപ്പോഴും നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ ബ്രാൻഡ്സ് ചെയ്തെടുക്കേണ്ട ഒരു പരിപാടി എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഓഡിയൻസ് ഒരു കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്ത് ആ കമ്മ്യൂണിറ്റി ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ബ്രാൻഡ് സംസാരിക്കുന്നതിന് പകരം ആ കമ്മ്യൂണിറ്റി സംസാരിക്കണം. അപ്പോൾ ആ കമ്മ്യൂണിറ്റിക്ക് എന്താണോ വേണ്ടത് അങ്ങനത്തെ രീതിയിലുള്ള കോണ്ടന്റുകൾ. അതിപ്പോൾ ഞാൻ കേരള ബ്രാൻഡ്സിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറയാം എക്സാമ്പിൾ മിൽമയാണ്. മിൽമ എന്ന് പറയുന്നത് കേരളം കണി കണ്ടുണരുന്ന നന്മയാണ്, കേരളത്തിന്റെ മൊത്തം ബ്രാൻഡാണ് അവര് അല്ലേ. മലയാളികളുടെ സത്യം പറഞ്ഞാൽ പേഴ്സണൽ അല്ലേ മിൽമ എന്ന് പറയുന്നത്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്, മലയാളികളുടെ ഇടയിലുള്ള എന്തൊക്കെ മൊമെന്റ്സ് ഉണ്ടോ അതിനൊക്കെ പിടിച്ചിട്ട് അവരെ ബ്രാൻഡിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള പരിപാടികൾ ചെയ്യും. അപ്പൊ അത് അവർക്കും ഇഷ്ടമാണ്. അതായത് അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഇതൊക്കെ അവരും അതിന്റെ കൂടെ. അപ്പൊ നമ്മളൊരു ഫ്രണ്ട് എന്നുള്ള പോലെയാണ് മിൽമ നമ്മളെ ഉള്ളിലൂടെ ജീവിക്കുന്നത് അല്ലേ. നമ്മുടെ ഒരു ബ്രാൻഡ് എന്നുള്ള പോലെ നമ്മുടെ സ്വന്തം മലയാളിയുടെ ബ്രാൻഡായിട്ടാണ് മിൽമ വരുന്ന ആനുകാലിക സംഭവങ്ങളൊക്കെ ട്രോളുകളായിട്ടും കേരള പോലീസും അങ്ങനെ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. പുറത്തെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേരള പോലീസ്, പക്ഷെ സോഷ്യൽ മീഡിയയിൽ അവര് ചെയ്യുന്നില്ല അല്ലെ. എന്താണോ കറന്റ്ലി മലയാളികൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് പോകുന്നത് അതിനെ പിടിച്ചിട്ട് അവരും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഇതാക്കുന്നു. അല്ലാതെ അവരെ പ്രൊഡക്റ്റ് വിൽക്കാൻ ശ്രമിക്കുന്നതിന് കൂടുതൽ അവര് മലയാളികളുടെ ഉള്ളിലോട്ട് കയറാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ് അമിന ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഹാർഡ് വർക്കും അല്ലെങ്കിൽ അതിനുള്ള എഫേർട്ടുകളൊക്കെ എങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞിരുന്നു അർഷദിന്. നീയാണ് ഇവിടെ ഓൾറെഡി കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം അതിന്റെ പുറകെ നടക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. രാവിലെ എണീക്കും, 3 ഗ്രൂപ്പുകൾ നോക്കും, ഒരു 15-16 മണിക്കൂറോളം ഫോണിൽ തന്നെയാണ് ഈ ഗ്രൂപ്പുകൾ നോക്കുക. അതിനുശേഷം പേഴ്സണലി വരുന്ന ഒരുപാട് മെസ്സേജുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആ ക്വസ്റ്റ്യൻ ഞാൻ പിൻവലിച്ചിരിക്കുന്നു. എത്രത്തോളം എങ്കിൽ തന്നെ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? ഒരു ബ്രാൻഡിന് ഇതേപോലെ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ട രീതിയിൽ ക്യൂറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പം ചിലപ്പോൾ അതൊരു ഫിസിക്കൽ എക്സ്പീരിയൻസിലൂടെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇപ്പം ശരിക്കും ഇപ്പം നിങ്ങളിപ്പോൾ ചെയ്ത പോലെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം സൊമാറ്റോ ഓൾറെഡി നല്ലതായിട്ട് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിരുന്ന ഒരു ബ്രാൻഡാണ് സോഷ്യൽ മീഡിയാസിൽ. ഓക്കെ, അവർ ഇതേപോലെ അവർ ഭയങ്കര ഫൺ മീം ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, ഫുഡിൻ്റെ ഫൺ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല.
അപ്പോൾ അവർ ഇതേപോലെ എന്ത് ചെയ്തു, അവരൊരു സൊമാറ്റോ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലീ മാർക്കറ്റ് പോലത്തെ ഒരു സംഭവമൊക്കെ കണ്ടക്ട് ചെയ്ത് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കൊണ്ടുവന്നു. ഓക്കെ, ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിനെയൊക്കെ ഇതേപോലെ ഒരു ഫിസിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കുന്ന രീതിയിലൊക്കെ. അപ്പം ഒരു ബിയോണ്ട് ഒരു പോയിന്റ് നമ്മൾ അങ്ങനത്തെ ഒക്കെ രീതിയിലൊക്കെ നമ്മൾ ആ കമ്മ്യൂണിറ്റിനെ ഫോസ്റ്റർ ചെയ്യാനുള്ള കുറേ പരിപാടികളും ഒക്കെ എപ്പോഴും ചെയ്യണം. പക്ഷേ ഇതിപ്പോൾ അതേപോലെ ജസ്റ്റ് ഒരു ഗ്രൂപ്പിലല്ലല്ലോ നിന്ന്, യു ബ്രിങ് ഇൻ ഓരോ മീറ്റപ്സ് വെച്ചു, ഈ പറയുന്ന ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് നേരിട്ട് കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കി. അതേപോലെയൊക്കെ ബ്രാൻഡും എപ്പോഴും ഒരു പരിപാടിയിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യാതെ ഈ കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്യാനുള്ള പല വഴികളുണ്ട്. ആ പല വഴികൾ നോക്കണം. അത് ഓഫ്ലൈൻ ആവാം, ഓൺലൈൻ ആവാം. എനിവേ മെസ്സേജുകളാകാം. ചില സമയത്തൊക്കെ ഉച്ചക്കൊക്കെ മെസ്സേജ് വരാറുണ്ട് ഇങ്ങനെ വിശന്നിരിക്കുകയാണ്. അതെ, അവർക്ക് അവരുടെ ഓഡിയൻസിന് കറക്റ്റ് അറിയാം. അതായത് പിന്നെ അവര് അതേപോലെ ആ ഡെലിവറി ബോയ്സ് എന്ന് പറയുന്നതാണ് അവരുടെ സൊമാറ്റോനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആൾക്കാരായിട്ട് എടുത്തത്. അപ്പൊ ആ ഡെലിവറി ബോയ്സിനെ അവർ ബ്രാൻഡ് ചെയ്തില്ലേ. അതായത് ഡെലിവറി ബോയ്സ് എന്ന് അവരെ ഇതിലൊക്കെ സൊമാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി ബോയ്സ് ആണ്. അപ്പൊ അവരെ കോണ്ടന്റിലൊക്കെ ഡെലിവറി ബോയ്സിനെ കുറിച്ചിട്ട് പറയുന്നതും അതിന്റെ വീഡിയോസും കാര്യങ്ങളും. ഇപ്പൊ വുമൻസ് ഡേക്ക് ഡെലിവറി ഗേൾസിനുള്ള കുറെ വീഡിയോസ് ഉണ്ട്, അതിനെ എംപവർ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് വരും. പിന്നെ ക്രിസ്മസിന് ഇതേപോലെ സാന്റന്റെ കൂടെ ഡെലിവറി ബോയ് വന്നിട്ട് യു ഡു ദിസ് എവറി ഡേ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്രിയേറ്റ്. അങ്ങനെ അവരാ ഡെലിവറി ബോയ്സിനും ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആൾക്കാർക്കും എന്തായി, ഈ ഡെലിവറി ബോയ്സിനോട് ഒരു നല്ല സമീപനായില്ലേ. അവരിങ്ങനെ പറഞ്ഞ് ഡെലിവറി ബോയ്സ് ഇത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്ട്രഗിൾ, അവരെന്തൊക്കെ ഫേസ് ചെയ്യുന്നു, അവരും മനുഷ്യരാണ്, അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറയാനും ദേ ആർ ഇൻ ടു ദാറ്റ്. അപ്പോൾ ആ രീതിയിൽ അപ്പം അവിടെ അതും ബിൽഡ് ആവുന്നുണ്ട്. സോ ദാറ്റ്സ് ഹൗ എ ബ്രാൻഡ് ഷുഡ് ടോക്ക്. അല്ലാതെ ജസ്റ്റ് അവരെ നിങ്ങൾ സൊമാറ്റോ ഒന്ന് ഓർഡർ ചെയ്യൂ എന്നല്ല അവർ പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബ്രാൻഡ് വന്ന് അമ്മനെ അപ്രോച്ച് ചെയ്യുകയാണ്, എനിക്ക് നല്ല രീതിയിൽ ബ്രാൻഡിങ് പൊസിഷനും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കും അമ്മ ആദ്യം തന്നെ? ഒരു ബ്രാൻഡ് ഇപ്പോൾ വന്നിട്ട് പറയുകയാണ്, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നല്ല റീച്ച് കിട്ടണം, അല്ലെങ്കിൽ പൊസിഷനിങ് കിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുകയാണ് വന്നിട്ട്. അപ്പോൾ ആ ബ്രാൻഡിനെ എടുക്കുന്നതിന് മുമ്പ്, ഓൺബോർഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും? ഫസ്റ്റ് ഇവർ നന്നായിട്ട് ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അതായത് ഇവർക്കൊരു വിഷൻ ഉണ്ടോ ഈ ബ്രാൻഡിന്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് ഹാരിസ് ആൻഡ് കോൾ എന്തിനാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഹാരിസ് ആൻഡ് കോൾ എന്തുകൊണ്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. ഹാരിസിന് ഓൾറെഡി ഒരു വിഷൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പം നമ്മൾ ഇതേപോലെ ഇപ്പം നമുക്കൊരു ബ്രാൻഡിനെ നമുക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഹാരിസിന് ഒരു വിഷനും ഇല്ല, എനിക്കിവിടെ കേരളത്തിൽ മാത്രം നിന്നാൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ people won't feel to stick with him, right? എവിടെ കേരളത്തിൽ മാത്രം. അപ്പം എന്റെ സ്വപ്നം അവിടെ ചുരുങ്ങി പോവാണ്. വേറെ പല ഏജൻസികളും ഉണ്ട്. അപ്പൊ എനിക്ക് എന്താ സാങ്കോ അല്ലെങ്കിൽ വേറെ ഏജൻസി അങ്ങനെ പോവാം. പക്ഷെ ഹി വോണ്ട് ടു ബി ഗ്ലോബൽ, ഞങ്ങൾക്ക് തരുന്ന റെഫറൻസ് കാര്യങ്ങളൊക്കെ ഗ്ലോബൽ. അപ്പൊ അങ്ങനെ ഒരു ഫീഡിങ് ഉണ്ട്. അതേപോലെ ഇപ്പൊ ആ വരുന്ന ബ്രാൻഡും ദേ വോണ്ട് ടു ബി ബിഗർ, അല്ലെങ്കിൽ ഇനി ബിഗർ അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവരുടെ വിഷൻ എന്താണ്. ഇനിയിപ്പോൾ കേരളത്തിൽ മാത്രം നിൽക്കുന്ന ആണെങ്കിൽ പോലും ദേ നീഡ് എ വിഷൻ. എന്താ പറയുക, നമ്മളിപ്പം ഒരു ഇത് പറയും ലൈക്ക് വൈ വാട്ട് ഹൗ എന്ന് ഒരു ബ്രാൻഡിന്റെ, ആ ബ്രാൻഡിന്റെ വൈ എപ്പോഴും ഗുഡ് ആയിരിക്കണം. ഓക്കെ, അതിന് ആ വൈ പേർപ്പസ് ഗുഡ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ബ്രാൻഡ് രക്ഷപ്പെടൂല. ഓക്കെ, അപ്പം നമ്മളെപ്പോഴും സെല്ല് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് വാട്ട് എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റ് ആണ്, ഹൗ എന്ന് പറയുന്നത് നിങ്ങൾ അതിനെ എങ്ങനെ സെല്ല് ചെയ്യുന്നു, വൈ എന്ന് പറയുന്നത് എന്തിന് ഈ പ്രൊഡക്റ്റിനെ നിങ്ങൾ സെല്ല് ചെയ്യണം, അല്ലെങ്കിൽ കസ്റ്റമർ എന്തിനാ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുള്ളതാണ്. ആ പോയിന്റാണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത്. ആ സെല്ലിംഗ് പോയിന്റ് ആ ബ്രാൻഡിന് അതിനില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഫൗണ്ടിങ് പേഴ്സൺ അത് അറിയില്ല, എൻ്റെ ബ്രാൻഡിൻ്റെ വൈ എന്താണെന്ന് എനിക്ക് അറിയില്ല, അയാൾക്ക് അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ വോണ്ട് ടേക്ക് ഇറ്റ്. കാരണം നമുക്കും ഇപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങളുടെ ബ്രാൻഡിന് വൈ, പക്ഷെ അതും അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൽ ഒന്നും ആസ് എ മാർക്കറ്റർ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇഫ് ദേ ആർ നോയിങ് ദാറ്റ് അവരിപ്പോൾ ഫ്രം സ്ക്രാച്ച് ആണെങ്കിൽ പോലും നമുക്ക് അവരെ കൂടെ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് അവരെ പേർപ്പസ് അറിയാം, ഞങ്ങൾ എന്തിന് ഈ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യണം, ഈ പ്രൊഡക്റ്റ് എന്തിന് ഈ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യണം എന്ന് അവർക്ക് അറിയാം ഓൾറെഡി. സോ ദെൻ വി ക്യാൻ സപ്പോർട്ട്. അങ്ങനെ ആയാലേ നമുക്ക് അതിനെ മാർക്കറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇനി ആ ഒരു ചെറുപ്പകാലഘട്ടത്തിലേക്ക് ഒന്നുകൂടെ പോവുകയാണ്. ഉപ്പാടൊപ്പം ഷോപ്പിലൊക്കെ പോകും, ബിസിനസ്സിലൊക്കെ പോകുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അമ്മയെ സ്വാധീനിച്ചിട്ടുണ്ടോ? അതിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രാറ്റജിയോ എന്തെങ്കിലും? പ്രോഡക്റ്റിന് അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രാൻഡിങ് തീമുകളോ കളറുകളോ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ഓർമ്മയുണ്ടോ നിലവിൽ?
എനിക്കങ്ങനെ ഓർമ്മയിലായിട്ടുള്ളത് എന്താ, ഞാൻ കുറേ ഇതേപോലെ അന്ന് ചന്ദ്രിക, എൻ്റെ ചെറുപ്പത്തിലാട്ടോ ഈ ചന്ദ്രികൻ്റെ പ്രോഡക്ട്സുകൾ എന്താ അവർ ഇതേപോലെ കുറേ ബ്രാൻഡിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അവർ കുറേ മാഗസിൻസ് ആഡ്സ് ചെയ്യും. പിന്നെ എന്താ അന്ന് വനിതാ അവാർഡ്സ് ഇല്ലേ, അതൊക്കെ ഇവരാ സ്പോൺസർ ചെയ്യുക. ചന്ദ്രിക വനിതാ അവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ അവാർഡ് നൈറ്റിനൊക്കെ അപ്പം നമ്മൾ ഈ ഡീലേഴ്സിനൊക്കെ അതിൻ്റെ ടിക്കറ്റ്സ് തരും. നമുക്കപ്പോൾ അവാർഡ് കാണാൻ പോവാം. അങ്ങനെ ആ രീതിയിൽ അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കണേ, ആര് എന്ത് ഈ ചന്ദ്രിക ഇപ്പൊ ഈ വനിതാ അവാർഡ്സ് ഇവരെന്ത് കാരണം അതിന്റെ ചെറിയ ഇതല്ല. അപ്പൊ എനിക്ക് അതെന്ത്, അതുകൊണ്ട് എന്താ ബെനിഫിറ്റ് പോരെ എന്നൊക്കെ ഞാൻ ആലോചിക്കും. പിന്നെ ലേറ്റർ ഓൺ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈസ് ഓൾസോ സ്ട്രാറ്റജി. പിന്നെ അതുപോലെ അവർ എന്താ ഈ അന്ന് ഇതേപോലെ ഇൻഫ്ലുവൻസേഴ്സ് അല്ല, മറ്റേ ആക്ടേഴ്സിനെ എൻഡോസ് ചെയ്യുന്നത്. ഇപ്പോൾ കാവ്യ മാധവൻ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഈ ഇതിൽ വരുന്നത്. സോ സത്യം പറഞ്ഞ ഈ ചന്ദ്രികൻ്റെ ഞാൻ അന്ന് ഇതേപോലെ അവർ ഡീലർഷിപ്പിൽ അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു. പിന്നെ അവർ ഫാക്ടറിയൊക്കെ വിസിറ്റ് ചെയ്തത്. അതിനെ അട്രാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ കൂടുതലായിട്ട് കണ്ട ഒരു ബ്രാൻഡ് ഇവരുതായിരുന്നു, ചന്ദ്രികയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അമ്ന ഈ കോപ്പി എഴുതിയാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ സ്ട്രാറ്റജിയൊക്കെ പ്ലാനിങ് ഒക്കെ ആയിരുന്നല്ലോ തുടങ്ങിയത്. അപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ബെസ്റ്റ് ക്യാമ്പയിൻ ഏതാണെന്ന് പറയാമോ? ഓർമ്മയിൽ എൻ്റെ ക്യാമ്പയിൻസിൽ എനിക്ക് എൻ്റെ അവാർഡ് കിട്ടിയ ക്യാമ്പയിനൊക്കെ എൻ്റെ ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ്. ഏതായിരുന്നു അവാർഡ് കിട്ടിയ ക്യാമ്പയിൻ? ഞാൻ ഫെമി സേഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിന് ഒരു വുമൻസ് ഡേക്ക് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അത്. അതെനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് ചെയ്ത ക്യാമ്പയിനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. അത് ഞാൻ ഇതേപോലെ ഒരു ഹിജാബിന് വേണ്ടി ചെയ്തത് അല്ല, അതൊരു ഫാർമസിക്ക് വേണ്ടി ചെയ്തതായിരുന്നു. അതായത് എന്താ ഒരു വാട്ടർ, അതന്ന് അവിടെ ഭയങ്കര സമ്മർ ടൈമിൽ വാട്ടർ കുടിക്കണമെന്നുള്ള മെസ്സേജ് കൺവേ ചെയ്യണേന് ഫാർമസി എല്ലാവരോടും വാട്ടർ ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളത്. അപ്പം empty കപ്പ് വാട്ടർ കപ്പ് ചലഞ്ച് അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്ക് കൃത്യം ഓർമ്മയില്ല. അങ്ങനെ ഒരു ചലഞ്ച് വെച്ചിട്ട് ആൾക്കാരോട് പറഞ്ഞിട്ടുള്ള ഒരു ഇതായിരുന്നു. അതിൽ കുറേ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ലൊരു അതായിരുന്നു ഫസ്റ്റ് നമ്മൾ തുടക്കം എന്ന് പറയണത്. എനിക്ക് ക്ലയൻറ്റിൻ്റെ അടുത്തുനിന്ന് ഭയങ്കര അപ്രിസിയേഷനൊക്കെ കിട്ടി ഒരു ഇത്. അതെനിക്ക് ഭയങ്കര ഒരു മെമ്മറബിൾ ക്യാമ്പയിനാണ്. പിന്നെ എൻ്റെ ഈ ഒരു അവാർഡ് കിട്ടിയ ആ ഒരു അതേത് ക്യാമ്പയിൻ ആയിരുന്നു അവാർഡ് കിട്ടിയത്? അത് ഇത് വുമൻസ് ഡേക്ക് ചെയ്ത ഒരു, അതും വുമൻസ് ഡേക്ക് കണക്റ്റഡ് ആണ്. വനിതാ ദിനം അഗൈൻ വുമൻസ് ഡേക്ക് ചെയ്ത ഒരു ഇതായിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു ലൈഫിൽ എനിക്ക് ഞാൻ തന്നെ ആയ പോലെയൊക്കെ ആ ഒരു ക്യാരക്ടർ എൻ്റെ ഒരു ഓൺ ജേണിയൊക്കെ പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ അതും എൻ്റെ ഭയങ്കര പേഴ്സണൽ ഇതാണ്. അത് എല്ലാ വുമൻസിനും ഫീൽ ചെയ്യും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. എവറി വുമൺ ഗോസ് ത്രൂ സംഹൗ അതിൽ കൂടെ പോയിട്ടുണ്ടാവും. അപ്പം അവർക്കൊക്കെ കണക്റ്റഡ് തന്നെ ആയിരിക്കും. അത് എനിക്കും അതിൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അല്ല, ഇതെല്ലാം ശരിക്ക് പ്ലാൻ ചെയ്ത് വരുന്നതാണോ അതോ ഇങ്ങനെ ആകസ്മികമായിട്ട് സംഭവിക്കുന്നതാണോ ഈ വുമൻസ് ഡേക്ക് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നത്? അത് മോറോവർ ഞാനൊരു വുമൺ ആണല്ലോ, അതുകൊണ്ട് എന്താ ഇതൊക്കെ കണക്റ്റഡ് ആവും. കാരണം ഇപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ കുറേയൊന്നും ഇപ്പം എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. എനിക്ക് അതിന്മേ സ്റ്റോറി ബിൽഡ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ കൂടുതലും നിങ്ങളായിട്ടൊക്കെ കുറേ ഇന്ററാക്ട് ചെയ്താൽ മാത്രമാണ് എനിക്ക് മനസ്സിലാവുക. പക്ഷെ ആസ് എ വുമൺ എന്നുള്ളതിൽ എനിക്ക് വേറെ ആരോടും ഇന്ററാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ വുമൻസ് ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ ആസ് എ സൊസൈറ്റി ഇവർ എന്തൊക്കെയായിരിക്കും, വേറെ വുമണിന് റിലേറ്റബിൾ സ്റ്റോറി ഉണ്ടാക്കാൻ എനിക്ക് അത്ര പ്രശ്നമല്ല. അപ്പം അതുകൊണ്ടാണ് എൻ്റെ പേജിലൊക്കെ ഇതേപോലെ ഞാൻ കൊണ്ടുവരുന്ന കോണ്ടന്റ് ഒക്കെ കൂടുതലും വുമൻസിൻ്റെ അടുത്തോട്ട് പോകുന്നതും അവർക്ക് കണക്റ്റഡ് ആവുന്നത്. കാരണം എൻ്റെ ലൈഫിൽ നടക്കുന്നതൊക്കെ തന്നെയായിരിക്കും അവരുടെ ലൈഫിലും ഉണ്ടാകുക. സോ ദാറ്റ് ഈസ് വെരി റിലേറ്റബിൾ ടു ദം. ഓക്കെ, ഞാൻ പേജ് ശ്രദ്ധിച്ചപ്പോൾ കണ്ട എല്ലാവരും പറയാറുണ്ട്, കമൻസ് ആയിട്ടും കണ്ടിട്ടുണ്ട്, അമ്നയുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ലൈഫ് ഉണ്ട്, ഒരു എന്തോ ഒരു കണക്ഷൻ ഓഡിയൻസ് ആയിട്ട് വരുന്നുണ്ട്. അതിനെയൊക്കെ എങ്ങനെയാണ് അതിലേക്ക് എത്തിക്കുക? അത് ഒന്നുമില്ല, ഞാൻ ചെയ്യുന്നത് ഇത് തന്നെയാണ്. അതായത് എന്താ ഇപ്പം നമുക്കൊരു ഇത് കാണുമ്പോൾ ആ ആൾക്കാർക്ക് ഇതേപോലെ തന്നെ ആയിരിക്കും അവരും ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അവരും നമ്മൾ വിചാരിക്കുകയാണ് എൻ്റെ ലൈഫിൽ ഇത് അവർക്ക് മനസ്സിലാവില്ല എന്നുള്ളത്. പക്ഷെ അവർക്കത് മനസ്സിലാവും. കാരണം അവരുടെ ലൈഫിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഒരു കോമണാലിറ്റി എവറി ഹ്യൂമൻ ഹാവ്. അപ്പം
അതാണ് സത്യം പറഞ്ഞാൽ ഈ സ്റ്റോറി ടെല്ലിങ് ക്രിയേറ്റിവിറ്റി. അല്ലെങ്കിൽ ഇനിയിപ്പോൾ മൂവീസൊക്കെ എടുക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ ആ മൂവിയിലുള്ള ക്യാരക്ടറിൻ്റെ കൂടെ കണക്റ്റായി റിലേറ്റായി അയാളെ ജീവിതത്തിൽ കരയുമ്പോൾ നമ്മളെന്തിനാ കരയേണ്ട ആവശ്യം എന്താ? ഇപ്പുറത്തെ ഇരിക്കുന്ന പ്രേക്ഷകൻ കരയുന്നുണ്ട്. അപ്പം അതെന്താ വെച്ചാൽ നമുക്ക് എവിടെയോ നമ്മുടെ ലൈഫിനായിട്ട് അവരെന്തോ ഒരു സാധനം കണക്ട് ചെയ്യുന്നുണ്ട്. അവിടെയാണ് സത്യം പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയും നമ്മൾ എടുക്കുന്ന വീഡിയോ ആണെങ്കിലും എന്താണെങ്കിലും ആ സ്റ്റോറി ടെല്ലിങ് എഫക്റ്റ് കൊടുക്കുന്നത് അവിടെയാണ്. നമ്മളെ ലൈഫിൻ്റെ എവിടെയോ ഒരു ഹുക്ക് പോയിന്റിൽ അത് സ്ട്രൈക്ക് ചെയ്യും. അത് എവിടെയാണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും, ആ ക്യാരക്ടറിൻ്റെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. അതേപോലെ എൻ്റെ ഇതെന്ന് പറയുന്നത് ഞാൻ ആദ്യം നീഷ് വെച്ചിട്ടുണ്ട്. എൻ്റെത് കേരളത്തിലില്ല വനിതകളാണ് എൻ്റെ ഓഡിയൻസ് എന്നില്ല. അവർക്ക് കണക്ട് ചെയ്യണ രീതിയിൽ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് അവർക്ക് കണക്ട് ചെയ്യും. കാരണം ഞാനും കേരളത്തിലുള്ള ഒരു വനിതയാണ്. അപ്പൊ അവർക്കും ഇതേപോലെ അവരുടെ ലൈഫും ഇതൊക്കെ പോലെ തന്നെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഈസിലി അത് കണക്ട് ചെയ്യാൻ പറ്റും. പോസ്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റീല് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ ആലോചിക്കും, ഇങ്ങനെ ആയിരിക്കണം ഔട്ട് വരേണ്ട, ഇങ്ങനെ ആയിരിക്കണം അവര് ചിന്തിക്കേണ്ട, അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട്? ഞാൻ പ്ലാൻ ചെയ്യലില്ല. അങ്ങനെ പ്ലാൻ ചെയ്യണമെങ്കിൽ എൻ്റെ എല്ലാ റീലും ഭയങ്കര കണക്റ്റഡ് റീലാവുമല്ലോ. അങ്ങനെയൊന്നും ഞാൻ ചെയ്യലില്ല. ഞാനിപ്പോൾ എന്താണോ ആ ഒരു കോണ്ടന്റ് എന്താണോ അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ എനിക്ക് ഒരു ഇതെന്താ വെച്ചാൽ എൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ഞാനിപ്പോൾ അതേപോലെ എൻ്റെ വീഡിയോസിലോ അല്ലെങ്കിൽ എൻ്റെ പേജിലോ ഞാനൊരു കോർപ്പറേറ്റിഷ് ആയിട്ട് വന്ന് നിൽക്കലില്ല. അതായത് ഇപ്പോൾ പൊതുവെ ചിലവരൊക്കെ എന്താ ചെയ്യുക, ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് വന്ന് കോട്ടൊക്കെ ഇട്ടിട്ട് ദിസ് ഈസ് സോഷ്യൽ മീഡിയ, ഇൻ സോഷ്യൽ മീഡിയ യു ഹാവ് ടു ഡു ദിസ്, അങ്ങനെ ഞാൻ പറയാറില്ല. കാരണം അത് ഞാൻ തന്നെ തീരുമാനിച്ചതാണ്. കാരണം എൻ്റെ പേജ് എന്ന് പറയുന്നത് തൊട്ട് അയൽപക്കത്തൊരു ആളുണ്ട്, നമ്മളെ ഒരു നെയ്ബർ. ആ നെയ്ബർ വന്നിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞ എന്ത് ഫീലായിരിക്കും കിട്ടേണ്ടത്, അതേ ഫീലിലാണ് ആ പേജ് പോകേണ്ടത് എന്ന് ഞാൻ ആ പേജ് ഉണ്ടാക്കി അന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പേജ് അങ്ങനെ പോവുള്ളൂ. അല്ലാതെ ഞാനൊരിക്കലും അതിൽ കോട്ട് സൂട്ട് ഇട്ട് വന്നിട്ട് അങ്ങനെ ഒരു എക്സ്പെക്റ്റഡ് അതേ കോർപ്പറേറ്റ് രീതിയിൽ ഞാൻ അതിൽ വരില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേര് വല്ല സോഷ്യൽ വുമൺ എന്നൊക്കെ ഇട്ടിട്ടുണ്ടാവരുത്. സോഷ്യൽ വനിത എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം നമ്മുടെ കേരളത്തിലുള്ള തൊട്ടടുത്തുള്ള ഒരാള് എന്നുള്ള അയൽവക്കത്തെ വീട്ടിലെ പെൺകുട്ടി എന്നുള്ളൊരു സംഭവം വേണം എന്ന് വിചാരിച്ചത് ഞാൻ ആദ്യം വിചാരിച്ചു. അതുകൊണ്ടാണോ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില വീഡിയോസ് കുക്ക് ചെയ്യും എന്നുള്ള വീഡിയോസ് ആണ്, ചിലത് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴാണ്, ചിലത് കുട്ടീനെ ഇതാക്കുമ്പോഴാണ്, അങ്ങനെയുള്ള അവർക്ക് അപ്പൊ അവരുടെ സ്വന്തം ഇപ്പൊ ഒരാള് അപ്പുറത്തിരുന്ന് സംസാരിക്കുന്ന പോലെ ഒരു ഫീല് കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് കൊടുത്തത്. പിന്നെ ഞാൻ ഭയങ്കര ഇതേപോലെ അങ്ങനെ ഒരു അതാവുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്, സ്റ്റോറി പറയാനൊക്കെ കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ എൻ്റെ ലൈഫും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതേപോലെ ഭയങ്കര കോർപ്പറേറ്റ് ലൈഫ് അവിടെ ഞാൻ കാണിക്കണമെന്നില്ല, അങ്ങനെയല്ല. അപ്പം പിന്നെ ദാറ്റ് ഹൗ ദാറ്റ് ഗോസ്. ഇതൊക്കെ ഒറ്റയ്ക്കാണോ എടുക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഹസ്ബൻഡ് സഹായിക്കാറുണ്ടോ? ഹസ്ബൻഡ് സഹായിക്കാറില്ല. ഹസ്ബൻഡ് ഇപ്പോൾ സഹായിച്ച ആകെ ഒരു വീഡിയോ ഉള്ളൂ. ഞാൻ ആശ്രനോട് ഇങ്ങനെ എന്തോ സംസാരിക്കുന്ന ഒരു വീഡിയോക്ക് മാത്രം ഒന്ന് ഫോൺ പിടിച്ചത്, ബാക്കിയെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ എടുക്കാറുള്ളത്. പിന്നെ കുറേ നല്ല ഹൈ ക്വാളിറ്റി വീഡിയോസൊക്കെ ഇതേപോലെ എനിക്ക് ഓഫീസിൽ എൻ്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു, അവൻ ഇതേപോലെ എനിക്ക് എടുത്തുതരാം, അവന് ഇഷ്ടമാണ് എടുക്കാമെന്ന് പറഞ്ഞപ്പം അവൻ എന്നെ ജസ്റ്റ് ഇതേപോലെ ഹെൽപ്പ് ചെയ്ത് അവൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ റീൽ എടുക്കുന്നതിന് എത്ര കഷ്ടപ്പാടുണ്ട് ശരിക്കും പറഞ്ഞാൽ? നല്ല കഷ്ടപ്പാടുണ്ട്. കാരണം ഇത് ഈസിലെ പണിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോ ഇട്ടിട്ടുണ്ടാവില്ല. എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു പരിപാടിയാണ് ഞാൻ കൺസിസ്റ്റന്റ് ആവുന്നില്ല എന്നല്ലേ. കൺസിസ്റ്റന്റ് ആവാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ മെയിൻലി എടുക്കുന്നോ ഞാൻ തന്നെ, എഡിറ്റ് ചെയ്യുന്നോ ഞാൻ തന്നെ, എല്ലാം ഞാൻ തന്നെ, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നോ ഞാൻ തന്നെ. അതാണ് ഇതിന്റെ മെയിൻ ഡിലേ എന്ന് പറയുന്നത്. ശരിക്കും അത് ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ നമുക്ക് കൺസിസ്റ്റന്റ് ആവാൻ പറ്റും. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. കാരണം ആ ഒരു പോയിന്റ് ഒന്നും എത്തിയിട്ടില്ല. ഞാൻ കുറച്ചും കൂടി വലിയൊരു ഇൻഫ്ലുവൻസറൊക്കെ ആയി വലിയൊരു പേജൊക്കെ ആകുമ്പോൾ ഞാൻ ഡെലിഗേറ്റ് ചെയ്യുമായിരിക്കും. പക്ഷെ ഫസ്റ്റിൽ ആ സ്ട്രഗിൾ നമുക്ക് വേണമായിരുന്നു. കാരണം നമുക്ക് നമ്മൾ തന്നെ കോണ്ടന്റ് എഡിറ്റ് ചെയ്ത് ഒക്കെ അപ്പം നമ്മളും കുറേ കാര്യങ്ങൾ പഠിക്കും, ലേൺ ചെയ്യും. അപ്പം ഞാൻ കുറേ ഇപ്പോൾ എഡിറ്റിങ്ങും കുറേ ക്യാപ് കട്ടും അതും ഇതൊക്കെ പഠിച്ചത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം ഞാനതിനൊരു ആ ഒരു പോസിറ്റീവ് വേയിലാണ് എടുക്കുന്നത്. ആകെ പ്രശ്നം അതേമാതിരി കൺസിസ്റ്റന്റ് ആവുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇനി സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ നേരത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പല ഉപദേശികളും പല ആൾക്കാരെ ഉണ്ടല്ലോ, ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ക്രിഞ്ച് ഉപദേശം എന്താണ്? ക്രിഞ്ചിനെക്കാട്ടിലും ഇതേപോലെ എനിക്ക് തീരെ വർക്ക് ചെയ്യാത്തൊരു ഉപദേശം അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നതാണ്, ഇന്ന ടൈമിൽ പോസ്റ്റ് ചെയ്യണം എന്ന് പറയില്ലേ.
ഈ ടൈമിൽ പോസ്റ്റ് ചെയ്യണം, 12 മണിക്ക് പോസ്റ്റ് ചെയ്യണം, 1 മണിക്ക് പോസ്റ്റ് ചെയ്യണം, 4 മണിക്ക് പോസ്റ്റ് ചെയ്യണം. അത് ഒരു പൊട്ട ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പം നിങ്ങൾക്ക് തന്നെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, നമ്മളെ ഫീഡ് എന്ന് പറയുന്നത് നമ്മളെ ഇൻട്രസ്റ്റിനനുസരിച്ച് അവർ ആൽഗുരിതം മാറ്റിയിട്ടാണുള്ളത്. അല്ലാതെ ഇപ്പം അർഷദ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തു, ഞാൻ അർഷദായിട്ട് ഒരിക്കലും ഇൻട്രാക്ട് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ പോസ്റ്റ് ചിലപ്പോൾ എൻ്റെ ഇതിൽ വന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കൂടുതൽ ഷെയർ ചെയ്ത വേറെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ റിലേറ്റഡ് പോസ്റ്റ് അതിൻ്റെ മേലെ 2 days ago ഒക്കെ ഇട്ടതൊക്കെ ചിലപ്പോൾ വന്നിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന ടൈം പോസ്റ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ ഫോളോവേഴ്സ് കുറച്ചുകൂടി ആക്റ്റീവ്, അതായത് ഇപ്പം നമുക്ക് ഫോളോവേഴ്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആക്റ്റീവായി നിൽക്കുന്ന ടൈം കാണാൻ പറ്റും, 6 PM 9 PM എന്നൊക്കെ. അതിൻ്റെ ഒരു 1 hour 2 hour മുന്നായിട്ട് പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടി അവരുടെ മുന്നിലോട്ട്, കാരണം നമ്മളായിട്ട് എപ്പോഴും എൻഗേജ് ചെയ്യുന്ന ഫോളോവേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ മുന്നിലോട്ട് അത് വരുമെന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ. അല്ലാതെ രാത്രി 12 മണിക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വൈറലാകും അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നല്ല റീച്ച് കൂടുമെന്ന് പറയുന്ന ആ ഒരു ഉപദേശം വളരെ പൊട്ടത്തരായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ല, ഒരു പോസ്റ്റ് വൈറലാകാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? വൈറലാവാനുള്ളത് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് പറയാനാണെങ്കിൽ, ഇപ്പം റിട്ടൻഷൻ എന്ന് പറഞ്ഞിട്ട് അവർ ഇൻസൈറ്റിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു വ്യൂവർ എത്രത്തോളം റീറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട് ഒരു വീഡിയോയിൽ എന്നുള്ള ഒരു ഗ്രാഫാണ്. അതിങ്ങനെ അധികം ആൾക്കാരുടെ സ്ലോപ്പ് ആയിരിക്കും, നല്ല റീച്ച് ചെയ്യാൻ മാത്രം അതിങ്ങനെ ഹൈറ്റിൽ പോകുന്നുണ്ടാവുള്ളൂ. അപ്പം ആൾക്കാർക്ക് അറ്റൻഷൻ സ്പാന് വളരെ കുറവാണല്ലോ ഇപ്പം. അപ്പോൾ അതേപോലെ അതിൻ്റെ ഏതെങ്കിലും പോയിന്റിൽ അവർക്ക് അതിൻ്റെ ആ ഒരു വീഡിയോന് ഇൻട്രസ്റ്റ് പോയിട്ട് അവർ മേലേക്ക് നമ്മളെ റീലിൽ നിന്ന് പോയിട്ടുണ്ടാവും. സോ ആ ഒരു ഇത് നമ്മളെപ്പോഴും ആ ഗ്രാഫ്സ് ഇൻസൈറ്റ്സ് നോക്കിയിട്ട് നോക്കുക. അപ്പം അതിൽ തന്നെ ഉണ്ടാകും 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്, ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ വൈറലാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോസ്റ്റ് ഇട്ട് ഒരു 2 hour 3 hour അല്ലെങ്കിൽ ഒരു 5 hour വെച്ചോ, 5 hourന്റെ ഉള്ളിലൊക്കെ പോയി ഇൻസൈറ്റിൽ സ്കിപ്പ് റേറ്റ് ഭയങ്കര ഹൈ ആയിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ പോസ്റ്റ് നോക്കണ്ട, അത്ര വലിയ മെച്ചം ഉണ്ടാവില്ല. പിന്നെ എന്നാലും ഒരു 24 hours നമുക്ക് നോക്കാം, ചിലപ്പോൾ മേ ബി കയറാം. പക്ഷേ സ്കിപ്പ് റേറ്റ് ഭയങ്കര കുറവാണെന്നുണ്ടെങ്കിൽ, ആ ഇനീഷ്യൽ 5 സെക്കൻഡിൽ സ്കിപ്പ് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ there is a high chance that will be going. അതൊരു 50% മേലെ, അതായത് സ്കിപ്പ് റേറ്റ് ഒരു 50% ഒക്കെ മേലെന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ 45 30 അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നല്ല ഇതാണെന്നുള്ളത്, കയറി പോകുന്നില്ലത്. പക്ഷെ അതല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് റേറ്റ് ഭയങ്കര 75 അങ്ങനെയൊക്കെ നല്ല ഇതാണെന്നുണ്ടെങ്കിൽ, നല്ല ഹൈയിലാണ് സ്കിപ്പ് റേറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആൾക്കാർ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റീല്, ഒരു റീച്ചും കയറാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആദ്യത്തെ ഒരു 5 സെക്കൻഡാണ് നമ്മൾ എല്ലാ റീലിലും ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ പിടിച്ചെടുത്തണം. ആ 5 സെക്കൻഡ്, ആ 5 സെക്കൻഡിൽ നമ്മൾ പിടിച്ചിരുന്ന് കഴിഞ്ഞിട്ട് ചിലത് എന്നാലും നമ്മൾ പിന്നെയും അവർക്ക് അറ്റൻഷൻ സ്പാന് നമ്മളിങ്ങനെ ഒരു എന്താ പറയുക ബോറിങ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് വിൽ, ബട്ട് സ്റ്റിൽ കുറച്ചൊക്കെ റീച്ച് കയറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആ 5 സെക്കൻഡിൽ നമ്മൾ ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനുള്ളതൊന്നും അവിടെ ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ഇനി റീല് ഫുൾ അങ്ങോട്ട് വാച്ച് ചെയ്യാനുള്ളതൊന്നും നമ്മൾ അവിടെ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു ഹിൻറ്റും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദെൻ അവിടെ ഡെഡ് ആയിരിക്കും. ആ 5 സെക്കൻഡ് നമ്മൾ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം? എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്താലാണ് അത് മെയിൻലി ഇപ്പം നമുക്ക് ഇപ്പം കുറേ എല്ലായിടത്തും അറിയാമല്ലോ, ഈ ഹുക്സ് എന്ന് പറയുന്ന ഒരു പരിപാടി ആണത്. അതായത് ഒന്നുകിൽ അതൊരു എന്താ ടെക്സ്റ്റ് ഹുക്ക് ആകാം, അതായത് ഒരു കോണ്ടന്റ് ഹുക്ക് ആവാം, അല്ലെങ്കിൽ അതൊരു വിഷ്വൽ ഹുക്ക് ആവാം. അപ്പം നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ കുറേ ആൾക്കാർ ഇതേമാതിരി ഒരു ആക്സിഡന്റിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടുന്നിട്ട് അതിന്റെ ഇടയിൽ പിന്നെ അടുത്ത വീഡിയോ ഇതായിരിക്കും. അപ്പൊ ഈ ആക്സിഡന്റ് നമ്മൾ മുഴുവൻ എന്താവും കാണാൻ വേണ്ടിട്ട് നിൽക്കും. അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ ഡിപ്പെൻസ് അപ്പോൾ നമ്മൾ എന്ത് കോണ്ടന്റാണ് ക്യൂറേറ്റ് ചെയ്യുന്നത്, അതിന് നമ്മൾ എങ്ങനെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹുക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പം മെയിൻലി അതാണ് നമ്മൾ ആ ഒരു ആൾക്കാരെ പിടിച്ചിരുത്താനുള്ള ഹുക്ക് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് ടെക്സ്റ്റ് ആവാം, വിഷ്വൽ ആവാം. ഇപ്പൊ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ അതൊക്കെ പറയണത് അതൊരു ഹുക്കായിട്ട് പറയാൻ വേണേ. കാരണം ഒരു എന്തോ ഒരു ക്യൂരിയോസിറ്റി അവിടെ ആൾക്കാർക്ക് ബിൽഡ് ചെയ്യും, ഇതെന്താ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞ ഒരു ഫീല് ആണെങ്കിൽ. അല്ല, ആ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്തത് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്. ക്യാമറ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണോ ഷൂട്ട് ചെയ്തത്? ജസ്റ്റ് ക്യാമറ, അത് അത്ര വലിയ ബ്രില്യൻസ് ഒന്നും അല്ല, ജസ്റ്റ് ക്യാമറ
ശരി. ഞാനിങ്ങനെ ആലോചിച്ചത് ഇങ്ങനെ എടുത്ത് കാണും ഇനി മറ്റേ സിനിമയിൽ പറയണ പോലെ നടി ചാടുമ്പോൾ ക്യാമറയും ചാടട്ടെ. അതെ. അപ്പോൾ ലോങ് വീഡിയോ ആണോ ഷോർട്ട് വീഡിയോ ആണോ ഇപ്പോഴത്തെ കാലത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്നത്? ഇപ്പോഴത്തെ ഇതിൽ ആൾക്കാർ വാച്ച് ചെയ്യുന്നത് ഷോർട്ട് തന്നെയാണ്. കാരണം ഇപ്പം നമുക്ക് തന്നെ അറിയാൻ പറ്റും, ലോങ് വീഡിയോ കാണാൻ ഒരു ഫുൾ യൂട്യൂബ് വീഡിയോ ഒന്നും കാണാനുള്ളൊരു എന്താ പറയുക ക്ഷമ ആൾക്കാർക്ക് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഷോർട്ട് വീഡിയോയിൽ തന്നെ ഉള്ള കോണ്ടന്റ് കണ്ട് ഇത് ഫുള്ള് ഇപ്പോൾ ഒരു 2 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഒരിക്കലും 1-ലിട്ട് കാണൂല. 2x അല്ലെങ്കിൽ 1.75 നമ്മൾ ഇടും. കാരണം നമുക്ക് അത്രയും ക്ഷമയില്ല, എല്ലാവർക്കും തിരക്കാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഇത് കേട്ട് കഴിയാന്നുള്ള രീതിയിലാണ് എല്ലാവരും വീഡിയോസ് കാണുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ 1-ലൊക്കെ ഇട്ട് കാണുന്നത് അതൊരു വിചിത്രമായിട്ടുള്ളൊരു, ഈവൻ ഇപ്പൊ നമ്മളൊരു വാട്സാപ്പില് ഒരു ഓഡിയോ ആണെങ്കിൽ 1-ലിട്ട് കേൾക്കുന്നത് പറയുന്നത് എന്തിനാ 1-ലിടുന്നത്, മാറ്റി 2x-ലിട്ട് കേട്ടുകൂടെ നിൽക്കുന്ന പറയും. അല്ല, അങ്ങനെ എനിക്കൊരു സംഭവം ഉണ്ടായി. ഞാൻ വാട്സാപ്പിൽ ഒരാളെ സ്ഥിരം എനിക്ക് വോയിസ് അയക്കുമായിരുന്നു. ഞാൻ എപ്പോഴും കേൾക്കുന്നത് 1.5-ലാണ്. പക്ഷെ ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഞാൻ 1-ൽ കേട്ടപ്പോൾ അത് ഭയങ്കര സമാധാനപരമായിട്ടാണ് ആള് സംസാരിക്കുന്നത്. അത് ഇപ്പൊ എല്ലാരും പ്രശ്നം, എല്ലാരും അതിന്റെ കുറെ റീലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടുത്തെ സ്ലാങ് എങ്ങനെ ഇരിക്കും, 1.5 ഇടുമ്പോ ആ സ്പീഡ് ഉണ്ടല്ലോ അതിലായിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ ഫോൺ വിളിക്കുമ്പോ ഹലോ പയ്യ സംസാരം ശരിക്കും പറഞ്ഞ അയാള് ഇപ്പൊ സങ്കടത്തിൽ പറയണ പോലെ നമ്മൾ 2x-ൽ കേൾക്കുമ്പോ അയാള് ഭയങ്കര സ്പീഡിലെന്തോ തിരക്ക് സംസാരിച്ച പോലെ ആയിട്ട് പോകും. അതാണ് അപ്പൊ ഉള്ളത്. ഇപ്പൊ ഈവൻ ഷോർട്ട് വീഡിയോസിൽ വരെ ഇൻസ്റ്റാഗ്രാം എന്തിനാ 2x എന്നുള്ള ഫീച്ചർ കൊണ്ടുവന്ന്, കാരണം ആൾക്കാർക്ക് വെയ്യ കാണാൻ, അത്രയും ഉണ്ടെങ്കിൽ മാത്രം സിനിമ മാത്രമായിരിക്കും മേ ബി തിയേറ്ററിൽ 2x പോവാത്തൊരു കാര്യമുള്ളത്. അല്ല, ഇത് ഇങ്ങനെ പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഇത് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണും, കുറെ ഇൻഫർമേഷൻസ് ഉണ്ട് കേട്ടോ. ഇത് സ്ത്രീലൊന്നും കാണാം. ഓക്കെ. അപ്പൊ ഈ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴും സിനിമയും ഞാനിപ്പോ ഭയങ്കര ഓടിച്ചോടിച്ചാൽ കാണാറ്. കാരണം നമുക്ക് സമയമില്ല കാണാൻ. നമ്മള് മൊബൈലൊക്കെ കാണുകയാണെങ്കിൽ എല്ലാവരും, ഇപ്പൊ എന്റെ കുറെ കസിൻസ് ഉണ്ട്, അവരെന്താ ചെയ്യുക ആദ്യം അതായത് ആമസോൺ പ്രൈം ഒക്കെ എടുക്കുകയാണെങ്കിൽ നേരെ ഒറ്റ പിടിക്ക് പോയി ഇങ്ങനെ അടിച്ചിട്ട് അവര് ഏകദേശം ഈ മൂവി എന്താ കുഴപ്പമില്ല എന്തൊക്കെയോ ചിരിക്കാണ്ട് അന്നാ പിന്നെ ആദ്യം മുതലിട്ട് കാണാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. ഓക്കെ. എനിക്ക് തോന്നുന്നു ഈ കോവിഡ് ടൈമിൽ ആളുകൾ ഒരുപാട് ഫ്രീ ആയിരുന്നപ്പോൾ കാണുമായിരുന്നു ലോങ് വീഡിയോസ്. ആ സമയത്ത് ഒരുപാട് ക്രിയേറ്റേഴ്സും യൂട്യൂബ് ചാനൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അന്ന് തുടങ്ങിയ ആൾക്കാർ സത്യം പറഞ്ഞാൽ ഇന്നിപ്പോ നല്ല വലിയ രീതിയിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുണ്ടായിരിക്കും ഉറപ്പായിട്ടും. ആ കോവിഡ് ടൈമിൽ എന്ന് പറയുന്നത് നമ്മൾ അത്രയും ജോബ്ലെസ് ആയിട്ട് ഫുൾ വേൾഡ് ജോബ്ലെസ് ആയിരിക്കുന്ന സമയത്ത് എന്റർടൈൻ ചെയ്ത ക്രിയേറ്റേഴ്സ് എല്ലാവരും ഒരുവിധം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഒന്നെങ്കിൽ അവർ ഇതേമാതിരി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആയ ആൾക്കാരൊക്കെ ഇപ്പം ഓൾറെഡി ചിലപ്പോൾ ഫിലിമിലൊക്കെ, ഫോർ എക്സാമ്പിൾ ആണ് സാഫ് ബോയ് ഒക്കെ. അന്ന് ആ ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്റർടൈൻഡ് ആയിരുന്നു സാഫ് ബോയ്. സാഫ് ബോയ് ഇപ്പൊ ഫിലിമില് ആക്ടേഴ്സ് ആയി മാറി കഴിഞ്ഞു. അപ്പോൾ ഷോർട്ട് വീഡിയോസ് ആണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും സ്വാധീനിച്ച ഏതെങ്കിലും ക്രിയേറ്റേഴ്സ് ഉണ്ടോ? സ്വാധീനിച്ച ക്രിയേറ്റേഴ്സ് ആയിട്ട് എല്ലാ ക്രിയേറ്റേഴ്സും ഞാൻ ഇതേപോലെ ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന, അതായത് അവരുടെയൊക്കെ ഒരു ജേണി. എൻ്റെ പേജിനായിട്ട് ഞാൻ അങ്ങനെ ആരെയും സ്വാധീനിച്ചിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഇവരെ പോലെ ഒരു ഇല്ല. പക്ഷെ ഇതേപോലെ നമുക്കിപ്പോൾ ഈ സാഫ് ബോയ് അല്ലെങ്കിൽ കോണ്ടന്റ് ഇപ്പം ഹാഷിർ അവരൊക്കെ ഇതേപോലെ അവരുടെ ലൈഫ് തന്നെ മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറേ ആൾക്കാർ, ഇപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവരെയാണ് എനിക്ക് ഓർമ്മയായത്. അങ്ങനെ കുറേ ആൾക്കാരെ നോക്കുമ്പം അവരുടെയൊക്കെ ലൈഫ് തന്നെ മാറി പോയി. അതായത് അവരൊക്കെ ഇപ്പൊ വീഡിയോ ഇടുമ്പോ വിചാരിച്ചിട്ടുണ്ടാവില്ല അവരിതേപോലെ സിനിമയിൽ വരും, അവരുടെ ഇത്രയും എന്താ പറയാ ഫെയിം വരും. അപ്പൊ അവരൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോ ശരിക്കും ഇപ്പൊ മമ്മൂട്ടി മോഹൻലാലൊക്കെ നടക്കുന്ന പോലെ തന്നെ അവർക്കും ഫാൻസ് ഒക്കെ ഉണ്ട്. അതെ അതെ. അല്ല, ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്തല്ലോ കഴിഞ്ഞ ദിവസം ഫോട്ടോ എടുക്കുക. അതായത് ഞാൻ മറ്റേ ഒരു തുണി മേടിക്കാനായിട്ട് പെരുന്നാളിന് വൈഫായിട്ട് പോയതാണ്. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഒരാൾ തുളത്തുനിന്ന് തട്ടിട്ട് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞു. അതെ, ലിങ്ക്ഡിൻ. അതാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഉപകാരങ്ങളാണ്. പക്ഷെ എന്നെ ആരും ഇതുവരെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ആദ്യം എല്ലാരും എന്നോട് പറയും നിന്റെ സോഷ്യൽ വനിത പറയും, എന്നെ ആരും അങ്ങനെ ഇതേപോലെ സോഷ്യൽ വനിതയാണോ എന്ന് പറഞ്ഞു. ഞാൻ പറയും എൻ്റെ ഒരു മൊമെന്റ് ആയിരിക്കും വേണമെങ്കിൽ എന്നെ ആരെങ്കിലും പുറത്തുനിന്ന് തന്നെ സോഷ്യൽ വനിതയാണോ എന്ന് ചോദിക്കുന്നത്. ഈ എപ്പിസോഡ് കഴിയാൻ നേരത്തെ തന്നെ ആൾക്കാരൊന്നും ചോദിക്കും സോഷ്യൽ വനിതയല്ലേ. അത് സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചത് ലിങ്ക്ഡിൻ കമ്മ്യൂണിറ്റിയിൽ അന്ന് ഞാൻ വന്ന ടൈമിൽ ആണ്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ കുറെ ആൾക്കാർ ഇതേപോലെ വന്ന് മീറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ.
അപ്പോൾ ഇപ്പോൾ ഒരു 3 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ അമ്മനെ എങ്ങനെ കാണുന്നു? നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റേഴ്സിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തില്ലേ? ക്രിയേറ്റേഴ്സിന്റെ ലെവലിൽ എത്തണം. എനിക്ക് കുറച്ചും കൂടി എൻ്റെ ഒരു ആഡ് വുമൺ ആയിട്ട് കാണണം. അതും എൻ്റെ ഒരു ഡ്രീം തന്നെയാണ്. അതായത് ഞാൻ ചെയ്യുന്ന ആഡ്സ് എൻ്റെ ക്രിയേറ്റീവ് സ്കില്ലായിരിക്കണം എപ്പോഴും പുറത്ത് നിൽക്കേണ്ട. ആസ് എ പേഴ്സൺ എന്നുള്ളതിനെക്കാട്ടിലും എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ക്രിയേറ്റീവ് കാര്യങ്ങളിലൂടെ ഐ വോണ്ട് ടു ബി എ പേഴ്സൺ എന്നുള്ള രീതിയിലാണ് വേണ്ടത്. സോഷ്യൽ വനിത ഉണ്ട്, ഇത് സോഷ്യൽ വനിത ചെയ്തതാണ്, അല്ലെങ്കിൽ ഇത് സോഷ്യൽ വനിതൻ്റെ ഒരു ഔട്ട്പുട്ടാണ് എന്നുള്ള രീതിയിലുള്ള കുറേ ക്രിയേറ്റീവ് വർക്ക്സ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു 5 ഇയർ പ്ലാൻ കേട്ടോ. ലൈഫ് ടൈം പ്ലാൻ ഒക്കെ വേറെ ഉണ്ട്, പക്ഷെ ഇതിന്റെ 5 ഇയർ പ്ലാൻ ആണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നല്ല നല്ല എൻ്റെ പോർട്ട്ഫോളിയോ ഇൻക്രീസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. അല്ല, അങ്ങനെ ഒരു സംഭവം ഈ അടുത്ത കാലത്ത് ഉണ്ടായി. ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. അതായത് വണ്ടർലായുടെ പരസ്യത്തിന്റെ ഫ്രണ്ടിൽ അമ്മ നിൽക്കുന്ന ഒരു വീഡിയോ. അത് കണ്ടപ്പോൾ എനിക്കും ഒരു ഗൂസ് ബംസ് ഒക്കെ തോന്നി. സ്വന്തം അതായിരിക്കണം നമ്മളെ വീഡിയോന്റെ ഒരു എപ്പോഴും പോയിന്റ്. ഇപ്പൊ നിനക്ക് ഗൂസ് ബംസ് വന്നില്ല, അതായിരിക്കണം നമ്മുടെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. അതെ അതെ. അപ്പോൾ ആ ഒരു പരസ്യത്തിൽ ആ ഒരു ക്യാമ്പയിനിലേക്ക് വരാം. അതെങ്ങനെയാണ് നിങ്ങൾ റെഡിയാക്കി എടുത്തത്? അത് ഹാരിസ് ആൻഡ് കോഹ്ലി വന്ന ഇതാണ്. വണ്ടർലൻഡ് നമുക്ക് ഓൺ ബോർഡഡ് ആയിട്ട് അവരുടെ ഫസ്റ്റ് പ്രോജക്റ്റ് വരുന്നത് ഇതായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ബ്രീഫ് എന്ന് പറയുന്നത് ജെൻസിനെ അട്രാക്ട് ചെയ്യണ ബിൽ ബോർഡ്സ് ചെയ്യാൻ എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കോപ്പി ഒന്നും ബിൽ ബോർഡ്സിൽ ഇതുവരെയും വന്നിട്ടില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടും, അത് ക്ലയൻറ്റ് അപ്രിഷ്യേറ്റ് ചെയ്യും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വൈറാലിറ്റി എന്നതിൻ്റെ ഉപരി ഓഫ്ലൈൻ ആയിട്ട് ശരിക്കും ഞാനൊരു പ്രിന്റ് ആയിട്ട് ഞാൻ എൻ്റെ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ഐ ടുക്ക് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. നിഹാൽ വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഐ വാസ് ഓൾസോ എക്സൈറ്റഡ്. അപ്പം ഞാനും വിചാരിച്ച് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. പക്ഷെ എനിക്ക് വലിയ ഹോപ്പൊന്നും ഇല്ല, കാരണം നമ്മള് വിചാരിച്ച സാധാരണ പോലെ സോഷ്യൽ മീഡിയയിൽ വരുള്ളൂ, അല്ലെങ്കിൽ അവര് ആക്സെപ്റ്റ് ചെയ്യില്ല തന്നെയാണ് വിചാരിച്ചിരുന്നത്. കാരണം ബ്രാൻഡ്സും കൂടിയും അതിന് റെഡി ആവണല്ലോ. സോ അവര് തന്ന ബ്രീഫ് ഇതായിരുന്നു. സോ ഐ ഹാഡ് എ ഡിസ്കഷൻ വിത്ത് നിഹാൽ. അപ്പൊ നിഹാൽ പറഞ്ഞു നല്ല ഐഡിയ ആണ്, വി ക്യാൻ ഡു ഇറ്റ്, നമുക്ക് ജസ്റ്റ് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു. ദെൻ വി ഓൾ ഗൈസ് പ്ലാൻഡ് ഡിസൈനും പരിപാടിയും എല്ലാം ആക്കി പ്രസന്റ് ചെയ്തു. ഞാൻ ഇതാക്കി കഴിഞ്ഞു പോയി. പ്രസന്റേഷനൊക്കെ നിഹാലാട്ടോ ചെയ്തത്. അപ്പം നിഹാല് പിന്നെ എന്നെ വിളിക്കുന്നുണ്ട്, അവരത് അപ്രൂവ് ചെയ്തിടും. ഞാൻ ഐ വാസ് ലൈക്ക് ഈ സാധനം അവർ അപ്രൂവ് ചെയ്താ, അപ്രൂവ് ചെയ്ത് അവരെല്ലായിടത്തും ബിൽ ബോർഡ്, ഞങ്ങൾ ബിൽ ബോർഡ് വെച്ചത് പറഞ്ഞിട്ടില്ല. കാരണം നമ്മളത് ശരിക്കും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറയുമല്ലോ ലൈക്ക് ഇത് ചെയ്യുന്നൊക്കെ. ഞങ്ങൾ ശരിക്കും അതിൽ കുറച്ചും കൂടി ഞങ്ങൾക്ക് കുറച്ച് പണികളും വരുത്താനുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇവര് ഇതൊക്കെ കയറ്റി വെച്ചു. ബിൽ ബോർഡ് വെച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് ഫോട്ടോസ് അയച്ചു തരുന്ന ചെയ്തത്. കണ്ടോ ഇവിടെയൊക്കെ വന്നു ബിൽ ബോർഡ്. ഫോട്ടോ എടുക്കാനുള്ള ഇതിലായിരുന്നു അപ്പൊ അമ്മ. അതെ. അപ്പൊ ഞാൻ ആണോ, എന്നിട്ട് ഞാൻ അന്ന് രാത്രി തന്നെ അവൻ എനിക്ക് ഉച്ചയ്ക്ക് മെസ്സേജ്, ഞാൻ അന്ന് രാത്രി തന്നെ ഇവിടെ ലുലുവിലാണ് ഇവിടെ ഒരു ബിൽ ബോർഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ലുലുവിൽ പോയി ബിൽ ബോർഡ് കണ്ടു. അതിന്റെ വീഡിയോ എപ്പോഴും ഉണ്ട്. ഞാൻ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ കണ്ണും പൂട്ടിട്ടാ പോയത്. ഞാൻ ഫസ്റ്റ് ആയിട്ട് എൻ്റെ ഒരു ബിൽ ബോർഡ് കാണത്തെ എന്നുള്ള രീതിയിൽ കണ്ണൊക്കെ പൂട്ടിയിട്ട് ഞാൻ പോയിട്ട് ഞാൻ ഇങ്ങനെ കണ്ണു പറഞ്ഞു, വാ എന്റെ ബിൽ ബോർഡ് എന്നുള്ള രീതിയിൽ. മറ്റേ സിനിമയിലെ സലീം കുമാർ ആ ഒരു കോപ്പിയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ജെൻസിനെ അട്രാക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അന്നത്തെ ആ ടൈമിൽ ഇതേപോലെ ഈ ഡ്രഗ്സും പരിപാടിയും ഒക്കെ കൂടുതൽ ഹൈ ആയിട്ട് കത്തി നിൽക്കുന്ന തന്നെയായിരുന്നു. കാരണം ഈ ജെൻസിന്റെ ഇടയിൽ അവരെ ടാഗ് ലൈൻ ഒരു ടാഗ് ചെയ്യപ്പെടുന്നത് തന്നെ ദേ ആർ ലൈക്ക് ഇൻ ടു ദിസ് ഡ്രഗ്സ്. കുറച്ചുകൂടി സുലഭമാണ്, അത് ഫാക്ട് തന്നെയാണ്. അപ്പൊ അവർക്കും ഭയങ്കര കൂൾ സ്റ്റഫ്സ് അതൊക്കെയാണ്, ഈ ഹൈ ആവുക അല്ലെങ്കിൽ അവരുടെ ഒരു അങ്ങനത്തെ കുറച്ച് വേർഡ്സും ആണ് അവരുടെ കൂടുതലും അവർ യൂസ് ചെയ്യുന്നതിലൊക്കെ യൂസ് ആയിട്ട് വരുന്നത്. പിന്നെ അവരൊരു ഐഡിയൽ അല്ലെങ്കിൽ അവർ ഫാൻ ബോയ്സ് ആക്കുന്ന ആൾക്കാരും ഒക്കെ നോക്കുമ്പോഴും ആ ഒരു ഫീൽ ഉണ്ട്. സോ ഐ തോട്ട് ലൈക്ക് എന്താ, അപ്പം അതിൻ്റെ പിന്നിലൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഹൈ ആവുമ്പോൾ നമുക്കൊരു ഡോപ്പമിൻ റഷ് കിട്ടും. അതേപോലെ തന്നെ ഈ റൈറ്റ്സ് കയറുമ്പോഴും നമുക്ക് ഡോപ്പമിൻ റഷ് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഡ്രഗ്സ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഡോപ്പമിൻ റഷ് കിട്ടുന്ന കുറേ കാര്യങ്ങൾ ലൈഫിലുണ്ട് എന്ന് പറയുന്ന ഒരു പോയിന്റാണ്
സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പ്രൂവ് ചെയ്യാൻ നോക്കിയത് ഈ ഡ്രഗ്സ് തന്നെ ഉപയോഗിക്കണം എന്നില്ല. ഇപ്പൊ അത് പിന്നെ ഇപ്പൊ കേരളത്തിൽ തന്നെ ഇപ്പൊ പിന്നെ ഈ ഡ്രഗ്സിന് അഗെയിൻസ്റ്റ് ഒക്കെ ഉള്ള ക്യാമ്പയിൻസ് ഒക്കെ വന്നപ്പോൾ അവരും അത് സംസാരിക്കാൻ തുടങ്ങി. അതായത് അവർക്ക് ഹൈ കിട്ടുന്ന ഇപ്പൊ പൃഥ്വിരാജ് പറഞ്ഞ അയാൾക്ക് ഹൈ കിട്ടുന്നത് ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോഴാണ്, ആക്ട് ചെയ്യുമ്പോഴാണ്, ജീവിതമാണ് ലഹരി എന്നൊക്കെ അങ്ങനത്തെ കുറെ ക്യാമ്പയിൻ. അപ്പം അത് ആ രീതിയിലാണ് നമ്മളും ഉദ്ദേശിച്ചത്. അതായത് ഈ വിഗാലാൻഡ്സിന്റെ റൈഡ് പോയി വന്നാൽ യു വിൽ ഗെറ്റ് ദാറ്റ് ഹൈ. അത് ഭയങ്കര ലീഗലാണ്. അതായത് ഇല്ലീഗലായിട്ട് നിങ്ങൾക്ക് ഹൈക്ക് പോകേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഗെറ്റ് ലീഗലി ഹൈ എന്നുള്ളതാണ് ആ കോപ്പി. അങ്ങനെയാണ് ആ കോപ്പി വരുന്നത്, ഗെറ്റ് ഹൈ ലീഗലി എന്നുള്ളത്. അപ്രീഷിയേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്? വിമർശനം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ എനിക്കിതേപോലെ നമ്മളിപ്പോൾ ഏജൻസിയിൽ വർക്ക് ചെയ്യണോണ്ട് തന്നെ അതും ഒരു പാടാണ്. നമുക്കിതേപോലെ എപ്പോഴും നമ്മൾ ഐഡിയാസ് ആക്സെപ്റ്റ് ചെയ്യണമെന്നും അല്ലെങ്കിൽ ആൾക്കാർ ഭയങ്കര അപ്രിഷിയേറ്റ് ചെയ്യണമെന്നില്ല. നമ്മളെ ഡിപ്രിഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അതായത് നമ്മളോട് അത് രസമല്ല, എന്ത് പൊട്ട ഐഡിയ ആണ് ഒക്കെ പറഞ്ഞ് അത് നമുക്ക് പിന്നെ അത് കിട്ടി ശീലം ഉണ്ടായതുകൊണ്ട് എനിക്കിപ്പോൾ ഇതിൽ എന്നെ വിമർശിക്കണമെന്നൊന്നും ഞാനത് അത്ര വലിയ പ്രശ്നമാക്കിയില്ല. എവ്രി സൈൻ അതിപ്പം നമ്മളിപ്പം ഈവൺ ഇപ്പോൾ ഫിലിമിൽ എടുത്ത ഒരു ഫിലിം നല്ലതാണെന്ന് പറയണ 10 ആൾക്കാരുണ്ടാകും, ചീത്തതാണെന്ന് പറയുന്ന 10 ആൾക്കാരും ഉണ്ടാകും. ചിലപ്പോൾ നല്ല മൂവി ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇറങ്ങിയ ലോകനെ അപ്രിഷിയേറ്റ് ചെയ്യണ എത്രയോ ആൾക്കാരുണ്ട്. വലിയ രസമല്ല, ഞങ്ങൾക്ക് സെക്കൻഡ് ഹാഫ് ബോറടിച്ചു എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അത് വിചാരിച്ചിട്ട് ആ പടം ഇതല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ആ ആൾക്കത് ഡൗൺ ആവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതേപോലെ തന്നെ അത് എല്ലാ ഒരു ക്രിയേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്ന പെർസ്യൂ ചെയ്യുന്ന 2 രീതിയിലുണ്ടാകും. അത് ആ ഒരു ആൾക്ക് നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്, ആ പ്രേക്ഷകന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ അത് കാണുന്ന ആൾക്കാർക്ക് വിട്ടുകൊടുക്കുക. ദേ ക്യാൻ ഡിസൈഡ് ലൈക്ക് ദാറ്റ് ഈസ് ബാഡ്, ദാറ്റ് ഈസ് ഗുഡ്. അത് അവരെ ഒപ്പീനിയൻ ആണ്, ദേ ക്യാൻ ടെൽ. അത് നമ്മൾ ഈ ഫ്രീഡം ഉണ്ടല്ലോ, അപ്പൊ പറയട്ടെ. വിമർശനങ്ങൾ അതേപോലെ കാണുന്നു. അതിന് എന്താ തിരിച്ച് പറയാനും ഒന്നും പോവാറില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് അത് രസമില്ല തോന്നുകയാണെങ്കിൽ ഓക്കെ, ദാറ്റ് ഈസ് വെരി ഫൈൻ. ഞാനത് ഭയങ്കര അടിപൊളിയാണെന്ന് ഞാൻ അങ്ങനെ വാശി നിങ്ങളത് അടിപൊളിയാണ് പറയണമെന്ന് ഞാൻ വാശി പിടിക്കാറില്ല. കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ക്യാമ്പയിൻ ഉണ്ടോ ചെയ്തതിൽ? അത് നമുക്ക് എല്ലാ വർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് ഔട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ അതിൽ ഇങ്ങനെയും കൂടി ഒരു സാധനം കൊടുത്തിരുന്നെങ്കിൽ. ഇപ്പം എനിക്ക് എൻ്റെ ഈ വുമൻസ് ഡേക്ക് അന്ന് അവാർഡ് കിട്ടിയതിൽ എനിക്ക് കുറേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതായത് എനിക്ക് ആ വീഡിയോ ഇപ്പോഴും ഞാനത് ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ ആ വീഡിയോയിൽ അതിൻ്റെ മ്യൂസിക് റെഡിയില്ല, അതിൻ്റെ എഡിറ്റിങ്, അതിൽ കുറേ കാര്യങ്ങൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത്. എനിക്കിപ്പോഴും ആ വീഡിയോ തരികയാണെങ്കിൽ എനിക്കും അതിൽ പലതും ഇനിയും ചെയ്യണം എന്നുള്ളൊരു ഫീൽ. അത് ഒരുവിധം എനിക്ക് തോന്നുന്ന എല്ലാ ക്രിയേറ്റീവ് പേഴ്സൺസിനും ഉണ്ടാവും. അയ്യോ ഇതിങ്ങനെ ചെയ്യായിരുന്നു, അതിങ്ങനെ ചെയ്യായിരുന്നു, ഇതിൽ കുറച്ചും കൂടി. ഇപ്പോൾ ഈ ഗെറ്റ് ഹൈയിൽ തന്നെ ഞങ്ങൾക്ക് കുറേ സജഷൻസ് പിന്നെ ഉണ്ടായിരുന്നു, നമുക്ക് ഇങ്ങനെ ആക്കായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, അത് പെട്ടെന്നായിരുന്നു അതിൻ്റെ അവർ ബിൽ ബോർഡ്സ് ഒക്കെ കയറ്റി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇംപ്രവൈസ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയില്ല. അപ്പോൾ അതെല്ലാ ക്രിയേറ്റിവിറ്റിക്കും നമുക്ക് ഉണ്ടാവും. നമുക്കൊരു ക്രിയേറ്റീവ് ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അതിങ്ങനെ എന്താ പറയുക, ഒരിക്കലും അത് പണി തീരില്ല എന്ന് പറയില്ല. എപ്പോഴും ഇങ്ങനെ ഓരോ ഇംപ്രവൈസേഷൻ നമുക്ക് കൊണ്ടുവരാൻ തോന്നും. ആ ഒരു ക്യാമ്പയിൻ സക്സസ് ആയതിനു ശേഷം ഹാരിസ് എന്താണ് പറഞ്ഞത്? ഹാരിസ് വാസ് ഹാപ്പി. എന്താ നമ്മളതിൽ ആദ്യമായിട്ടാണ് ഹാരിസ് ആൻഡ് കോലും അത്ര വലിയ കുറേ സ്ഥലങ്ങളിലുള്ള ബിൽ ബോർഡ്സ് വരുന്നത്, പിന്നെ വണ്ടർല എന്ന് പറഞ്ഞ ബിഗ് ബ്രാൻഡ് വരുന്നത്. സോ ഹി വാസ് ഓൾസോ വെരി ഹാപ്പി. ആൻഡ് ആൾക്ക് അറിയില്ലായിരുന്നു അത് ഞാൻ ഇത് കോപ്പി ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു. കാരണം അത് ക്രിയേറ്റീവ് ടീം അങ്ങനെ പോയതായിരുന്നു. സോ പിന്നെയാണ് ലേറ്റർ ഓൺ റിയലൈസ് ചെയ്തോ നീയാണോ അത് എഴുതിയത് എന്നുള്ളത്. കാരണം ഞാൻ ഐ വാസ് ഇൻ ടു മാർക്കറ്റിംഗ്, ഹാരിസ് ആൻഡ് കോ മാർക്കറ്റിംഗിലായിരുന്നു ഉണ്ടായിരുന്നു. ലേറ്റർ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ നന്ദി പറയേണ്ടത് ആദ്യം പറഞ്ഞ മറ്റേ ഏത് ഹസ്ബൻഡിനോടാണ്, ക്രിയേറ്റിവിറ്റി കണ്ടുപിടിച്ച അല്ലേ? അതെ അതെ, അതെപ്പോഴും അഷ്റ തന്നെ പറയും, നീ എന്നെ ഒരു സ്റ്റേജിൽ പറയില്ല നിനക്ക് ഉറപ്പ്. ഞാൻ വലിയ സ്റ്റേജിൽ എത്തി എന്തായാലും എന്നോട് പറയുന്നത് എന്റെ ക്രിയേറ്റിവിറ്റി ആദ്യം കണ്ടുപിടിച്ചത് അഷ്റയാണെന്നില്ല. അഷ്റ നമുക്ക് നന്ദിയൊന്നും വേണ്ടേ എന്നൊക്കെ പറഞ്ഞു. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ വീഡിയോയിൽ ഞാൻ കുറേ പറഞ്ഞില്ല അഷ്റയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇന്നത്തെ കാലത്ത് മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്. അതിൽ ഏതാ നല്ലത്, ഒരു ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ
നമുക്ക് ഏറ്റവും നല്ലത് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതാണോ അല്ലെങ്കിൽ കുറച്ച് ഫോളോവേഴ്സ് ഉള്ളതാണോ? നമുക്ക് കുറച്ച് നല്ല ഫോളോവേഴ്സ് ഉള്ളതാണ് നല്ലത്. അതിപ്പോൾ മില്യണിലും നല്ല ഫോളോവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. നമ്മളെ ഇഷ്ടപ്പെടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരുള്ള ഫോളോവേഴ്സാണ് ഏറ്റവും നല്ലത്. അതല്ലാതെ കുറേ വെറുതെ ഒരു പേരിനൊരു നമ്പർ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കുറേ ആൾക്കാർ ബോട്ട് അടിച്ച് കയറ്റലുണ്ട്. അതല്ലെങ്കിൽ കുറേ ഫോളോവേഴ്സിലെ പേജസ് സെയിൽ നടത്തിയിട്ട് അങ്ങനെ വാങ്ങിച്ച് അത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതിനെക്കാട്ടിലൊക്കെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരുപാട് അപ്ഡേറ്റ്സ് ഇൻസ്റ്റാഗ്രാം വരുന്നുണ്ട്. ഇപ്പോൾ റീപോസ്റ്റ് അല്ലെങ്കിൽ അതിന് മുമ്പ് അറേഞ്ച്മെന്റ്സ് അങ്ങനെയുള്ള ആ അപ്ഡേറ്റുകളെ പറ്റി ചുരുങ്ങിയ രീതിയിൽ. അപ്ഡേറ്റ് ഇനിയും വരും. കാരണം ഇൻസ്റ്റഗ്രാമിന് എന്താ വെച്ചാൽ ഈ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഓഡിയൻസ് എപ്പോഴും അവിടെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ അവരുടെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെ കൂട്ടാം എന്നുള്ളതൊക്കെയാണ് അവർ ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇനിയും ഇഷ്ടം പോലെ അപ്ഡേറ്റ്സ് വരും. അതിൽ തന്നെ സ്പെസിഫിക്കലി എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിയേറ്റേഴ്സ് ഫോക്കസ്ഡ് ആണ് ഇനി. അതായത് കോണ്ടന്റ് ക്രിയേഷൻസ് ഇനിയും ബൂമാവണം എന്നുള്ള രീതിയിലാണ് അവർ ഇനി കൊണ്ടുവരുന്നത്. അപ്പോൾ റീപോസ്റ്റ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ്. അപ്പം കോണ്ടന്റ് ക്രിയേഷൻസ് കൂട്ടാനുള്ള എന്തൊക്കെ വഴികളുണ്ടോ അങ്ങനത്തെ രീതിയിലുള്ള അപ്ഡേറ്റ്സ് ആയിരിക്കും ഇനിയും വന്നുകൊണ്ടിരിക്കുക. അത് എങ്ങനെയൊക്കെ നമ്മളെ ഫോളോവേഴ്സിനായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റും, ഫോളോവേഴ്സിന് തിരിച്ചെങ്ങനെ നമ്മളായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും, പിന്നെ കോണ്ടന്റ് ക്രിയേഷൻസ് എങ്ങനെ അടിപൊളിയാക്കി കൊണ്ടുവരാം. ഈവൻ ഇപ്പോൾ ഫോൺ ഇൻഡസ്ട്രികൾ വരെ അതിനുള്ള കുറേ കാര്യം, ഇപ്പം 17 Pro എന്തോ ഇതേപോലെ ഡ്വെൽ ക്യാം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. വ്ളോഗിങ് ഒക്കെ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. നമ്മളെ സൈഡും അങ്ങേ സൈഡും എടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്തോ ഫീച്ചേഴ്സ്. കാരണം ഈവൻ ഫോൺ കമ്പനീസ് ആർ തിങ്കിങ് ലൈക്ക് ദാറ്റ്. കാരണം അത്രയ്ക്ക് ബൂം ഹൈ പീക്കിലാണ് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റേജ്. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് എന്താവും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അത്ര കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ഇനിയും ഇതിലേക്ക് വരാത്തവർക്ക് ഇനിയും ചാൻസ് ഉണ്ട്, ഇനിയും ചാൻസ് ഉണ്ട് കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. പക്ഷേ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരുന്നു. എന്ത് കോണ്ടന്റ് ഇട്ടാലും ആൾക്കാർ കാണും എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി. ഇപ്പൊ നമ്മള് നല്ലവണ്ണം മറ്റേതെന്താ വെച്ചാൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് പണിയെടുക്കാത്ത ജോബ്ലെസ് ആയിരിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു പണിയാണ് എന്നുള്ളൊരു ഫീലായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. ഒരു പണിയില്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, അല്ലെങ്കിൽ ഞാൻ ഇൻഫ്ലുവൻസർ ആണ് അമ്മ എന്നൊക്കെ പറയുന്നതൊക്കെ എന്ത് ഇൻഫ്ലുവൻസർ, നീ പണിക്കൊന്നുമില്ലല്ലോ എന്നുള്ളൊരു ഫീല്. ഇന്നതൊരു പ്രൊഫഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും നല്ല പണിയാണ്. നമ്മൾ വെറുതെ റാൻഡംലി പോയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാലൊന്നും എവിടെ എത്താൻ പോകില്ല. നമ്മൾ അതിനെ ശരിക്കും ഇപ്പം നമ്മളൊരു വർക്ക് ചെയ്യുന്ന പോലെ ഇരുന്ന് സ്റ്റഡി ചെയ്ത് നമുക്ക് ഏത് നീഷ് വേണം, എന്ത് രീതിയിലുള്ള ആ നീഷത്തെ ഓഡിയൻസിനെ നമ്മൾ എങ്ങനെ എൻ്റർടൈൻ ചെയ്യും, എഡ്യൂക്കേറ്റ് ചെയ്യും, അതുപോലെ തന്നെ എങ്ങനെ എൻ്റർടൈൻ ചെയ്യും, എഡ്യൂക്കേറ്റ് ചെയ്യും, എംപവർ ചെയ്യും എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അല്ലാതെ റാൻഡംലി പോയിട്ട് നമുക്കൊരു പെട്ടെന്ന് ഒരാളെ ഒരിക്കലും ഇനി കോണ്ടന്റ് ക്രിയേറ്റർ ആവുക എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗിൾ തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പോൾ ചില ആൾക്കാർ ഇതിലേക്ക് വരുന്നില്ല. അവർ പറയുന്നത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നല്ല ഗാഡ്ജറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യണില്ല എന്നുള്ള രീതിയിലേക്ക്. അതിനെ പറ്റിയിട്ട് എന്താ പറയുക? അതിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ആയിട്ടൊരു മൈക്ക് വാങ്ങിയിട്ടില്ല. ഓക്കെ, എൻ്റെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ട് വീഡിയോ എടുത്ത് അവൻ്റെ ആ ഒരു ഇതിലാണ് മൈക്ക് ഉള്ളത്. ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ഫോണിൽ, അപ്പോൾ എൻ്റെ ഫോണിൽ നോയ്സ് ഉണ്ട്, അപ്പുറത്തെ വീട്ടിലത്തെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ വീഡിയോ വൈറലായ വീഡിയോയിലൊക്കെ ഇതേപോലെ അങ്ങനെ ഞാൻ ഓഡിയോ ഒന്നും അത്ര നല്ല ഹൈ ആൻഡ് ക്വാളിറ്റി അല്ല, വീഡിയോ ഭയങ്കര അടിപൊളിയല്ല. ഞാൻ ഇപ്പോൾ അടുത്താണ് എൻ്റെ ഫോൺ മാറ്റിയത്. അതിൻ്റെ മുന്നേ ഒരു പൊട്ട ഫോണായിരുന്നു, ഡിസ്പ്ലേ വരെ പോയൊരു ഫോണായിരുന്നു എൻ്റെ അടുത്തുണ്ടായത്. ബട്ട് സ്റ്റിൽ ഐ സ്റ്റാർട്ടഡ്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളൊരു പ്രോബ്ലത്തിന് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ ഇനിയിപ്പോൾ എന്തൊക്കെയാണെങ്കിലും എന്ത് ബിസിനസ് ആണെങ്കിലും നമ്മൾ ആ ബിസിനസ്സിന് നല്ലൊരു ഓഫീസ് വേണം, നല്ലൊരു ഇത് വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് പരിപാടി ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യില്ല. പക്ഷെ നമ്മൾ ഇല്ലത് വെച്ച് തുടങ്ങിയിട്ട് അതുമെന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് പിന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ അവിടെ ഒരു ഗ്രോ ചെയ്യും. നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ വേണം, എന്തൊക്കെ ആവശ്യമുണ്ട്, ആവശ്യമില്ലാത്തത് എന്താണ്. ഇപ്പോൾ നമ്മൾ കുറേ എക്യുപ്മെൻറ്റ്സ് വാങ്ങിയിട്ട് നമ്മൾ ചിലപ്പോൾ അതൊന്നും യൂസ് ചെയ്തോണമെന്നുണ്ടാവില്ല. ഇപ്പം നമ്മൾ വെറുതെ നമ്മൾ കുറേ മണി അവിടെ പോവുകയാണ്.
അപ്പം മറ്റേത് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും നമുക്കൊരു നല്ല ട്രൈപോഡ് വേണം, അല്ലെങ്കിൽ നമുക്കൊരു മൈക്ക് വേണം. ട്രൈപോഡ് ഇപ്പോൾ ആവശ്യമില്ല, ഫോൺ എവിടെയെങ്കിലൊക്കെ വെച്ചാൽ മതി. നമുക്ക് വേണ്ട ഒരു മൈക്കാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പം റിയലൈസ് ചെയ്യും. ഇപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഈ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി. എനിക്ക് കിട്ടിയ കൊളാബ്സൊന്നും എൻ്റെ ഡിജിറ്റൽ പ്രോഡക്ട്സ് ഒക്കെ ആയിട്ടുള്ള പൈസ കൊണ്ടാണ് ഞാൻ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ മൈക്ക് വാങ്ങി. ആമസോണിൽ വരുന്നുണ്ട്. അപ്പം ഇതേപോലെ അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിയിട്ടേ ഞാനത് വാങ്ങിയിട്ടുള്ളൂ. അത്രേ ആവശ്യമുള്ളൂ. അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് അതിനെ വെറുതെ ആക്കി വെക്കേണ്ട ആവശ്യം. പല ആൾക്കാരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫേസ് കാണിക്കാൻ മടിയുള്ള ആളുകളാണ്, എസ്പെഷ്യലി ലേഡീസ് കണ്ടന്റ് ക്രിയേഷനിലേക്ക് വരുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് മീൻസ് ഫേസ് കാണിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഫേസ് കാണിക്കണം നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഫേസ്ലെസ് ആയിട്ടുള്ള കുറെ അക്കൗണ്ട്സ് ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ സ്കെയിൽ ചെയ്യണമൊക്കെ ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫേസ് കാണിച്ച് നിങ്ങളെ സ്വന്തം ജേർണിയും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ആൾക്കാർക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റാതാണ്. ഇപ്പം കുറെ ഹിജാബൊക്കെ ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്, ബട്ട് സ്റ്റിൽ ദേ ആർ ഷോയിങ്. ഇപ്പൊ അവർ ഹിജാബും ഒക്കെ ആണെങ്കിലും അവർ പർദ്ദയൊക്കെ ഇട്ടിട്ട് തന്നെ അവിടെ വന്നിട്ട് അവർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം. അവർ വീഡിയോയിൽ വരുന്നുണ്ട്, അല്ലാതെ വേറെ എന്തോ റാൻഡം വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്ത് കളിക്കുന്നതല്ല. അവരിപ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെ ക്ലയന്റിനെ മീറ്റ് ചെയ്യുന്നതോ അവർ ഫുള്ള് ഇതിലായിരിക്കും, ബട്ട് സ്റ്റിൽ ദേ ആർ കമ്മിങ് അപ്പ്. അപ്പം അങ്ങനെ ചെയ്യുന്നത് കുറച്ച് ഗുഡാണ്. അതല്ലാതെ ഇങ്ങനെ ചിലവരുണ്ട് ഇപ്പം സ്റ്റോക്ക് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അതും എന്തെങ്കിലുമൊക്കെ എഴുതി, അങ്ങനത്തെ കുറെ ഈ ഫേസ്ലെസ് അക്കൗണ്ട്സ് ഒക്കെ ഇനി അതിനൊരു ഫ്യൂച്ചർ ഇല്ല എന്ന് പറയുന്നുണ്ട്. വി ഡോണ്ട് നോ, നമുക്കിപ്പോൾ അത് പ്രഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനത്തെ ഫേസ്ലെസ് അക്കൗണ്ട്സിന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ബട്ട് കുറച്ചുകൂടി നല്ലത് നമ്മൾ തന്നെ ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ കൊളാബ്സും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. കുറച്ചൊക്കെ. ഓക്കെ, ഇനി ഒരുപാട് കൊളാബ്സ് ഒക്കെ വരട്ടെ. ഏതെങ്കിലും ഒരു പോസ്റ്റ് അല്ലെങ്കിൽ റീല് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് അത് മിക്കവാറും ഫ്ലോപ്പ് ആകാൻ സാധ്യതയുണ്ട്, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കര വിശ്വാസമുള്ള ഞാൻ റീൽ എടുത്ത് എഡിറ്റ് ചെയ്ത് ഞാൻ അപ്പം ഇടും. ക്യാപ്ഷൻസും റെഡി ആയാലും ഞാൻ ഒറ്റയടിക്ക് പോസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ചില ഇതിലൊക്കെ എൻ്റെ ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ കുറെ ആൾക്കാർ വന്നിട്ട് പറയും ഇങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ശരി, ചിലപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്യില്ല. കാരണം ഞാൻ എന്താ വെച്ചാൽ ഞാൻ പെട്ടെന്ന് അത് എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യേണ്ടത് എസ്പെഷ്യലി ഞാൻ കുറേ അപ്ഡേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം. പിന്നെ അധികം നോക്കൂല എന്താ ഇത് ഫ്ലോപ്പ് ആവോ, അങ്ങനെ കുറേ തിങ്ക് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അത് ചെയ്ത് അപ്ലോഡ് ചെയ്യും. പിന്നെ അതിൻ്റെ ബാക്കി വരായൊക്കെ ഐ ലീവ് ഇറ്റ് എന്നുള്ളത്. പക്ഷെ എൻ്റെ ഒരു ടോക്സിക് ട്രേറ്റ് ആണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി എടുത്ത് നോക്കുന്നത്. പക്ഷെ അതിപ്പോൾ എന്നെ കുറേ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ എടുത്തു നോക്കിയിട്ട് അയ്യോ ഇത് റീച്ച് കയറിയില്ല, അയ്യോ ഷെയർ പോയില്ല എന്നുള്ളത് നോക്കുന്ന ഒരു പരിപാടി ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാനത് കുറേയൊക്കെ കണ്ടു. അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, അത് വെറുതെ നമ്മളെ ടൈം പോക്കുന്ന ഒരു പരിപാടിയാണ്. അതവിടെ എന്താ വെച്ചാൽ നടന്നോട്ടെ എന്നുള്ള രീതിയിൽ. ഒരു സിനിമ സംവിധാനം തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റോളില്ല, അതിന്റെ നെഗറ്റീവും പോസിറ്റീവും എന്താണെന്നുള്ളത്. പോസിറ്റീവായി എനിക്ക് ആൾക്കാരെ എൻഗേജ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കമന്റ് ചെയ്യാന്നുള്ളതാണ്, അല്ലാതെ ഗോസ്റ്റ് ചെയ്ത് പോവരുത്. പക്ഷെ അതിന്റെ നെഗറ്റീവ് ഒക്കെ പറയുന്ന ആൾക്കാരത് കേട്ടിട്ട് ഡൗൺ ആയി പോയി, അയ്യോ ആൾക്കാർ എന്നെ ട്രോളി അല്ലെങ്കിൽ ആൾക്കാർ എന്നെ കളിയാക്കുന്നു, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇപ്പൊ ഇനീഷ്യലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ ഇപ്പൊ എൻ്റെ കുറേ ഫ്രണ്ട്സ് അല്ലെങ്കിൽ സ്കൂൾ ഫ്രണ്ട്സ് ഇവരൊക്കെ എന്തായാലും ട്രോളപ്പെടും, നമ്മളോട് കളിയാക്കൊക്കെ ചെയ്യും. അത് സില്ലി മൈൻഡ് ആക്കാതെ വിടുക. ഓക്കെ, ഈ അക്കൗണ്ടിൽ ഫോളോവേഴ്സ് ആയിട്ട് ഫ്രണ്ട്സ് ഫാമിലി അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടോ? കുറവാണ്. കാരണം എനിക്ക് ഓൾറെഡി പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ട്. ഞാൻ എൻ്റെ പബ്ലിക് അക്കൗണ്ട് വേറെ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ പ്രൈവറ്റിൽ ഞാൻ ഇതേപോലെ എപ്പോഴെങ്കിലും അവർക്കും കൂടി ചിലപ്പോൾ എൻ്റെ എന്തെങ്കിലും അച്ചീവ്മെൻ്റ് ഒക്കെ ആണ് ഞാൻ ഇടുന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഞാൻ ഇവിടെ റീഷെയർ ചെയ്യുള്ളൂ ഈ പ്രൈവറ്റിൽ. ഇവിടെ ഈ പബ്ലിക്ലി പ്യുവർലി ഇത് ആ ഒരു വീഡിയോസ് കണ്ട് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ ഇത് കണ്ടിട്ട് വന്ന് ഉണ്ടായ ഫോളോവേഴ്സ് മാത്രമാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതേമാതിരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാകും, അവരിതേപോലെ അതിൽ അപ്ഡേറ്റ് ഇട്ടാൻ വേണ്ടിയിട്ടൊക്കെ.
അതല്ലാതെ ഞാൻ ഒരിക്കലും ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിലൊക്കെ കയറിയിട്ട് പ്ലീസ് ഫോളോ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ, എന്താ നമ്മളെ കോളേജ് ഗ്രൂപ്പിൽ, അങ്ങനെ ഞാൻ പോയിട്ട് ഒരിക്കലും എവിടെ ഇട്ടിട്ടില്ല. കോളേജിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്ത്, പണ്ട് പഠിച്ച കോളേജോ സ്കൂളോ അവിടെ എന്ത് പിന്നെയും പോയി അവിടെ ക്ലാസ് എടുക്കാൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല? എനിക്ക് എൻ്റെ സ്കൂളിൽ ക്ലാസ് എടുക്കാനുള്ളതുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ, ഇത് അത്രയും ബൂം ചെയ്തിട്ടുള്ള, അപ്പം ഈ എല്ലാ സെക്ടേഴ്സിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം ഈവൻ ഇപ്പോൾ ടീച്ചേഴ്സിനാണെങ്കിൽ പോലും ദേ ഓൾ നീഡ് സോഷ്യൽ മീഡിയ. കാരണം അവർക്ക് ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ട്, സ്കൂൾസിനൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അതിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സിന് കുറേ ഡേയ്സ് ഉണ്ടാവും, ക്യാരറ്റ് ഡേ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഡേ, പിന്നെ അങ്ങനെ കുറേ ഡേയ്സ് ഉണ്ടാവും. ഇപ്പോൾ ഈ LKG പഠിക്കുന്ന പാരൻസിന് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കും റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനും സ്ഥിരം ഇനി ചെന്നിട്ട് വേണം ചാർട്ട് ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ കുറേ ഡേയ്സ് ഉണ്ട്. അപ്പോൾ ഈ ഡേക്കൊക്കെ വീഡിയോ എടുക്കണം. ഇങ്ങനത്തെ ഈ ചാർട്ട് കുട്ടികൾ കൊണ്ടുവരുന്നതും ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യണം. അത് പാർട്ട് ഓഫ് ദെയർ മാർക്കറ്റിങ്ങും ഒക്കെ തന്നെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ കോഴ്സിലൊന്നും അങ്ങനെ ഒരു ഇതില്ല. സോ ദേ വോണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് തന്നെ അറിയുന്നില്ല. സോഷ്യൽ മീഡിയ അവർക്ക് കുറച്ചൊക്കെ അറിയുന്നുണ്ടാവും, ഇത് ഇൻസ്റ്റാഗ്രാം അതാണെന്നല്ലേ. പക്ഷെ അതിലെങ്ങനെ ചെയ്യണം, വീഡിയോ എഡിറ്റിംഗ് എന്താണ്, എങ്ങനെയാണ്, ഹൗ യു ഷുഡ് മേക്ക്, എന്താ പറയുക, അതിലെങ്ങനെ കോണ്ടന്റ് ക്രിയേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും, ക്രിയേറ്റീവായിട്ട്. കാരണം അങ്ങനെ ചെയ്യുന്ന സ്കൂൾസ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയായി ചെയ്യുന്ന സ്കൂൾസൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അവർക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതിനൊക്കെ ഉള്ള ഒരു ക്ലാസ് ആയിരുന്നു അത്. അന്ന് സ്കൂളിലേക്ക് പോയപ്പോൾ ഉള്ള അനുഭവം, പഴയ ടീച്ചർമാരുണ്ടായിരുന്നു? പഴയ എന്നെ KG പഠിപ്പിച്ച എൻ്റെ രതി മിസ് എന്ന് പറയും, രതി മിസ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഞാൻ പറഞ്ഞു എന്നെ ഫസ്റ്റ് ആയിട്ട് ABCD പഠിപ്പിച്ച മാമായിരുന്നത്. അവരൊക്കെ ഇതേപോലെ കണ്ടിട്ടുണ്ട്. അവരെന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, നൗ സ്റ്റുഡൻസ് ആർ കമ്മിങ് ആൻഡ് മേക്കിംഗ് അസ് ലേൺ എന്ന് പറഞ്ഞിട്ടുള്ള. അന്ന് തന്നെ ടീച്ചർമാർ പറഞ്ഞിരുന്നു ബ്രൈറ്റ് കിഡ് ആകുമെന്ന് പറഞ്ഞിട്ട്? ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊക്കെ അവരുടെ എന്താ പറയാ ഹോപ്പ്ലെസ് പ്രൊജക്റ്റിലുള്ള സ്റ്റുഡൻ്റ് ആണ് ഞാനൊക്കെ. ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ, അതായത് വൻ അലമ്പ് അങ്ങനെയും പോയിട്ടില്ല. എന്നാൽ ഭയങ്കര ടോപ്പായിട്ട് അവരെ ആലോചിക്കാൻ മാത്രമല്ല കാര്യങ്ങൾ ആ സ്കൂളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഒരാളാണ്. എന്റെ ബ്രദർ പിന്നെ കുറച്ച് അലമ്പ് കളിച്ചുകൊണ്ട് അവന്റെ സിസ്റ്ററാണ് ഇവൾ എന്നുള്ള രീതിയിൽ അവർ ഓർത്തെക്കുന്നുണ്ടാവും. അതല്ലാതെ ഞാൻ അങ്ങനെ ഇത് പിന്നെ എൻ്റെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു 9th 10th ആ ഒരു ടൈമിലൊക്കെ പിന്നെ കുറച്ച് ടീച്ചേഴ്സ് നോട്ടീസബിൾ ആയിട്ട് വികൃതി തരം കാണിക്കുന്ന കുറച്ച് ഗ്യാങ് ഉണ്ടാവുമല്ലോ, അങ്ങനെ അതിലൊക്കെ അറിയാമെന്നല്ലാതെ അത് ഭയങ്കര അവരൊക്കെ ഒരു ഫേവറേറ്റ് മെമ്മറബിൾ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടൊന്നും. ഇനി ഏതായാലും ടീച്ചർമാരൊക്കെ ഓർക്കുന്നുണ്ട്, അമ്മ വളർന്നു വരികയാണ്, ഇനി എന്തെന്നാലും ഓർക്കും. അതെ. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ഇന്ത്യൻ ക്ലയൻസ് ആണോ അല്ലെങ്കിൽ GCCയിലുള്ള അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യൻ ക്ലയൻസ്? ഔട്ട് ഓഫ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലയൻസ് ഇന്ത്യയിലുള്ളതാണോ അതോ പുറത്തുള്ള ക്ലയൻസ് ആണോ? എനിക്കങ്ങനെ അതിൽ ഒരു കൺട്രി ബേസ്ഡിൽ അങ്ങനെ ഒരു വർക്ക് കംഫർട്ട് ഇല്ല. ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് നമുക്ക് എപ്പോഴും ക്ലയൻസിനായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടം തന്നെ ക്ലയൻസും കൂടി അവരുടെ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇതാക്കുന്ന പോലെയുള്ള ക്ലയൻസാണ് കുറച്ചുകൂടി ഈസി. ഇന്ന് ഏജൻസി ആണെങ്കിലും ഇപ്പം നമുക്ക് എന്താ വെച്ചാൽ അവർക്കും കൂടി അവരുടെ ബ്രാൻഡ് എന്താണെന്നുള്ളൊരു ഐഡിയ വേണം. അല്ലെങ്കിൽ ഇവരെന്ത് പണിയാണ് ഇവിടെ ചെയ്യുന്നത്, അവർക്കും ഇതിലൊരു ഇൻട്രസ്റ്റ് വേണം. നമ്മൾ കൊടുക്കുന്ന സർവീസിൽ അവർക്കും കൂടി ഒരു ഇൻട്രസ്റ്റ് വേണം. ദേ ഓൾസോ വാണ്ട് ടു ബി ദ പാർട്ട്. ചില ക്ലയൻസൊക്കെ എന്താ വെച്ചാൽ അവർ നേരെ ഞങ്ങൾ നിങ്ങളെ ഹയർ ചെയ്തേനെ, ഓക്കെ ടാറ്റ ബൈ ബൈ, ഇനി നിങ്ങളായി നിങ്ങളെ വന്നിട്ട് അവർ കൃത്യതേപോലെ ബില്ലിംഗ് ഡേറ്റിൽ വന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്തൊക്കെയാ ചെയ്ത്, എന്ത് തേങ്ങയാണെങ്കിലും പൈസ പിന്നെ മതിയോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചെയ്തുകൊണ്ട് കാര്യമില്ല, അങ്ങനെ ഗോസ്റ്റ് ചെയ്ത് പോവരുത്. എന്താ അവരുടെ കൂടെ, അതായത് ഇപ്പം ഞങ്ങൾക്കുള്ള സ്കില്ലും അവർക്ക് പറഞ്ഞു തരേണ്ട കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും. ഇത് രണ്ടും കൂടെ കൂടിയിട്ടാണ് മാർക്കറ്റ്. സത്യം പറഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിംഗ് പേഴ്സണെ ഹയർ ചെയ്യണ പോലെ ആയിരിക്കും. അപ്പം അവരെ കയ്യിലാണ് അവരെ ബ്രാൻഡും പ്രൊഡക്റ്റും ഒക്കെ ഉള്ളത്. അപ്പം അവർ പറഞ്ഞു തരണം നമുക്ക് എന്താണ്, നമുക്ക് ഇങ്ങനെ ഈ ബ്രാൻഡിനെ ഇങ്ങനെ എത്തിക്കണം, അല്ലെങ്കിൽ ഈ ബ്രാൻഡിനെ കൊണ്ട് നമുക്ക് ഇങ്ങനെ ആവണം,
ഈ ബ്രാൻഡിങ് ഇങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അവർക്ക് ഇപ്പോൾ സ്പെൻഡിങ് കേപ്പബിലിറ്റി അവർക്ക് കുറച്ചും കൂടി അവരെ കസ്റ്റമർ ഓഡിയൻസിനൊക്കെ അവർക്ക് ഓൾറെഡി ഉണ്ടായിരിക്കുമല്ലോ. അതൊക്കെ അവരെങ്ങനെയാണ് ആ കസ്റ്റമറിൻ്റെ ബിഹേവിയർ ഒക്കെ നമുക്ക് പറഞ്ഞു തരുമ്പം നമുക്ക് അതെങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ അപ്പോൾ കിട്ടും, നമ്മളെ തലയിൽ കത്തും. ഓക്കെ, ഇങ്ങനെ ഒരു ഇൻസൈറ്റ്, അങ്ങനെ കുറേ ഇൻസൈറ്റ്സ് എടുത്ത് തരാൻ ക്ലയൻസ് വേണം. അല്ലാതെ ക്ലയൻസ് ഇതേമാതിരി ഒരു ഇൻസൈറ്റ് ഒന്നും ഇല്ലാതെ നമ്മളോട് നിങ്ങൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ വി വിൽ ബി ഇൻ റിയൽ ട്രബിൾ. അങ്ങനെ വന്നിട്ടുണ്ടോ ക്ലയന്റ്? അങ്ങനെയുള്ള ക്ലയന്റുകളായിട്ട് ക്ലയന്റ് ഒക്കെ ഉണ്ടാവും, 2 ടൈപ്പ് ഓഫ് ക്ലയൻസും ഉണ്ടാവും. അപ്പൊ നമ്മൾ രണ്ടും ടാക്കിൾ ചെയ്യണം. പക്ഷെ കുറച്ചും കൂടി നല്ല ഹ്യൂജ് സക്സസ് അല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ആ ബ്രാൻഡിനെ കൊണ്ടുപോയി നല്ല റിസൾട്ട്സ് കൊടുക്കാൻ പറ്റും എപ്പോഴും ആ ഇൻസൈറ്റ്സ് തരുന്ന ക്ലയന്റ് ആണ്. ഈവൻ ഇപ്പം നമ്മൾ ചില ആൾക്കാർക്കൊക്കെ ലീഡ്സ് ഇപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിംഗിൽ ലീഡ്സ് കൊടുത്താൽ പോലും അവർക്ക് അതിന് എന്താ അവർ പറഞ്ഞതെന്നുള്ളത് അവരെന്താ വിളിച്ചിട്ടൊന്നും പറഞ്ഞില്ല, സെയിൽസ് ടീം നമുക്കറിയില്ല ഈ കസ്റ്റമർ ഏത് പോയിന്റിലാണ് പോകുന്നത്, എന്ത് കാരണത്താലാണ് അവർ റിജക്റ്റ് ആയി പോകുന്നത്, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ഈ പർച്ചേസ് ചെയ്തില്ല എന്നുള്ള ഇത് കിട്ടുന്നില്ല. ലാസ്റ്റ് ആയിരിക്കും കൺവേർഷൻ നടന്നില്ല, അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ല, അങ്ങനെ. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ശരിക്കും അപ്പം ഈ ഒരു ഇൻസൈറ്റ്സ് ക്ലയൻസ് എപ്പോഴും അങ്ങനത്തെ കുറെ ഇൻസൈറ്റ്സ് ഈ മാർക്കറ്റേഴ്സിന് ഇട്ടുകൊടുത്തോണ്ടിരിക്കണം. അപ്പൊ അപ്പോഴാണ് അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഐഡിയാസ് ക്ലിക്ക് ചെയ്യാനും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ ആ ഇൻസൈറ്റ്സ് വെച്ചിട്ട്. ഇൻസ്റ്റാഗ്രാം ഓർ ലിങ്ക്ഡ്ഇൻ, ഇതിലേത് സെലക്ട് ചെയ്യാം? ഐ വിൽ സെലക്ട് ഇൻസ്റ്റഗ്രാം. കാരണം ഒന്നുമില്ല, അത് എനിക്ക് കുറച്ചും കൂടി ഈ വീഡിയോ ഒക്കെ ലിങ്ക്ഡിന് എന്തൊക്കെ വീഡിയോസ് ഒക്കെ ഉണ്ട് അതിലൊക്കെ, ബട്ട് സ്റ്റിൽ അവിടെ കുറച്ചും കൂടി ലോകമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ലിങ്ക്ഡിൻ കുറച്ചും കൂടി ഒരു അവിടെ ഇങ്ങനെ എഴുതുന്ന സ്റ്റോറീസിന് ഭയങ്കര ഇംപ്രഷൻസ് കിട്ടുന്ന പോലെ. ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആട്ടോ, അറിയില്ല. പക്ഷെ ഇങ്ങനെ സ്റ്റോറി നമ്മൾ എഴുതിയിട്ട് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ട് ഇംപ്രഷൻസ് ഒക്കെ വരുന്നത് കണ്ടിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമില് വിഷ്വൽ ഇതുണ്ട്. എനിക്ക് അപ്പോൾ കുറച്ചുകൂടി വിഷ്വൽ ഇഷ്ടമായതുകൊണ്ടാണ് ഐ പ്രിഫർ. പക്ഷെ എനിക്ക് എഴുതാൻ ഇഷ്ടം ഉണ്ടാകുമ്പോൾ ഐ കം ടു ലിങ്ക്ഡ്ഇൻ ആൻഡ് റൈറ്റ്. പിന്നെ അതേപോലെ നെറ്റ്വർക്കിങ്ങിന് നല്ല ഇത് എന്ന് പറയുന്നത് ലിങ്ക്ഡ്ഇൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക, ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നത് കുറച്ചുകൂടി ലിങ്ക്ഡ്ഇൻ ആണ് ഈസി എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ വർക്ക് പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യാനും കുറച്ചും കൂടി ഈസി വേ ലിങ്ക്ഡ്ഇൻ ആണ്. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ടഫസ്റ്റ് വേ ആയിട്ട് പോസ്റ്റ് ചെയ്താൽ മതി. ഇത് ആവുമ്പോൾ കുറച്ച് കഷ്ടപ്പാടുണ്ട് എന്നുള്ള ഒരു ഫീൽ. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ രണ്ടും ഈക്വൽ ലെവലിലാണ് പോകുന്നത്. അതായത് ഇൻസ്റ്റാഗ്രാമിന്റെ പോലെ തന്നെ ഇപ്പൊ ലിങ്ക്ഡ്ഇൻ, മറ്റേത് പറയുന്നത് ഒരു പ്രൊഫഷണൽ സ്ഥലമായിരുന്നോടത്ത് ഇപ്പൊ അതൊക്കെ മാറി ഫുള്ള് കളിച്ചിട്ട് തമാശയായി ലിങ്ക്ഡ്ഇൻ. വല്ലപ്പോഴും ഈ സോഷ്യൽ മീഡിയക്ക് ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ ഓടിപ്പോയാൽ മതിയായിരുന്നു തോന്നിയിട്ടുണ്ടോ? അത് എനിക്ക് ഒന്നാമത് ഇതേമാതിരി അത് ചിലവർക്ക് ഈ ബേൺ ഔട്ട് സ്റ്റേജ് എത്തുമ്പോൾ അങ്ങനെ അവർ തോന്നിയിട്ടുണ്ട് ഇതൊക്കെ ഇതാക്കിയിട്ട് പോയാലോ എന്നുള്ളത്. എനിക്ക് മൊത്തത്തിൽ ചിലപ്പോൾ അതേപോലെ ചില ഡേയ്സ് ഉണ്ടാവില്ല, നമുക്ക് മൊത്തത്തിൽ ആകെ ചില ദിവസം മൊത്തം അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ നമ്മളൊരു വീഡിയോ എടുത്ത് അന്ന് എഡിറ്റ് ചെയ്തിടാന്ന് പറയുമ്പോൾ അന്ന് ലോകത്തില്ലാത്ത പ്രശ്നം ഉണ്ടല്ലോ. അന്ന് ക്ലൈൻറ്റ് വിളിക്കുന്നത്, മറ്റവർക്ക് പ്രശ്നം, ഇവർക്ക് പ്രശ്നം, മക്കൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും വേറെ പ്രശ്നം, അതിൻ്റെ കൂടെ വേറെ അങ്ങനെ മൊത്തത്തിൽ ആ ഒരു ഡേ അങ്ങോട്ട് മൊത്തം പാക്ഡ് ആവണ പോലെ തോന്നും. അതിന് വേണ്ടി ചില ദിവസം നമ്മൾ വളരെ ലേസി ആയി നിൽക്കുന്ന ഡേ ഉണ്ട്. അപ്പോൾ ആ മൊത്തം പാക്ഡ് ആവണ ദിവസം നമ്മൾ വിചാരിക്കും ഒരു കുന്തം വേണ്ട, കണ്ടന്റ് ക്രിയേഷനും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ എവിടെയെങ്കിലും ഞാൻ പോസ്റ്റും ചെയ്യണില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീല് ചില ദിവസം ഞാൻ അതേപോലെ വിചാരിക്കും. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് സമാധാനം. പിന്നെ ചിലത് നമ്മൾ ഇതേപോലെ ചിലപ്പോൾ അത്രയും ഹെക്ടിക് ടാസ്കിലായിരിക്കും ഞാൻ ചിലപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ടാകും. അത് ചിലപ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് ഏറ്റെടുത്ത് ചിലപ്പോൾ ആ വീഡിയോ ഒക്കെ വൈറലാകുമ്പോൾ ഒരു സമാധാനം, വർക്ക് അറ്റ്ലീസ്റ്റ് അതായത് എഫേർട്ട് ഇട്ടിട്ട് അതൊരു വർക്കായല്ലോ എന്നുള്ളൊരു ഫീലെങ്കിലും നമുക്ക് ഉണ്ടാവും. ഓക്കെ, ഞാൻ 2-3 പ്രാവശ്യം അങ്ങനെ പോയിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ, അവർക്കൊരു സ്മോൾ ബിസിനസ് ഉണ്ട്, അവരെ എങ്ങനെ ഈ സോഷ്യൽ മീഡിയ എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം എങ്ങനെ സഹായിക്കുന്നുണ്ട്? അവർ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം വന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ഇങ്ങനത്തെ സ്മോൾ ബിസിനസ്സിന് തന്നെയാണ്. കാരണം അവർ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള റീച്ച്, ആ പ്രോഡക്റ്റ് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ
പിന്നെ അത് സത്യം പറഞ്ഞാൽ അവർ ചിലപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയ ഒരു എന്തെങ്കിലും ചെറിയൊരു സാധനമായിരിക്കും, അവരതിനൊരു ബ്രാൻഡായിട്ട് ചിലപ്പോൾ ചിലർ പേര് പോലും ഇട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അവരിതേപോലെ അവരുടെ ജേണി പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ഒതൻറ്റിക് സാധനം കാണിക്കുന്ന വീഡിയോസിലൂടെ ആൾക്കാർ ആ ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്യാണ്. പിന്നെ അത് നല്ല നല്ല പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബൈ ദ എന്താ പറയുക മൗത്ത് മാർക്കറ്റിങ്ങും കുറേ സെലിബ്രിറ്റീസൊക്കെ ഞാൻ അതേപോലെ കണ്ടിട്ടുണ്ട്. അവർ റാൻഡംലി ഏതോ ഒരു ഇതേപോലെ ഒരു തൈലം എന്തോ വാങ്ങിയിട്ട് അത് ഭയങ്കര ഇഷ്ടമായി അവരെ വീഡിയോസിലിട്ടു. അതായത് അവരെന്തോ ഒരു സ്റ്റോറിയോ വീഡിയോ എന്തോ ഇട്ടു. അത് കണ്ടിട്ട് കുറേ ആൾക്കാർ ആ ഒരു ബ്രാൻഡിനെ വെൽക്കം ചെയ്ത് ആ ബ്രാൻഡ് ഇപ്പം അതൊരു നല്ല സെയിൽ ഉണ്ടാക്കി. അതുപോലെ പിന്നെ ഞാൻ വേറൊരു ലേഡിനെ കണ്ടിന്, അവരെ മോൾക്ക് എന്താ ഉള്ളൊരു എണ്ണ എന്തോ ആണ്, അത് തേച്ചിട്ട് അവർക്ക് ഭയങ്കര വ്യത്യാസം വന്നു. ആ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് തോന്നുന്നുണ്ട് സ്കിന്നിന്, പക്ഷെ അവരെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ. അവരതൊരു വീഡിയോ എടുത്തിട്ടു. അതിന് ആ വീഡിയോ ഇതേപോലെ ഭയങ്കരമായിട്ട് ആൾക്കാർ റീച്ച് ആയി. ആ വീഡിയോസിലൂടെ അവരുടെ എന്താ പറയുക അവർ ഈ ബിസിനസ് തുടങ്ങേണ്ടി വന്നു ഒരു ഓയിൽ എൻക്വയറി നടത്തിയിട്ട്. അപ്പോൾ സ്മോൾ ബിസിനസ്സുകൾക്ക് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ എന്താ പറയുക വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. കാരണം ഇപ്പം എല്ലാവരും എനിക്കറിയില്ല എനിക്ക് മാത്രമാണോ എന്നുള്ളത്, ഇപ്പം ഞാൻ തുറന്നു നോക്കുമ്പോൾ എല്ലാ വുമൻസും ഇപ്പൊ ജ്വല്ലറി ബ്രാൻഡ് തുടങ്ങുന്നുണ്ട്. ഞാനെന്നിട്ട് ആശ്രോട് പറഞ്ഞു, ഇത് എന്റെ ഫീൽഡിൽ മാത്രമാണോ അതോ മൊത്തത്തിൽ ഇങ്ങനെയാണ് എല്ലാവരും ജ്വല്ലറി ബിസിനസ്സാ തുടങ്ങുന്നത്? അതെന്താ എല്ലാ വുമൻസും ജ്വല്ലറി ബ്രാൻഡാ തുടങ്ങുന്നത്? അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ബട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം ഇറ്റ് ഈസ് വെരി ഈസി ടു സെൽ. കാരണം നല്ല പ്രൊഡക്റ്റ് ആണ്, നല്ല ഒരു ഫീസിബിൾ റേറ്റ് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു അഫോർഡബിൾ റേറ്റിനും ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഈസ് വെരി സപ്പോർട്ടീവ് ഫോർ സ്മോൾ ബിസിനസ്. ഈ സ്മോൾ ബിസിനസ് ആൾക്കാർക്ക് ഭയങ്കര ഗ്രോ ചെയ്യാൻ ഈ ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗിലൂടെ പറ്റും. ഈ ജ്വല്ലറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന് കണ്ടെന്ന് പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ തന്നെ ഒരു ഇതേപോലെ ജ്വല്ലറി സംഭവം സെറീൻ എന്ന് പറയുന്നു. അപ്പൊ അവരും ഇതുപോലെ തന്നെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്, പെട്ടെന്ന് തന്നെ 1000 ഫോളോവേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തി. നല്ല ബിസിനസ്സും അവർക്ക് കിട്ടട്ടെ. കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ്. കോഫി ഓർ ചായ? കോഫി ആണ് എനിക്കിഷ്ടം, പക്ഷെ അത് അത്ര ഹെൽത്തി അല്ല എന്നൊക്കെ പറയുന്നതുകൊണ്ട് എന്താ ഞാൻ ചായയാണ് എപ്പോഴും അധികം കുടിക്കുക. പക്ഷെ കോഫി ഐ ലവ് കോഫി. ക്യാൻവ ഓർ ഫോട്ടോഷോപ്പ്? ക്യാൻവയിലാണ് ചെയ്യുന്നതെല്ലാം. അതെ, ഫോട്ടോഷോപ്പ് എനിക്ക് അറിയില്ല, പിന്നെ എനിക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി തോന്നി. അപ്പം പിന്നെ ഐ തോട്ട് അത് കുറേ പഠിക്കുകയൊക്കെ വേണ്ടേ, അപ്പം ഈസി വേ ക്യാൻവയാണ്. പിന്നെ ഞാനിതേപോലെ എൻ്റെ ഒരു പാഷനൊന്നല്ല ഡിസൈനിങ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ്റെ ഒരു പാർട്ടാണ് ഡിസൈനിങ്. സോ ഫോർ ദാറ്റ് ക്യാൻവ ഈസ് വെരി ഈസി. ഓക്കെ. VN ഓർ CapCut? CapCut എനിക്ക് കുറച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയത്. ഒന്നത് അതിൻ്റെ VPN-ഉം ഇതൊക്കെ കണക്ട് ചെയ്തിട്ടൊക്കെ പോകേണ്ടതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഐ ഡോണ്ട് നോ. CapCut കുറച്ചൊരു ഓർഗനൈസ് ചെയ്യാത്ത പോലെ ഫീൽ ചെയ്തു. പക്ഷെ ബ്രില്യൻ ടൂൾസ് അതിലുണ്ട്, കുറേ വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത് CapCut-ലാണ്. പക്ഷെ അതിൽ എഡിറ്റൊക്കെ ചെയ്യില്ല നമ്മൾ, സ്പ്ലിറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ അതൊക്കെ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയത് VN-ലാണ്. അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ VN-ൽ പോയിട്ട് ബേസിക് കട്ടുകളൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് CapCut കൊണ്ടുപോയിട്ടുള്ളൂ. റീൽസ് ഓർ കെറോസൽസ്? കെറോസൽസ് ആണ് ഇപ്പം കുറച്ചും കൂടി എന്താ പറയുക ആൾക്കാർക്ക് ഇൻട്രസ്റ്റിങ്ങും. കെറോസൽസിൽ ഇപ്പോൾ പാട്ടിട്ട് കഴിഞ്ഞാൽ അത് റീൽസ് ടാബിൽ വരും. സോ ഇറ്റ് വർക്ക്സ് ഇൻ ബോത്ത് വേ. അപ്പം അത് എനിക്കിഷ്ടം കെറോസൽസ് ആണ് റീൽസിനെയും കാട്ടിലും. ക്ലയന്റ് കോൾ ഓർ കണ്ടന്റ് ഷൂട്ട്, ഇതിലേതാണ് ടഫ്? എനിക്ക് തന്നെ ഫോർ മീ കണ്ടന്റ് ഷൂട്ട് ആയിരിക്കും ടഫ്. ക്ലയൻറ്റ് കോൾ എടുക്കാൻ എനിക്ക് അത്ര ടഫില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ക്ലയൻസിനോട് പറഞ്ഞ്, ബിക്കോസ് ദാറ്റ് ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ 2 people. അതിൽ അയാൾ പറയുന്നതിൽ എന്തെങ്കിലും എനിക്ക് സ്ട്രൈക്ക് ആയി കഴിഞ്ഞാൽ ഐ ക്യാൻ ടോക്ക് വിത്ത് ആൻ ഐഡിയ ഫോർ ദം. ഈസി വേ എനിക്ക് ക്ലയൻറ്റ് കോൾ ആണ്. പക്ഷെ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നതിന് ഞാൻ ആദ്യം മുതൽ ആലോചിക്കട്ടെ എന്ത് ചെയ്യണമെന്നുള്ളത്. പിന്നെ അതിനു വേണ്ടി എഫേർട്ട് എടുക്കണം, പിന്നെ ഡ്രസ്സ് മാറ്റുന്നതാണ് എൻ്റെ അടുത്ത വലിയൊരു എഫേർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡ്രസ്സ് മാറ്റണം,
എന്നിട്ട് പിന്നെ ഇതിന് വീഡിയോ പറയണം. പിന്നെ ഇതേപോലെ ഇപ്പോൾ അർഷദിനെ അറിയാം, വീഡിയോ പറയുമ്പോൾ നമ്മൾ എത്രത്തോളം വെറുതെ ടങ് ട്വിസ്റ്റ് ചെയ്തിട്ട് തെറ്റിപ്പോവും. അപ്പൊ അത് ഒന്ന് റെഡിയാക്കിയിരിക്കണം. ചിലർക്ക് അത് ഭയങ്കര ഈസിയാണ്, അവർക്ക് കണ്ടന്റ് ക്രിയേഷൻ അത്ര ടഫ് അല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചൊക്കെ ഭയങ്കര ഈ ഇതേപോലെ ഇടയ്ക്ക് ചിലപ്പോൾ കിളി പോയി നിൽക്കും. അപ്പൊ അത് ഭയങ്കര ടഫസ്റ്റ് സ്റ്റേജ് എനിക്ക്. ഓണസദ്യ ഓർ ബിരിയാണി? ഐ ലവ് ബോത്ത്. എന്നാലും ഓണസദ്യ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് അത്ര കുഴപ്പമൊന്നുമില്ല, കാരണം വീട്ടിൽ നിന്ന് സാധാ ചോറ് കിട്ടുന്നതുകൊണ്ട് ബിരിയാണി വീക്കിലി ഒരു പ്രാവശ്യമായാലും ഒരു ബിരിയാണി കഴിക്കണം. ഓക്കെ, ഞാൻ കോഴിക്കോട് വന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ ബിരിയാണി കഴിച്ച സ്ഥലം ഏതായിരുന്നു? ഇഷ്ടപ്പെട്ട ബിരിയാണി? എനിക്ക് എൻ്റെ പണ്ടും ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് റഹ്മത്തത്തെ കല്ലുമ്മക്കായ് ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഭയങ്കര സ്പൈസിയാണ്, അതായിരിക്കും മേ ബി. ഓക്കെ, കൊച്ചി ഓർ കാലിക്കറ്റ് കണ്ടന്റ് ക്രിയേഷനിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ? ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഐ തിങ്ക് കാലിക്കറ്റ് ഈസ് ഓൾസോ ബൂമിങ്. ആദ്യം കൊച്ചിയായിരുന്നു, കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും പിന്നെ കുറച്ചും കൂടി അതിൻ്റെ ഒരു കുറച്ചും കൂടി അതിലെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊച്ചിയായിരുന്നു. ബട്ട് നൗ ഇറ്റ്സ് ഷിഫ്റ്റിംഗ് ടു കാലിക്കറ്റ് ഓൾസോ. കാലിക്കറ്റും അത്യാവശ്യം നല്ല ഇതുണ്ട്, ഇപ്പം മീറ്റപ്സ് നടക്കുന്നുണ്ട്. ഇപ്പം ഷാൻ്റെ ഒക്കെ സ്റ്റോറിയൊക്കെ ഹഗ്യമഗിലൊക്കെ കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. അങ്ങനെ നെറ്റ്വർക്കിംഗ് ആക്ടിവിറ്റീസ് ഹാപ്പനിങ് ഇൻ കാലിക്കറ്റ്. ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്, പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കാലിക്കറ്റ് ആണെന്നാ. കാര്യം എന്ന് വെച്ചാൽ അതിന് മാത്രം ക്രിയേറ്റേഴ്സും അങ്ങനെയുള്ള സപ്പോർട്ടിങ് ലഭിക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന്. പക്ഷെ കൊച്ചിയിൽ അത്ര സപ്പോർട്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമാണ്. കൊച്ചിയിൽ എനിക്ക് തോന്നുന്നു കുറെ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ഇൻഫ്ലുവൻസേഴ്സ് ഇല്ല പോലെ തോന്നുന്നില്ല. ഇവിടെ ആർക്ക് വേണമെങ്കിലും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആകാം എന്നുള്ള ഒരു രീതി. ഇവിടെ കുറച്ചുകൂടി വെൽക്കമിങ് ആണ്, എസ്പെഷ്യലി സ്മോൾ ക്രിയേറ്റേഴ്സിനൊക്കെ നന്നായിട്ട് വെൽക്കം ചെയ്യുന്നുണ്ട്. പിന്നെ അവർക്ക് പെട്ടെന്ന് ആ ഒരു നെറ്റ്വർക്കിനായിട്ടൊക്കെ കണക്ട് ചെയ്യാനൊക്കെ പറ്റും. അതെ, കോഴിക്കോട് എപ്പോഴും വെൽക്കമിങ് ആണ്. ഞാൻ ഈ ഒരു പരിപാടിയായിട്ട് വന്നപ്പോഴും കൊച്ചിയിൽ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല ഈ പോഡ്കാസ്റ്റ്. ഇവിടെ 4 പേര് നിലവിലുണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട്. ഭയങ്കര സപ്പോർട്ടീവാണ് കോഴിക്കോട്. എസ്പെഷ്യലി അതെനിക്ക് തോന്നുന്നു ആ ഒരു മലബാർ സൈഡിന്റെ ഒരു ഫീൽ ആയിരിക്കാം മേ ബി. നമ്മള് പിന്നെ ആരെ കിട്ടിയാലും സൽക്കരിക്കാന്നില്ല പണ്ട് മുതലേ ഫീല് കിട്ടുന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അതൊരു പാർട്ട് ഓഫ് അവർ കൾച്ചറായിട്ട് മാറിയതുകൊണ്ട് അതെല്ലാത്തിലും അങ്ങനെയാണ്. ഇൻ ബിസിനസ് ഓൾസോ, ഇപ്പോൾ ഈ നെറ്റ്വർക്കിങ്ങിലൊക്കെ ആണെങ്കിലും നമ്മൾ വെരി ഓപ്പൺ ടു എവ്രി വൺ എന്നുള്ള പോലെ എല്ലാവരെയും വിളിക്കും. മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് ഓൾ? മോർണിംഗ് പേഴ്സൺ. മോർണിംഗിലാണ് ഈ ക്രിയേറ്റിവിറ്റി എല്ലാം വരുന്നത്. ഞാൻ നൈറ്റ് ഔളേ അല്ല, കാരണം എൻ്റെ കൂടെ എല്ലാവർക്കും അറിയാം അശ്വൻ്റെ മെയിൻ പ്രശ്നം. കാരണം ഞങ്ങൾ ഇതേപോലെ ഒരു മൂവിയൊക്കെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ മൂവി കഴിഞ്ഞതിൻ്റെ പകുതിൻ്റെ ആകുമ്പോൾ ഞാൻ ഉറങ്ങും. ഞാൻ 12 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ബ്രെയിൻ എന്നോട് പറയും, അമ്ന യു ഹാവ് ടു സ്ലീപ്പ്. എൻ്റെ സ്ലീപ്പ് പോവാന്ന് പറയുന്നതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ, ഞാൻ ഇരുന്ന് കരയാന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എൻ്റെ ഉറക്കം പോയിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം എനിക്ക് ഒരിക്കലും ഉറക്കം കളഞ്ഞിട്ട് എൻ്റെ ലോകത്തിൽ എനിക്ക് എന്ത് തരാമെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ സാക്രിഫൈസ് ചെയ്യാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഉറക്കമായിരിക്കും. ഞാൻ എൻ്റെ ഉറക്കം കളഞ്ഞൊന്നും ചെയ്യില്ല. ഐ വോണ്ട് ടു സ്ലീപ്പ്. ഇപ്പം ബേബിയൊക്കെ ആകുമ്പം ഉള്ള പ്രശ്നം എൻ്റെ ഉമ്മക്കൊക്കെ അറിയാം, ഞാൻ ഇങ്ങനെ കരയും, അയ്യോ എനിക്ക് ഉറങ്ങണം എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഗോഡിനും അത് അറിയണോണ്ടാണ് തോന്നുന്നുണ്ട്. എൻ്റെ 2 മക്കളും വലിയ അലമ്പില്ലാതെ ഉറങ്ങും. എൻ്റെ മൂത്ത മോനെ എവിടെയും കടന്നുറങ്ങും, ഞാനും അവനും ഒരേപോലെയാണ്. എവിടെ ഇനിയിപ്പോൾ അതൊരു ബിസി സ്ട്രീറ്റിലാണെങ്കിലും ഇഫ് വി വാണ്ട് ടു സ്ലീപ്പ് വി വിൽ സ്ലീപ്പ് എന്നുള്ള പോലെ ഞങ്ങൾ 2 ആളും ഉറങ്ങും. മോള് കുറച്ചിപ്പോൾ ഒരു കളിക്കുന്നുണ്ട്, ബട്ട് ഞാനതിന് പരിശീലിപ്പിക്കുന്നുണ്ട് ഉറങ്ങാൻ വേണ്ടി. കാരണം എനിക്ക് ഉറങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പ്രശ്നമായി കളയും. എൻ്റെ മെൻ്റലി ഞാൻ ഭയങ്കര ഡൗൺ ആയി പോവും. അപ്പോൾ എനിക്ക് ഉറങ്ങണം. ഉറക്കം കഴിഞ്ഞിട്ടേ വേറെ എന്തുള്ളൂ. അതിനിപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്ലീപ്പ് ഓവറിന് പോകും എന്താണെങ്കിലും ചെറുപ്പം തൊട്ടേ ഐ വിൽ സ്ലീപ്പ്. അവരിനി അവിടെ വൻ പാർട്ടി ആഘോഷമാണെങ്കിലും ഞാൻ അവിടെ പോയിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. ഉറക്കമാണ് ഈ ക്രിയേറ്റിവിറ്റിയുടെ ഒക്കെ രഹസ്യം എന്ന് പറയുന്നത്. ശരിയാണ്. മേ ബി എനിക്കറിയില്ല, ഫോർ മീ ഇറ്റ്സ് അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ ഉറങ്ങാത്ത ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ നെക്സ്റ്റ് ഡേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ലിറ്ററലി എന്തോ വല്ല കിളി പോയ അവസ്ഥയിൽ ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഓവറായിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഇമോജീസ് ഉണ്ടോ? ഞാനോ?
ഞാൻ ഓവറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇമോജി എനിക്ക് തന്നെ കണ്ണിൽ വെള്ളം വരുന്ന അതായിരിക്കും. കാരണം അത് എനിക്കറിയില്ല, ചിലപ്പോൾ മേ ബി മില്ലേനിയൽസിന് കണക്ട് നമ്മൾ എന്തെങ്കിലും പറയുന്നത് ഒരു ഫണ്ണായിട്ട് തന്നെയാണ് എടുക്കേണ്ടതെന്നുള്ളതിന് വേണ്ടി ഇനി അത് തെറ്റിദ്ധരിച്ച് റൂഡായിട്ട് എടുക്കേണ്ടെന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും ഫണ്ണായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആ കണ്ണിൽ വെള്ളം വരുന്നത് അതിന് കൂടെ നിട്ട് കൊടുക്കും. അതെ, അത് എടുക്കണം എന്നുള്ള രീതി എടുക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഇമോജി ഉപയോഗിക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ബാക്കിയുണ്ട്, പക്ഷേ നമുക്ക് സമയപരിമിതിയുണ്ട്. അമ്മയ്ക്കും കുട്ടി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആളുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇനി ഒരു എപ്പിസോഡ് പിന്നെ ആയാലും പ്ലാൻ ചെയ്യാം. പക്ഷേ ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇനി സോഷ്യൽ മീഡിയയിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വരാനുള്ള വനിതകൾക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. കാരണം ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിലുള്ള. അതായത് ഒരു ഫ്രീ ടൂൾ, ഫ്രീ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൽ വേറെ പ്രത്യേകിച്ച് നമ്മൾക്ക് പൈസൻ്റെ ചിലവ് ഒന്നുമില്ല. ഡിജിറ്റൽ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരില്ല ഇപ്പോൾ. അപ്പം നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് തന്നെ ഏൺ ചെയ്യാൻ പറ്റും. ഭയങ്കര എന്താ പറയുക, കുറേ എഫേർട്ട് ഇട്ട് കുറേ ഇതാക്കേണ്ട ആവശ്യങ്ങളില്ല. അതായത് ഇതൊരു ഓപ്പർച്യൂണിറ്റി, ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ തുറന്നിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. എന്തിനാ ഇത് എക്സ്പ്ലോർ ചെയ്യാതിരിക്കേണ്ട ആവശ്യം? അല്ലാതെ ഇതേപോലെ എനിക്ക് ജോലിയൊന്നുമില്ല, എനിക്കിതില്ല, എനിക്ക് വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്, ആയിക്കോട്ടെ. അതിന് ഇത് 90s നടക്കുന്നത്. 2025 നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് യുവർ ഓൺ ബിസിനസ്, സ്റ്റാർട്ട് യുവർ ഓൺ ജേർണി. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങളുടെ ടാലൻറ്റ് എന്താണോ നിങ്ങളെ കയ്യിലുള്ളത്, എന്നിട്ട് നിങ്ങൾ ഇതേപോലെ വീട്ടിലിരുന്ന് പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല, നിങ്ങൾക്ക് കുട്ടികളുണ്ടായതുകൊണ്ട് ഇത് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു സാധനം കൊണ്ട് ഇത് പറ്റുന്നില്ല എന്നുള്ള ഒരു ഇതുമില്ല. അത് നിങ്ങൾക്കിപ്പോൾ ഒരു ഡിസേബിലിറ്റി ആണെങ്കിൽ പോലും അതിനെ ഏബിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ഉള്ള കാലമാണ് 2025 എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ടും അത് അങ്ങനെ തന്നെ ആവും. അപ്പോൾ വെറുതെ എന്തിനാ ആ ഒരു ഓപ്പർച്യൂണിറ്റി കളയേണ്ട ഒരു ആവശ്യം എന്താ? ഒരു ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് തന്നെ കാണാൻ പറ്റും എത്ര കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ലൈഫാണ് മാറുന്നതെന്നില്ലേ. അവർ വേറെ ലെവലിൽ നമ്മളൊരു സാധാ ജോലി ചെയ്യുന്ന ആളുടെ അപ്പുറം, അല്ലെങ്കിൽ ഇപ്പം ഇനിയിപ്പോൾ ഒരു നല്ല പൊസിഷൻ, ഇപ്പോൾ ഒരു നല്ലൊരു കമ്പനിയിൽ നല്ലൊരു വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളുടെ ലൈഫിൻ്റെ അപ്പുറം ഏൺ ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഓൾറെഡി ഉണ്ട്. സക്സസ് എന്ന് പറയുന്ന സാധനമൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നിൽക്കുമ്പം വി ആർ വെരിലി ഇഗ്നോർഡ്. നമ്മൾ വേറെ എല്ലാ ആൾക്കാരുടെ അടുത്ത് കാണുന്നു, ചിരിക്കുന്നു, എന്നിട്ട് പിന്നെ രാത്രി ഇരുന്ന് ആലോചിക്കും, ഞാൻ എവിടെ എത്തിയില്ല, ഞാൻ എന്താ ചെയ്യുക, എൻ്റെ ലൈഫ് വെച്ച് ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട്, യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദിസ് മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, ഇതൊക്കെ ഉണ്ട്. ആൾക്കാർ ഈസ് റെഡി ടു ടേക്ക് യു. ആൾക്കാർ ഇനി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അങ്ങനെ അതൊന്നും വിചാരിച്ച് ഒരിക്കലും ഇരിക്കരുത്. പിന്നെ ഇതേപോലെ ചില ആൾക്കാർ ഞങ്ങളെ കുട്ടികളെ വെച്ചിട്ട് ഇതാക്കാൻ പറ്റില്ല, കുട്ടികളെ വെച്ചിട്ടും ഇതാക്കിയത്. കുട്ടികളെ ഒരിക്കലും ഒരു ബേർഡനായിട്ട് കാണും ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികളെ നമ്മളെ പാർട്ട് ഓഫ് ജേർണിയിൽ ഇങ്ങനെ കൊണ്ടുപോവുക, അവരെ ഇതിലേക്ക് കൊണ്ടുവരാം അവർക്ക്. അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ കുറേ ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. ഇപ്പോൾ എൻ്റെ ഇതിലിപ്പോൾ എന്നെ കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഞാൻ പോണ വഴിയിൽ ഇതേമാതിരി കുട്ടികളെ കാണുമ്പം അവരെ ഞങ്ങൾ പിടിക്കണോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെ പല രീതിയിലും പല സാഹചര്യങ്ങളിൽ എനിക്ക് കുറേ ആൾക്കാരെ വന്ന് ഹെൽപ്പ് ചെയ്യലുണ്ട്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഗോസ്. അല്ലാതെ എന്നെ ആരും ഹെൽപ്പ് ചെയ്യാണ്ടാവില്ല, ഞാൻ ഈ കുട്ടികളെ വെച്ച് സ്റ്റക്കാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു ദേഷ്യം കൂടി ആ കുട്ടികൾക്ക് ചെയ്യും. നമ്മളെ ലൈഫ് കുളമാക്കിയ ആൾക്കാരാണ് ഈ കുട്ടികൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു സബ് കോൺഷ്യസ്ലി നമ്മളെ മൈൻഡിൽ അതിങ്ങനെ കിടക്കും. അപ്പോൾ അത് വേണ്ട. ദാറ്റ് ഈസ് അതിൻ്റെ കൂടെ ഇവരെയും കൂട്ടുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സ്കില്ലാണോ എന്ത് ടാലൻ്റാണോ ഉള്ളത് അത് ഷോക്കേസ് ചെയ്യാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി സോഷ്യൽ മീഡിയയിലും ഉണ്ട്, ഈ 2025 ഉണ്ട്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിനുള്ള നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിനെ സഹായിക്കാനും അതിന് വഴി കണ്ടെത്താനൊക്കെ നമുക്ക് കഴിയും. നമ്മളത് ഇറങ്ങി തിരിക്കുന്നില്ല എന്നുള്ളൊരു പോയിൻ്റേ ഉള്ളൂ. ഞാൻ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ അവർ ചെറിയ വീഡിയോയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നത് 7,000 അങ്ങനെയൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ 2 lakh 5 lakh, പിന്നെ ചിലവർ 8 lakh വരെ മേടിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീഡിയം കൂടിയാണ് ഇത്.
അതാരും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അതിലുള്ളൊരു ആകെ അതിൽ ഇപ്പം നമ്മൾ വിചാരിക്കും 8 lakh rupees നമ്മളൊരു ജോബിന് പോയിട്ട് നമ്മൾ ഉണ്ടാകും. ഇപ്പം ഞാൻ ഈ ചെറിയ ജനറേഷൻ ഇപ്പം ഈ കോളേജിലൊക്കെ ഞാൻ ക്ലാസ് എടുക്കുമ്പം അവർ പറയും, ഓ ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റർ ആവാത്ത ആരല്ലേ, ഞങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റർ ആവില്ല, ഞങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനിയിൽ ജോലി കിട്ടിയാൽ മതി. അത് അവർക്ക് ഇപ്പം തോന്നുന്നു അവർക്ക് എന്ത് ജോലി കിട്ടിയ എൻ്റെ ജീവിതമാണ് സെറ്റിൽ ആയിരുന്നുള്ളത്. അത് വെറുതെ തോന്നുന്നതാണ്. നമുക്ക് ജോലി കിട്ടി ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന സാലറി വെച്ച് നമ്മളെ ലൈഫ് നമ്മൾ മുന്നോട്ട് പോയി, പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് കുട്ടിയായി, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചിലവ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുക എത്ര പൈസ കിട്ടിയാലാണ് നമ്മുടെ ലൈഫ് ഒന്ന് നമ്മൾ വിചാരിച്ച പോലെ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത്. അപ്പം നമുക്ക് തോന്നും അയ്യോ നമുക്ക് അന്ന് കോണ്ടന്റ് ക്രിയേഷനൊക്കെ ഇപ്പം തുടങ്ങിയ അന്ന് ചിലപ്പോൾ നമ്മളെ കോളേജിൽ നമ്മളെ കൂടെ തുടങ്ങിയ ആൾക്കാർ ചിലപ്പോൾ ആ ടൈമിൽ സക്സസ് ആയിട്ടുണ്ടാവും. അവർ ചിലപ്പോൾ ഇതേപോലെ BMW ബെൻസിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നത്, നമ്മളപ്പോൾ അതേമാതിരി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇതിലാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും എന്നും ഉണ്ടാവും. അപ്പം ആ ഒരു വ്യത്യാസം. അപ്പം ഇത് എത്രയും പെട്ടെന്ന് അത് ഡിസ്കവർ ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം തന്നെ ഓൾറെഡി ഭയങ്കര ഹൈ കോമ്പറ്റീഷനാണ്. ഇനിയും ഇത് അതൊരു ഇങ്ങനെ കൂടി വരികയുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴാണോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, സ്റ്റാർട്ട് വെരി ലിറ്റിൽ. അതിപ്പം കോണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്നില്ല, യു ക്യാൻ സ്റ്റാർട്ട് യുവർ ഓൺ ബിസിനസ് ഓവർ ദെയർ. എന്തിനാ വെറുതെ മാറി നിൽക്കേണ്ട ഒരു ആവശ്യം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം ഇൻസ്റ്റാഗ്രാമിൻ്റെ വിശേഷങ്ങളായിരുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ താഴെ അമ്നയുടെ നമ്പറുണ്ട്, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഇനി സ്ത്രീകളാണെങ്കിൽ വനിതകളാണെങ്കിൽ അവർക്ക് എന്ത് സംശയങ്ങൾക്കും നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും അമ്നയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.